ഹലോ മക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 25-ാം തീയതി അല്ലേ? 25-ാം തീയതി 24-ാമത്തെ ഷിഫ്റ്റ് 1. ഗുഡ് ആഫ്റ്റർനൂൺ. ഇത് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അടുത്ത ഫസ്റ്റ് സെഷനിലുണ്ടായിരുന്നു, സെക്കൻഡ് സെഷനിലുണ്ടായിരുന്നു ഈ ചോദ്യം കേട്ടോ. സിമ്പിളാണ്. ഇതിൽ എന്താ വെച്ചാൽ കോസ് താഴത്തെ മാത്രം നോക്കിയാൽ മതി. വാട്ട് ഈസ് കോസ് എ? നമുക്കറിയാലോ, കോസ് എ, കോസ് 2a, കോസ് 4a. ഇതിന്റെ വാല്യൂ എന്താ? 1/2 ക്യൂബ് സൈൻ എ ഇൻറ്റു സൈൻ 2 ക്യൂബ് എ. അപ്പൊ അത് ഉപയോഗിച്ചാൽ മതി. സിമ്പിളാണ്. കോസ് 2a, കോസ് 4a. ഇത് എത്ര വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാം. അതായത് കോസിന്റെ പ്രോഡക്റ്റ് ആവണം, ആംഗിള് GPയിലാവണം എന്നേ ഉള്ളൂ, 2ന്റെ റേഷ്യോയില്. അപ്പൊ ഇനി ന്യൂമറേറ്റർ മാത്രം നോക്കാം. ഡിനോമിനേറ്റർ എന്താണ്? ഇതിന്റെ ഡിനോമിനേറ്റർ ഇസ് 1 cos 60 1/2 ആണ്. 1/2 ഇൻറ്റു ഇത് കോസ് എ കോസ് 2a അല്ല കേട്ടോ. കോസ് എ കോസ് 2a കോസ് 8a. 60 പ്ലസ് തീറ്റയും വെക്കാം. ഇത് 60 പ്ലസ് തീറ്റയും വെക്കാം. ഇതും ആവാം. കോസ് തീറ്റ കോസ് 60 പ്ലസ് തീറ്റ. ഈ കേസിൽ 60 മൈനസ് തീറ്റ. ഈ കേസിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം 40 പറയുന്നത് 60 മൈനസ് 20 ആണ്. 60 പ്ലസ് 20 ആണ്. അപ്പോൾ യു ക്യാൻ യൂസ് ദിസ് ഓൾസോ. ഇത് ജനറൽ ആണ്. കോസ് 20, കോസ് 40, കോസ് 80 വരുന്നുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഇതും ഉപയോഗിക്കാം, ഇതും ഉപയോഗിക്കാം. പക്ഷെ ഇത് ഉപയോഗിക്കാൻ കാരണം 60 പ്ലസ് 20, 60 മൈനസ് 20 ആയിട്ട്. അപ്പോൾ ഇത് ഉപയോഗിക്കാം നമുക്ക്. ഇത് ഉപയോഗിക്കുമ്പോൾ എന്താ കിട്ടുക? ഇതിന്റെ വാല്യൂ എന്താ? ഇതിന്റെ വാല്യൂ 1/4 കോസ് 3 തീറ്റയാണ്. ഇത് സൈനുണ്ട്, കോസിനുണ്ട്, ടാനിനുണ്ട്, കോട്ടിനുണ്ട്. അപ്പോൾ സൈനാണെങ്കിൽ 1/4 സൈൻ 3 തീറ്റയാണ്. ഇത് പഠിച്ചു പോയിക്കോളൂ. ഇതും പഠിക്കുക, ഇതും പഠിക്കുക, ഏതെങ്കിലുമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ദിസ് ഇസ് 1/4 ഇൻറ്റു കോസ് 3 തീറ്റ. കോസ് 3 തീറ്റ പറഞ്ഞാൽ തീറ്റ 20 ആണ്. അപ്പോൾ 3 × 20 ദാറ്റ് ഇസ് 60 ഡിഗ്രീസ്. ഇനി ഇതിന്റെ വാല്യൂ √3 cos secant 20 മൈനസ് sec 20 നമ്മൾ ഡിസ്കസ് ചെയ്താണ് പണ്ട് ന്യൂമറേറ്ററിൽ. എന്താ ന്യൂമറേറ്റർ? ഇറ്റ് ഇസ് ന്യൂമറേറ്റർ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാം. ഇറ്റ് ഇസ് √3/2. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സൗണ്ടിൽ ഒരു ചെറിയ ടെക്നിക്കൽ പ്രശ്നം വന്നു, ഗ്ലിച്ച് വന്നു, സാറില്ല, കുഴപ്പമില്ല. അപ്പം 1/2 1/4 കൊസിക് കോസ്. ഇതെന്ന് വെച്ചാൽ √3/2 കൊസിക്. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം ഇങ്ങനെ. ഇറ്റ് ഇസ് √3 സിംപ്ലിഫൈ ചെയ്ത് എന്താ കിട്ടുക? ദിസ് ഇസ് കോസ് സൈൻ 20 കോസ് 20. ദിസ് ഇസ് സൈൻ 20 കോസ് 20. സൈൻ 20 കോസ് 20 എഴുതാം. ഇത് കഴിഞ്ഞ ദിവസം ചെയ്ത ചോദ്യം ആയതുകൊണ്ട് ഞാൻ കുറച്ച് സ്കിപ്പ് ചെയ്യാണ്. ഇറ്റ് ഇസ് √3, ഇവിടെ കോസ് 20 ഉണ്ടാവും. അപ്പോൾ √3 കോസ് 20 വരും, മൈനസ് സൈൻ 20 വരും. ഇത് ന്യൂമറേറ്റർ വേറെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു 1/2 വയ്ക്കുക, ഇവിടെ ഒരു 1/2 വയ്ക്കുക, അപ്പോൾ ഇവിടെ ഒരു 2 വയ്ക്കുക, എന്നിട്ട് ഇവിടെ ഒരു 2 വയ്ക്കുക, വീണ്ടും ഇവിടെ ഒരു 2 വയ്ക്കുക. ഓക്കെ, ഇതിന്റെ വാല്യൂ, അതായത് ഇതിന്റെ വാല്യൂ, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ദിസ്? അപ്പോൾ ദിസ് ഇസ് 4. ഇത് 1/2 ആണ്, ഇത് 1/2 ആണ്. 1/2 ആകുമ്പോൾ 2 2 4 4 16. 16 × 4 64 വരും. ഇൻറ്റു ഇതിന്റെ വാല്യൂ എന്താ? താഴെ സൈൻ 40 ആണ്. വാട്ട് ഇസ് ദ ന്യൂമറേറ്റർ? ഇത് √3/2 എങ്ങനെ എഴുതാം? യു ക്യാൻ റൈറ്റ് √3/2 ആസ് sin A cos B. It is sin 60 and this is cos 60. This is sin 60 cos 20 is sin 40. Sin 60 minus 20. 60 minus 20. ഇത് രണ്ടും ക്യാൻസൽ ആവും. ആൻസർ ഇസ് 64. ഇതെന്താ വെച്ചാൽ ന്യൂമറേറ്റർ മാത്രമായിട്ടുള്ള ചോദ്യം എല്ലായ്പ്പോഴും വരാറുണ്ട്. ഇതെന്താ വെച്ചാൽ രണ്ടും കൂടി ക്ലബ് ചെയ്തു, അത്രയേ ഉള്ളൂ. കോസ് തീറ്റ കോസ് 2 തീറ്റ. ഇതിപ്പം ഇവിടെ ഇതിന് പകരം
ഇത് ഉപയോഗിക്കാം, ഈ ഫോമിൽ ഉപയോഗിച്ചിട്ടും ക്വസ്റ്റ്യൻ വരാം. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും പഠിക്കുക കേട്ടോ. സൈനിന് വരാം, കോസിന് വരാം, ടാനിന് വരാം, കോട്ടിന് വരാം. ഓക്കെ, ഇതും അതെ എല്ലാ സെഷനിലും 2-3 സെഷനിൽ ചോദിച്ചിട്ടുണ്ട്. ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് ആൻഡ് എക്സ്പ്രഷൻസ് എന്നുള്ള ചോദ്യമാണ്. എന്താ ചെയ്യുക? ഒരു റിയൽ ലൈൻ വരയ്ക്കുക. ഇതാണ് റിയൽ ലൈൻ. ഇനി മോഡ് എക്സ് മൈനസ് 3 3യിലാണ് സ്പ്ലിറ്റ് വരിക, മോഡ് എക്സ് മൈനസ് 1 1ലാണ് സ്പ്ലിറ്റ് വരിക. അപ്പം ദ ഹോൾ റിയൽ ലൈൻ 3ആയിട്ട് ബൈഫർക്കേറ്റഡ് ആവും അല്ലേ. ഇനി 3യുടെ അപ്പുറത്താവുമ്പം ഇത് എക്സ് മൈനസ് 3 തന്നെയാണ്. അപ്പൊ x² മൈനസ് 3x വരും. പിന്നെ 3യുടെ അപ്പുറത്താണെങ്കിൽ എക്സ് മൈനസ് 1 തന്നെയാണ്, പ്ലസ് 3 വരും, ഈക്വൽ ടു 0. അപ്പൊ ഈ ഇക്വേഷൻ എന്താണ്? അപ്പൊ ഇവിടെ എത്തുമ്പോഴോ ഇത് രണ്ടും നെഗറ്റീവ് വരും. അപ്പൊ എക്സ് ഇൻറ്റു 3 മൈനസ് എക്സ് വരും. അപ്പൊ 3x മൈനസ് x² വരും. പിന്നെ പ്ലസ് 1 മൈനസ് എക്സ് വരും, പ്ലസ് 3 ഈക്വൽ 0 വരും. അപ്പൊ ഇതാണ് ഇവിടെയുള്ള ഇക്വേഷൻ, ഇതാണ് ഇവിടെയുള്ള ഇക്വേഷൻ. ഇനി 1ന്റെയും 3ന്റെ ഇടയിലാവുമ്പോൾ എന്താണ്? 1നേക്കാൾ വലുതാണെങ്കിൽ ഇത് എക്സ് മൈനസ് 1 ആണ്. യു ക്യാൻ സേ ദിസ് ആസ് എക്സ് മൈനസ് 1 പ്ലസ് 3 ആണ്. പിന്നെ ഇവിടെ ആകുമ്പോൾ 3യുടെ ഇപ്പുറത്താണല്ലോ, അപ്പൊ ഇത് തിരിയും. ഇത് തിരിയുമ്പം 3x മൈനസ് x² ആയിരിക്കും. അപ്പോൾ യു ഹാവ് 3 ഇക്വേഷൻസ്. ഇവിടെ ഒരു ഇക്വേഷൻ whenever x is bigger than 3 എന്താ വരിക? ഇറ്റ് ഇസ് x² മൈനസ് 2x പ്ലസ് 2 ഈക്വൽ ടു 0. ഇതിന്റെ ഡിസ്ക്രിമിനന്റ് നെഗറ്റീവ് ആണ്. അപ്പം ഡിസ്ക്രിമിനന്റ് നെഗറ്റീവ് ആണ്, നോ റിയൽ റൂട്ട്, 0 റിയൽ റൂട്ട് ആണ്. സീറോ റിയൽ റൂട്ട് ഇല്ല. ഓക്കെ, ഇനി ഇവിടെ വരുമ്പോഴോ? ഇവിടെ വരുമ്പോൾ മൈനസ് x² പ്ലസ് 2x പ്ലസ് 4 ആണ്. അപ്പൊ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ x² മൈനസ് 2x മൈനസ് 4 ഈക്വൽ 0. ഒരു ഡിസ്ക്രിമിനന്റ് പോസിറ്റീവ് ആണ്. അപ്പൊ നോക്കണം, ഇറ്റ് ഇസ് 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² പ്ലസ് 16 ഡിവൈഡഡ് ബൈ 2 വരും. 20 ആണ്. 20 പറയുന്നത് 2 റൂട്ട് 5 ആണ്. 2 റൂട്ട് 5 ആണെങ്കിൽ 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 5 ആണ്. അപ്പോൾ 1 പ്ലസ് റൂട്ട് 5 എടുക്കാൻ പാടില്ല. അപ്പോൾ 1 മൈനസ് റൂട്ട് 5 മാത്രമാണ് പോസിബിൾ വാല്യൂ. അപ്പോൾ ഇതിന് ഒരു റൂട്ട് ഉണ്ട്, 1 റിയൽ റൂട്ട്. ഇതിന് ഒരു റിയൽ റൂട്ട് ഉണ്ട്. ഇനി ഇവിടെ വരുമ്പോൾ നോക്കാം. ഇവിടെ വരുമ്പോൾ എന്താ വരിക? ഇവിടെ വരുമ്പം ഇറ്റ് ഇസ് മൈനസ് x² പ്ലസ് 4x പ്ലസ് 2 ഈക്വൽ ടു 0. സിംപ്ലിഫൈ ചെയ്യുമ്പം x² മൈനസ് 4x മൈനസ് 2 ഈക്വൽ ടു 0. എക്സിന്റെ വാല്യൂ എന്താ? 4 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് അല്ലേ മൈനസ് x² പ്ലസ് 4x പ്ലസ് 2 ഈക്വൽ 0. x² മൈനസ് 4x മൈനസ് 2 ഈക്വൽ 0. ഇനി 4 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 16 പ്ലസ് 4 2 is 8 ഡിവൈഡഡ് ബൈ 2. അപ്പം എന്താ പറയുക? 4 പ്ലസ് ഓർ മൈനസ് 16 പ്ലസ് 8 24 ആണ്. 24 6 into 4 ആണ്. അപ്പൊ 2 റൂട്ട് 6 ആണ് ഡിവൈഡഡ് ബൈ 2. അപ്പൊ രണ്ട് സൊല്യൂഷൻസ് ഉണ്ട്. ഇതൊക്കെയാ 2 പ്ലസ് ഓർ മൈനസ് 2 പ്ലസ് ഓർ മൈനസ് 4 അല്ലാതെ 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് 6. അപ്പൊ 2 പ്ലസ് റൂട്ട് 6 ഉണ്ടാവും, 2 മൈനസ് റൂട്ട് 6 ആണ്. റൂട്ട് 6 വന്നാൽ ഏകദേശം 2 പോയിന്റ് സംതിങ് ആണ് അല്ലേ. അപ്പൊ 2 പ്ലസ് 2 പോയിന്റ് സംതിങ് and 2 minus 2 point something. But 2 minus 2 point something will be 1 point something. ഇത് ഓക്കെ ആണ്. 2 plus 2 point something ആകുമ്പോൾ എന്തായാലും പുറത്തേക്ക് പോകും. അപ്പോൾ ഇവിടെ റൂട്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു റൂട്ട് ഉണ്ട്, ഇവിടെ റൂട്ട് ഉണ്ട്, ഇവിടെ റൂട്ട് ഇല്ല. There will be 2 real roots. 2 is answer. 2 real roots ഉണ്ടാവും, റൈറ്റ്? കാരണം ഇവിടെ റൂട്ട്സ് ഉണ്ടാവില്ല, ഇവിടെ ഒരു റൂട്ട് ഉണ്ടാവും. അതായത് റൂട്ട് ഇസ് 2 മൈനസ് 2 point something. 2 minus 2 point something is 2 minus 2 point something അല്ലേ? സോറി 2 minus 2 point something ആണ്. 2 plus 2 point something എന്തായാലും ഉണ്ടാവില്ല. 2 minus 2 point something is point something ആണ്, മൈനസ് പോയിന്റ് something എന്തായാലും ഉണ്ടാവില്ല. ഇവിടെ നോ സൊല്യൂഷൻ ആണ്, ഇവിടെ നോ റിയൽ റൂട്ട്. സോറി, അപ്പൊ ഇവിടെ റിയൽ റൂട്ട് ഇല്ല, ഇവിടെ റിയൽ റൂട്ട് ഇല്ല, ഇവിടെ ഒരു റിയൽ റൂട്ട് ഇല്ല. ആൻസർ ഇസ് 1. 1 is the answer. ഒറ്റ റിയൽ റൂട്ടേ ഉള്ളൂ, ഓൺലി 1 റിയൽ റൂട്ട്. സോറി. ഓക്കെ, റൈറ്റ്. ഇനി അടുത്ത ചോദ്യം, ഇത് സീക്വൻസ് എറർ ക്വസ്റ്റ്യൻ ആണ്. ട്രിഗണോമെട്രിയിൽ ഒരു ക്വസ്റ്റ്യൻ. എ cot x equals 5/12
ഇപ്പോൾ സം എക്സ് ഇതും അതേ ചോദിച്ചിട്ടുണ്ട്. ട്രിഗണോമെട്രി റേഷ്യോ വരും, ഒരു എക്സ്പ്രഷൻ്റെ വാല്യൂ എന്താണെന്ന് ചോദിക്കും. അത് കഴിഞ്ഞ സെഷനിലൊക്കെ അങ്ങനെ ട്രിഗണോമെട്രിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രിഗണോമെട്രി സാറിന് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല, പക്ഷെ അത് NCERT ആണ്. NCERT പൈൻ്റെയും 3π/2 ഇടയിലാണ്. പൈൻ്റെയും 3π/2 ഇടയിൽ പറഞ്ഞാൽ പൈ ഇവിടെയാണ് 3π/2. അപ്പോൾ ഇറ്റ് ഇസ് ദ തേർഡ് ക്വാഡ്രന്റ്. തേർഡ് ക്വാഡ്രന്റിലാണ് ആംഗിൾ. അത് ആലോചിക്കാം. തേർഡ് ക്വാഡ്രന്റിലാകുമ്പോൾ കോട്ടും ടാനും മാത്രമാണ് പോസിറ്റീവ്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. സൈൻ എക്സ് അല്ലേ, അപ്പം ദിസ് ഇസ് സൈൻ എ കോസ് ബി. നോക്കൂ, സൈൻ 7x ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്യാം. ഇത് രണ്ടും കൂടി സൈൻ 7x കോസ് 13x, പിന്നെ കോസ് 7x സൈൻ 13x. അപ്പൊ സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി, ഇറ്റ് ഇസ് സൈൻ എ മൈനസ് ബി. എ മൈനസ് ബി, സൈൻ എ മൈനസ് ബി. പിന്നെ പ്ലസ് സൈൻ എ സൈൻ ബി മൈനസ് കോസ് എ കോസ് ബി. അപ്പൊ കോസ് എ കോസ് ബി സൈൻ എ സൈൻ ബി മൈനസ് കോസ് എ കോസ് ബി അല്ലേ, അങ്ങനെയല്ലേ? അപ്പൊ കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി, സൈൻ എ സൈൻ ബി മൈനസ് കോസ് എ കോസ് ബി. അപ്പൊ മൈനസ് പുറത്തേക്ക് എടുക്കാം. അപ്പൊ മൈനസ് കോസ് എ കോസ് ബി, കോസ് ഓഫ് അല്ല അതെ കോസ് എ കോസ് ബി, ഇത് രണ്ടും ക്ലബ് ചെയ്യാം. ഇത് പ്ലസ് ആ, കോസ് എ കോസ് ബി പ്ലസ് ആ, കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി, ഇറ്റ് ഇസ് കോസ് എ മൈനസ് ബി, ഇറ്റ് ഇസ് കോസ് 7x മൈനസ് 13x/2. ഓക്കെ, അപ്പൊ അത് റെഡിയാണ്, വൃത്തിയിൽ വരുന്നുണ്ട് അല്ലേ? അപ്പൊ ദിസ് ഇസ് സൈൻ x/2 പ്ലസ് കോസ് x/2, സൈൻ x/2 പ്ലസ് കോസ് x/2 അല്ലേ? സൈൻ x/2 പ്ലസ് കോസ് x/2 വേണമെങ്കിൽ നമുക്ക് ഇത് സ്ക്വയർ ചെയ്താൽ 1 പ്ലസ് സൈൻ എക്സ് ആണ്. അപ്പൊ ഇതിന്റെ വാല്യൂ, ഇതിന്റെ മോഡുലസ് വാല്യൂ എന്തായിരിക്കും? റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എക്സ് ആണ്. സൈൻ x/2 പ്ലസ് കോസ് x/2. അപ്പോൾ സൈൻ മോഡുലസ് ഓഫ് ദിസ്, അപ്പൊ മോഡുലസ് ഓഫ് സൈൻ x/2 പ്ലസ് കോസ് x/2 അതായിരിക്കും. അപ്പം സൈൻ x/2 പ്ലസ് കോസ് x/2. അപ്പൊ എക്സ് എവിടെയാണ് കിടക്കുന്നത്? എക്സ് ഇസ് ലൈയിങ് ഇൻ ദ ഇന്റർവെൽ പൈൻ്റെയും 3π/2 ഇടയിലാണ്. അപ്പൊ x/2 ഇസ് ലൈയിങ് ബിറ്റ്വീൻ π/2 ആൻഡ് 3π/4. അപ്പൊ x/2 ഇസ് ലൈയിങ് ഇൻ ദ lying in second quadrant. x/2 സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. അപ്പം കോസ് സൈൻ x/2 പ്ലസ് കോസ് x/2 1 പ്ലസ് സൈൻ എക്സ് ആണ്. 1 പ്ലസ് സൈൻ എക്സ് ആണ്. അപ്പോൾ സൈൻ x/2 പ്ലസ് കോസ് x/2 വാല്യൂ ആണ് ചോദിച്ചത്. അപ്പോൾ സൈൻ x/2 പ്ലസ് കോസ് x/2 വാല്യൂ റൂട്ട് ഓഫ് ദാറ്റ് ആണ്. റൂട്ട് ഓഫ് ദാറ്റ് തന്നെയാണ്. അപ്പം സൈൻ എക്സിന്റെ വാല്യൂ എന്താ? എക്സ് നോക്കൂ, കോട്ട് എക്സിന്റെ വാല്യൂ 5/12 അല്ലേ? ഇതാണ് 5/12. ഇവിടെ 5, ഇവിടെ 12 ആണ്, ഇവിടെ 13 ആണ്. അപ്പോൾ ടാൻ എക്സ് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ സൈൻ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇറ്റ് ഇസ് റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ എക്സ് തേർഡ് ക്വാഡ്രന്റിലാണ്. തേർഡ് ക്വാഡ്രന്റിൽ സൈൻ നെഗറ്റീവ് ആണ്. ഇറ്റ് ഇസ് 12/13. ആൻസർ ഇസ് റൂട്ട് ഓഫ് 1/13. That's answer. 1/13 is answer. Cot x/2 ഇതിന്റെ വാല്യൂ അല്ലേ ചോദിച്ചത്. അപ്പോൾ ഇത് സൈൻ x/2 പ്ലസ് കോസ് x/2 സൈൻ x/2 പ്ലസ് കോസ് x/2 വാല്യൂ ആണ്. അപ്പോൾ സൈൻ x/2 പ്ലസ് കോസ് x/2 വാല്യൂ റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എക്സ് ആണ്. ദാറ്റ് ഈസ് 1/√13 ആണ്. ഇത് x/2 പറയുന്നത് π/2 3π/2 3π/4 ഇടയില്ല. 5/2 3π/4 ഇടയിൽ ഇവിടെയാണ്. ഇത് ഈ ക്വാർട്ടറിലാണ്. അപ്പം ഈ ക്വാർട്ടറിലായതുകൊണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം കേട്ടോ. സൈൻ x/2 ഈ സാധനത്തിന്റെ വാല്യൂ ഇറ്റ് ഇസ് √2 ഇൻറ്റു സൈൻ x/2 പ്ലസ് π/4 ആണ്. അപ്പൊ എന്തായാലും ഇത് പോസിറ്റീവാണ്. x/2 പ്ലസ് π/4 പറയുമ്പോൾ എന്തായാലും ഇത് പോസിറ്റീവാണ്. അപ്പൊ ഈ സാധനം മോഡുലസ് ആണെങ്കിലും ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് ഈ സാധനം പോസിറ്റീവ് ആയതുകൊണ്ട് ഇതിന്റെ വാല്യൂ സൈൻ x/2 പ്ലസ് കോസ് x/2 തന്നെയാണ്. അതുകൊണ്ട് 1/√13 തന്നെയാണ്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മോഡുലസ് ഓഫ് സൈൻ x/2 പ്ലസ് കോസ് x/2 ആണ് റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എക്സ്. അപ്പൊ എന്തുകൊണ്ടാണ് മോഡുലസ് ഓഫ് സൈൻ x/2 പ്ലസ് കോസ് x/2? അപ്പം ഇതിന്റെ ആൻസർ വെറും സൈൻ x/2 പ്ലസ് കോസ് x/2 ആണ് നമ്മൾ ലാൻഡ് ചെയ്യുന്നത്. പക്ഷേ ഇത് മോഡുലസ് ഓഫ് സൈൻ x/2 പ്ലസ് കോസ് x/2 സൈൻ x/2 പ്ലസ് കോസ് x/2 സെയിം ആണ്. കാരണം എന്താ? x/2 π/2 3π/4 ഇടയിലാണ്. അതുകൊണ്ട്
ഈ sin x by 2 plus cos x by 2 ഇതായതുകൊണ്ട് x by 2 plus pi by 4 ഫസ്റ്റ് ക്വാർട്ടറിലോ സെക്കൻഡ് ക്വാർട്ടറിലാണ്. സെക്കൻഡ് ക്വാർട്ടറിൽ സൈൻ പോസിറ്റീവ് ആണ്, അപ്പോൾ ഈ സാധനം പോസിറ്റീവ് ആണ്. അതുകൊണ്ട് മോഡസ് തരാം അത് തന്നെയാണ്. അതുകൊണ്ട് ഇത് ആൻസർ 1/√13. അവിടെ ചെറിയ പ്ലസോ മൈനസിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പക്ഷെ ഇവിടെ പ്രോബ്ലം ഇല്ല. ഓക്കെ, നമുക്ക് അടുത്ത സാറ് വരും. ഓക്കെ, റൈറ്റ്. Welcome student. Today we start with our shift 1 of this day paper in physics. Very first question is there on the board, and all the questions that we collected found to be much easier compared to yesterday. Now very first question is there on the board as spring constant is given, cut into ratio 3:1, find the spring constant of the smaller piece. So the problem is like this. Now we have got a spring like this, and whose spring constant is given as 15. Say length is equal to OL. Now what it is said that it is divided into two pieces like this. This is one piece and this is another piece. So that the length of this one is equal to 3/4 L and this is equal to 1/4 L. So that the ratio is equal to 3:1 as per problem. And this is the larger portion and this is the smaller portion. And the question is, what is the spring constant of the smaller one? Now for a spring, you know, K into L is a constant. Concept that applied is constant. Therefore, we can write 15 into L, or this larger one, is equal to, it's unknown K1 and this is of K2. You can write K1 into L by 4 equal to K2 into 3/4L if needed. But this part is not needed. We record only this one cancel out. And from this K1 is equal to 15 into 4 is equal to 60. And the value is equal to 16 Newton per meter. A simple problem. Next one we can go. Match electromagnetic wave and their source. Now it said that X-rays, it is mentioned that the X-rays are produced when fast moving electrons are suddenly stopped. And therefore fast moving electrons suddenly stop X-rays. So ATS. Infrared hot bodies generate infrared radiations. Therefore B2P. Microwaves, C. Microwaves are generated by magnetron. So magnetron C2R. The radio waves. Radio waves are generated by oscillating alternating current circuits or antennas. And therefore the equality. D goes to PQ. SPR. SPRQ. Both SPRQ. So option is equal to 2. Next question. For a given AC circuit, find out the power factor. Now we are given the circuit like this. This is a capacitor and a capacitive reactance is given directly.
150 ohm. Say a resistor whose resistance is given as 60 ohm. And this an inductive reactance is given directly at 70 ohm. Connected to a source, AC source, to 20 volt 50 hertz, not needed. That is given. What is asked about the power factor? Power factor of an AC circuit. Power factor is given by R by Z, where R is the ohmic resistance and Z is the total impedance of the circuit. Total impedance here you can see Z is given by root of R squared 60 squared plus XC minus XL 150 minus 70 whole squared is equal to root of 60 squared plus 80 squared is equal to 1000. No. Now we are going to substitute the value. Power factor is given by R is equal to 60 by 1000. No. I'm wrong here. Hundreds. Okay. Therefore, this 100. Equal to 3 by 5. So the power factor is 3 by 5, which is your question. We shall go to our next question. In a hydrogen-like atom, ratio the speed of two orbits for the same atom, hydrogen-like, ratio of the energy. Energy equation in hydrogen-like, energy equation is given by such squared by n squared. But here the atom is the same and the Z is the same. Therefore, En proportional to 1 by n square. But n is the orbital number. Therefore, here we can say E1 by E2 is equal to N2, 2 squared by 3 squared, is equal to 4 by 9. Now, what is wrong, I think? Hydrogen-like speed in two orbits, 3 is to hydrogen-like ratio of the speed is ratio of the speed is given and energy is us. The ratio of the energy is us. In velocity, speed or velocity for hydrogen-like is given by Z by N. V proportional to 1 by N. V proportional to 1 by N. Therefore, we can write wrong rewriting. It is not a quantum number, the ratio that is given is the speed ratio, and therefore you have to write down, you have to bring in this factor here. Therefore, En proportional to 1 by N mean V square. Therefore, E1 by E2 is equal to velocity square, 3 squared by 2 square is equal to 9 by 4. So the option is equal to 9:4. What is given? Not the orbital number, but it is the velocity ratio. The speed of the two orbits is given ratio 3:2. Therefore, we have to represent energy in terms of velocity. That's okay. That's what we did and got the answer 9:4. Next question. A voltmeter 400 ohm resistance. Resistance is parallel with the 100 ohm resistor. The combination is connected to 100 ohm resistor and a battery of 9 volt in series as shown. Find the reading of the voltmeter.
Now the voltmeter is an ideal one, it has got its own resistance. And therefore, this is the resistance 100 ohm, and across that a voltmeter connected. Mean you can imagine that a 400 ohm resistance is connected. That's okay. And that is in series with 100 ohm. And 9 volt, the PD applied. If it's an ideal one, having infinite resistance, then this 9 volt will be equally divided because this is 100, this is 100. Our reading will be 4.5. But since this one is here, we have to calculate what is the effective resistance of this one. 100 and 400 parallel. 100 into 400 by 500. That one calculation is equal to. So this effective resistance of this arrangement is 80 ohm. So we are redrawing this one, redrawing. This is 80 ohm and 100 ohm, 100 ohm connected in series, and 9 volt PD is applied. Is divided. And the question is, what is the PD drop across this one? Now, as per the PD drop is as per their resistance. That's okay. Then 9 into. So what is the PD drop across this one is given by 9 into. Suppose the PD drop now is equal to V1. V1 is equal to charging potential 9 into fractional resistance of the resistor is equal to 80 by total resistance is 180. This will cancel out. This is 2. And this cancel out 4 volt. So option is 3. Next one, a uniformly concentric charged shell are kept as shown. Find the potential. No earthing is done and therefore problem is so simple. No earthing is done anywhere, therefore problem is so simple. Find the potential of each shell. Now this is the inner shell, radius A, and charge is on that is equal to Q1. Therefore its own potential due to its own charging, K charged by its radius. But that is situated the inner inside of an outer shell of the second one. This is the first one, the second one. And therefore potential of the inner body is supported by the potential due to the outer shell. And the potential contribution by the outer shell, the second one, is given by plus K, charge on is Q2 by B. It's radius. Potential on the surface and inside will be the same. Again, this one is inside the third one. And therefore its contribution also comes. That is equal to K Q3 by its resistance. This is the potential of the first one, VA. Similarly, VB, second one. When we consider the second one of radius B charged with a Q2, but it is at a distance B from this charge Q1. And therefore, the contribution of potential due to Q1 is given by K, Q1 by distance to that is equal to B. Plus, it is given a charge Q2 and therefore its own potential, K, Q2 by B. Plus, it is situated inside of the third one. And therefore, the contribution by the third charge is given by K, Q3 by C. That is BB. Now come to VC. VC, contribution by the first one is equal to K, Q1 by C. Distance from here to is C. Plus, contribution due to second one, K, Q2. Distance from its center is equal to again C. Plus, its own potential, K, Q3 by C. So, we have got VA, VB, VC and option. Yes.
option 2. It's okay. Yes, you continue. Next teacher will come in and teach you. ചെയ്തോ ഹലോ സ്റ്റുഡൻസ്, നമുക്ക് ഒരു 3-4 ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ ഇന്നലെ വന്ന ക്വസ്റ്റ്യൻ കുറച്ച് പണിയായിരുന്നു ആഫ്റ്റർനൂൺ സെഷൻ, പക്ഷേ ഇന്ന് വന്ന ക്വസ്റ്റ്യൻ വലിയ പ്രശ്നമില്ല കേട്ടോ. ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. കാൽക്കുലേഷൻ സമയം എടുക്കുമെന്ന് അറിയില്ല. കൺസിഡർ 10 ഡേറ്റ. സോ n എന്ന് പറയുന്നത് 10 സച്ച് ദാറ്റ് ദയർ മീൻ 10. എക്സ് ബാർ എന്ന് പറയുന്നതും 10. വേരിയൻസ് 2. സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് 2. ഓക്കെ, ഇത്ര ഇൻഫർമേഷൻ അവർ തന്നിട്ടുണ്ട്. വൺ ഓഫ് ദ ഡേറ്റ ആൽഫ ഈസ് റിമൂവ്ഡ് ആൻഡ് ന്യൂ ഡേറ്റ ബീറ്റ ഈസ് ഇൻസേർട്ടഡ്. ന്യൂ കേസ് എഴുതാം. ന്യൂ മീൻ 10.1, ന്യൂ വേരിയൻസ് 1.99. ഓക്കെ, നോക്കാം. തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് നമുക്ക് ഉപയോഗിക്കാം. ഓൾഡ് കേസ് മീൻ എക്സ് ബാർ സീക്കൽ ടു സിഗ്മ എക്സ് ഐ ബൈ എൻ. ദാറ്റ് ഇംപ്ലൈസ് 10 സീക്കൽ ടു സിഗ്മ എക്സ് ഐ ബൈ 10. That implies sigma xi equal to 100. പഴയ കേസാട്ടോ പറയുന്നത്, ഓൾഡ് കേസ്. ദെൻ സിഗ്മ സ്ക്വയർ വേരിയൻസ് ഈസ് സിഗ്മ എക്സ് ഐ സ്ക്വയർ ബൈ എൻ മൈനസ് മീൻ സ്ക്വയർ എക്സ് ബാർ സ്ക്വയർ. ദറ്റ് ഈസ് സിഗ്മ സ്ക്വയർ 2 സീക്കൽ ടു സിഗ്മ എക്സ് ഐ സ്ക്വയർ തന്നിട്ടില്ല ബൈ നമ്പർ 10 എക്സ് ബാർ 10 സ്ക്വയർ 100. ഇതിപ്പുറ വന്നാൽ 100 ഇപ്പുറത്തേക്ക് വന്നാൽ എത്രയായി? 102 ആയി. ഇൻറ്റു 10 ചെയ്താൽ എത്രയായി? 1020 സീക്കൽ ടു സിഗ്മ എക്സ് ഐ സ്ക്വയർ. ഇതെല്ലാം ഓൾഡ് കേസാട്ടോ, പഴയ കേസാണ്. ഈ ടൈപ്പ് എല്ലാ ക്വസ്റ്റ്യനും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഏതെങ്കിലും എനിക്ക് എൻ്റെ ഡാറ്റ തെറ്റിപ്പോയി, അല്ലെങ്കിൽ ഞാൻ ഒരെണ്ണം റിമൂവ് ചെയ്തു, ഇങ്ങനെയുള്ള പരിപാടിയിലൊക്കെ നമ്മൾ ഡേറ്റ മാറ്റിക്കളയുമ്പോഴും എല്ലാം സംഭവിക്കുന്ന സമ്മിലാണ് മാറ്റം വരുന്നത്. ഒരു ഡേറ്റ എടുത്തിട്ട് അടുത്ത് കയറ്റി ഇട്ടു, അപ്പം നമ്പറിൽ മാറ്റം വരുന്നില്ല. അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ഏജ് മാറ്റിയിട്ട് വേറെ ടീച്ചറിൻ്റെ ഏജ് എഴുതി, നമ്പറിൽ മാറ്റം വരുന്നില്ല. ആ ഡേറ്റയിലാണ് മാറ്റം വരുന്നത്. നമ്പർ ഓഫ് ഒബ്സർവേഷൻ സെയിം തന്നെയായിരിക്കും. അപ്പം എന്നിൽ മാറ്റമൊന്നുമില്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സം, അതായത് ഞാൻ ഈ സിഗ്മ ഇത് രണ്ടും കണ്ടുപിടിക്കാനുള്ള റീസൺ അതാണ്. ഞാൻ സിഗ്മ എക്സ് ഐ കണ്ടുപിടിച്ചു, സിഗ്മ എക്സ് ഐ സ്ക്വയർ കണ്ടുപിടിച്ചു. അതിൻ്റെ ലോജിക്ക് അതാണ്. അതിനകത്ത് മാറ്റം വരാൻ പോകുന്നു. ഇനി നമുക്ക് പുതിയ കേസിലേക്ക് എല്ലാം വരാം. ന്യൂ കേസിലേക്ക് വരുമ്പോൾ എക്സ് ബാർ 10.1 ആണ്. എങ്ങനെ എക്സ് ബാർ 10.1 വരുന്നത്? ഈ പഴയ കേസില്ലേ, എക്സ് ബാർ എന്ന് പറയുന്നത് ഈ ഫോർമുല തന്നെ, ഫോർമുല സെയിം തന്നെ. അപ്പോൾ പുതിയ കേസിലേക്ക് വരുമ്പോൾ എക്സ് ബാർ 10.1 ആണ്. മനസ്സിലാക്കണം. സമ്മേഷനിൽ മാറ്റം വന്നു. സമ്മേഷൻ ഓൾറെഡി 100 ആയിരുന്നില്ലേ? ഈ 100ൽ നിന്ന് ആൽഫ അവർ റിമൂവ് ചെയ്തു, ആയിക്കോട്ടെ. പകരം അവർ ബീറ്റ കയറ്റിയിട്ടു, ആയിക്കോട്ടെ. നമ്പർ ഓഫ് ഒബ്സർവേഷനിൽ ഒരു മാറ്റവും ഇല്ല. സമ്മിൽ ആൽഫ മാറ്റിക്കളഞ്ഞു, ബീറ്റ കയറ്റിയിട്ടു, നമ്പറിൽ മാറ്റമില്ല. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, 101 വരും.
100 മൈനസ് ചെയ്തു. അപ്പോൾ 1 is equal to ബീറ്റ മൈനസ് ആൽഫ എന്ന് കിട്ടും. ഒരു ഇക്വേഷൻ കിട്ടി. അടുത്തത് വേരിയൻസിലേക്ക് വന്നാൽ വേരിയൻസിനെ കുറിച്ച് പറയാനുള്ളത് സിഗ്മ സ്ക്വയർ 1.99 ഈക്വൽ ടു എന്താ സംഭവിച്ചത്? ഇതല്ലേ സിഗ്മ സ്ക്വയർ. ഓൾഡ് കേസ് ഇതാണ് 10, 20. ഇതിനകത്ത് നിന്ന് ആൽഫ മാറ്റിയാൽ പോരെ, ഇത് XI സ്ക്വയറാ. അപ്പോൾ ആൽഫയ്ക്ക് പകരം ആൽഫ സ്ക്വയർ കുറച്ചിട്ട് ബീറ്റ സ്ക്വയർ ആഡ് ചെയ്യണം. ഇത് XI അല്ല, XI സ്ക്വയർ ആണ്. ബൈ നമ്പറിൽ വ്യത്യാസം ഒന്നുമില്ല. മൈനസ് എക്സ് ബാർ പുതിയ കേസാട്ടോ, അപ്പോൾ പുതിയ എക്സ് ബാർ എടുക്കണം. 10.1 ദ ഹോൾ സ്ക്വയർ. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ 10.1ന്റെ സ്ക്വയർ എത്ര വരും? 10201. 10.1 അല്ല, 2 ഡിജിറ്റ് ഇങ്ങോട്ട് മാറ്റും. അപ്പോൾ 102.01 അല്ലേ? അപ്പോൾ ഇത് മൈനസ് 102.01. ഇത് ഇപ്പുറത്തേക്ക് വരട്ടെ. അപ്പോൾ ഇതിൻ്റെ കൂടെ 1.99 ആഡ് ചെയ്യട്ടെ. ഇപ്പോൾ കുഴപ്പമില്ലല്ലോ. 9 + 1 0 0 4 0 1 104 വരും. 104 ഈക്വൽ ടു 10. മനസ്സിലായില്ലേ? ഇത് 102.01. ഇതിപ്പുറം വന്നപ്പോൾ പ്ലസ് ആയി 1.99 ആഡ് ചെയ്തു. അപ്പോൾ 104 ഈക്വൽ ടു 1020 മൈനസ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ബൈ 10 വരും. 10 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എത്ര കിട്ടും? 1040 വരും. മൈനസ് 1020 കിട്ടും. ഇത് കാൽക്കുലേഷൻ വലിയ പ്രശ്നമില്ല കേട്ടോ. ഈക്വൽ ടു ബീറ്റ സ്ക്വയർ മൈനസ് ആൽഫ സ്ക്വയർ. ഇത് 20 വരില്ലേ? 20 ഈക്വൽ ടു ബീറ്റ സ്ക്വയർ മൈനസ് ആൽഫ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ബീറ്റ പ്ലസ് ആൽഫ ഇൻറ്റു ബീറ്റ മൈനസ് ആൽഫ. ബീറ്റ മൈനസ് ആൽഫ അത് എവിടെ കിട്ടിയിട്ടുണ്ട്? 1. അതെടുത്ത് ഇവിടെ കൊടുത്തു. ബീറ്റ പ്ലസ് ആൽഫ 20 കിട്ടി. യെസ്, 20 ഓപ്ഷൻ ഉണ്ട്. സെക്കൻഡ് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഈസി കാറ്റഗറി തന്നെ പെടുത്താം, കാരണം ഒത്തിരി ടഫൊന്നും അല്ല. ഇന്നലെ വന്ന ക്വസ്റ്റ്യനൊക്കെ കുറച്ച് ചിലതിലൊക്കെ വരുമ്പോഴേ കാൽക്കുലേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ നിൽക്കില്ല. ഇതങ്ങനെയല്ല, വലിയ പ്രശ്നമില്ലാതെ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ. ഈസി എന്ന കാറ്റഗറി പെടുത്തിക്കോളൂ. അടുത്തത് ഇൻ്റഗ്രലിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. കാണുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ തോന്നുന്നുണ്ട്, എങ്കിലും നമുക്ക് നോക്കാം. നമ്മുടെ ഇതിലേക്ക് വന്നാലേ ഈ LNTക്ക് പകരം നാച്ചുറൽ ലോഗരിതം ഓഫ് ടിക്ക് പകരം എക്സ് എന്ന് കൊടുത്താൽ, അപ്പോൾ ശരിക്കും ഉദ്ദേശിക്കുന്ന LNT എന്ന് പറഞ്ഞാൽ ലോഗരിതം ടു ദ ബേസ് ഇ. ഇതിന് നമ്മൾ എക്സ് എന്ന് കൊടുത്താൽ ടി ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് കിട്ടും. ടി ഈക്വൽ ടു ഇ റൈസ് ടു എക്സ്. അപ്പോൾ എഫ് ഓഫ് ഇ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ 1 മൈനസ് സൈൻ എക്സ് എന്ന് വരും. 1 മൈനസ് സൈൻ എക്സ് എന്നുള്ളത് 2 സൈൻ എക്സ് ബൈ 2 ഇൻറ്റു കോസ് എക്സ് ബൈ 2 എന്ന് എഴുതുന്നു. 1 മൈനസ് കോസ് എക്സ് എന്നുള്ളത് 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്ന് എഴുതുന്നു. ഇൻറ്റു ഡി ടി എന്ന് പറഞ്ഞാൽ അതോടെ എഴുതിയേക്കാം കേട്ടോ, ഇ റൈസ് ടു എക്സ് ഡി എക്സ്. ഡി ടി എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു എക്സ് ഡി എക്സ് എന്ന് എഴുതുന്നു. സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു 1/2 കൊസീക്ക് സ്ക്വയർ എക്സ് മൈനസ് 2 കട്ട് സൈൻ കട്ട് കോസ് ബൈ സൈൻ ബൈ 2 ഉണ്ട്. കോട്ട് എക്സ് ബൈ 2 ഡി എക്സ്. നിങ്ങൾ നോക്കിയേ, ഈ കോട്ട് എക്സ് ബൈ 2ൻ്റെ ഡെറിവേറ്റീവായി വന്നേക്കണേ ആണോ? കോട്ടിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക്ക് സ്ക്വയർ വരും. ഇവിടെ മൈനസ് കോട്ടാണ്, അപ്പോൾ മൈനസ് മൈനസ് പോയി. എക്സ് ബൈ 2ൻ്റെ 1/2 വരും. അപ്പോൾ ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഫംഗ്ഷൻ പ്ലസ് ഡെറിവേറ്റീവ് എന്ന ഫോമിലല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് കിട്ടും? ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഫംഗ്ഷൻ എന്നാണ് വിളിക്കുന്നത്. ഫംഗ്ഷൻ മൈനസ് കോട്ട് എക്സ് ബൈ 2 ആണ്. പ്ലസ് സി. ശ്രദ്ധിക്കൂ, ഇ റൈസ് ടു എക്സ് ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് ഫംഗ്ഷൻ പ്ലസ് ഡെറിവേറ്റീവ്. ഫംഗ്ഷൻ മൈനസ് കോട്ട് എക്സ് ബൈ 2, അതിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ് ബൈ 2 മൈനസ് മൈനസ് പ്ലസ് എക്സ് ബൈ 2ൻ്റെ 1/2. അപ്പോൾ ഇത് ആൻസർ കിട്ടി. എഫ് ഓഫ് ഇ റൈസ് ടു എക്സ് കിട്ടി നമുക്ക് കേട്ടോ. ദിസ് ഈസ് എഫ് ഓഫ്
ഇ റൈസ് ടു എക്സ്. ഇനി എഫ് ഓഫ് ഇ റൈസ് ടു പൈ ബൈ ടു അവർ തന്നിട്ടുണ്ട്. അപ്പോൾ എഫ് ഓഫ് ഇ റൈസ് ടു പൈ ബൈ ടു എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു പൈ ബൈ ടു ഇൻറ്റു മൈനസുകൾ നീക്കിയിട്ടു കേട്ടോ. ഇ റൈസ് ടു പൈ ബൈ ടു മൈനസും കൂടെ നീക്കിയിടുമ്പോൾ പ്രശ്നമുണ്ടോ? അത് ഇവിടെ ആട്ടോ മൈനസ് വരുന്നത്. ഇവിടെ കോട്ട് പൈ ബൈ 4 വരും, അത് 1 പ്ലസ് സി വരും. ഇ റൈസ് ടു പൈ ബൈ ടു എന്ന് പറയുന്നത് മൈനസ് ഇ റൈസ് ടു പൈ ബൈ ടു എന്ന് അവർ തന്നിട്ടുണ്ട്. ഈക്വൽ ടു മൈനസ് ഇ റൈസ് ടു പൈ ബൈ ടു പ്ലസ് സി വരും. ഇതിനകത്തുനിന്ന് സി 0 കിട്ടും. സി ഈക്വൽ ടു എന്ത് കിട്ടി? സി ഈക്വൽ ടു നമുക്ക് 0 കിട്ടി. അപ്പോൾ നമ്മുടെ ആക്ച്വൽ ഫംഗ്ഷൻ എഴുതിയാൽ എഫ് ഓഫ് ഇ റൈസ് ടു എക്സ് ഈക്വൽ ടു മൈനസ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു കോട്ട് എക്സ് ബൈ ടു എന്ന് എഴുതിയാൽ മതി. പ്ലസ് സി വേണ്ടല്ലോ, പ്ലസ് സി 0 ആയില്ലേ. ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താ? ഇ റൈസ് ടു പൈ ബൈ 4 ആണ്. അപ്പൊ എക്സിന് പകരം പൈ ബൈ 4 കൊടുക്കാം. ദാറ്റ് ഇംപ്ലൈസ് എഫ് ഓഫ് ഇ റൈസ് ടു പൈ ബൈ 4 ഈക്വൽ ടു മൈനസ് ഇ റൈസ് ടു പൈ ബൈ 4 ഇൻറ്റു എക്സിന് പകരം പൈ ബൈ 4 കൊടുക്കുമ്പോൾ പൈ ബൈ 4 ബൈ 2 പൈ ബൈ 8 വരും. വാട്ട് ഈസ് പൈ ബൈ 8? പൈ ബൈ 8 എന്ന് പറയുമ്പോൾ പൈ ബൈ 4 45 22.5 or 22.5 എന്ന് പറയുന്നത് 1 പ്ലസ് റൂട്ട് 2. 1 പ്ലസ് റൂട്ട് 2 അത് ഓർക്കുന്നില്ലെങ്കിൽ ഫോർമുല ഉപയോഗിച്ച് സിംപ്ലിഫൈ ചെയ്യേണ്ട വരും. അങ്ങനെ വരുമ്പോൾ ഓപ്ഷൻ ഞാനിതെല്ലാം കൂടെ കൂട്ടിക്കലർത്തി എഴുതിയതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഈ മൈനസ് അകത്തേക്ക് കൊടുത്താൽ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ മാർക്ക് ചെയ്യാം കേട്ടോ, അല്ലേ? -1 മൈനസ് റൂട്ട് 2 ഇൻറ്റു ഇ റൈസ് ടു പൈ ബൈ 4. ദാറ്റ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. ഓക്കെ, തീരെ ഈസി എന്ന് ഞാൻ പറയുന്നില്ല, ഒരു മീഡിയം ലെവലിൽ എടുത്തോളൂ. കാരണം ഈ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇൻ്റഗ്രേഷൻ്റെ ലെവലിൽ നോക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തൊന്ന് കൺവേർട്ട് ചെയ്യുന്ന പ്രശ്നം നേരിടുന്നുണ്ട്. അടുത്തത് സീക്വൻസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ എ സീക്വൻസ്. അതിനെ ഞാനൊന്ന് കൺവേർട്ട് ചെയ്ത് എഴുതിയാൽ 3 റൈസ് ടു 6, 3 റൈസ് ടു 4, 3 റൈസ് ടു 2 എക്സെട്ര ഇസ് എ സീക്വൻസ്. Pn denote the product of first n terms of this sequence. So Pn എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രോഡക്റ്റ് എടുക്കും. 3 റൈസ് ടു എക്സ് ഇൻറ്റു 3 റൈസ് ടു 4 ഇൻറ്റു 3 റൈസ് ടു 2 ഇൻറ്റു എക്സെട്ര n ടൈംസ്, which is equal to 3 റൈസ് ടു 6 പ്ലസ് 4 പ്ലസ് 2 പ്ലസ് എക്സെട്ര n ടൈംസ്. ഒരു കാര്യം ചെയ്യാം, അതിൻ്റെ സം ഒന്ന് കണ്ടേക്കാം. n ടൈം ഇല്ലേ? n ടൈം സം എന്ത് വരും? n ബൈ 2 ഇൻറ്റു ഇറ്റ്സ് ആൻ എ പി. ഇറ്റ്സ് ആൻ എ പി. ഫസ്റ്റ് ടൈം 6, ദാറ്റ് ഈസ് 2 ഇൻറ്റു 6 12 പ്ലസ് 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് -2 ആട്ടോ. -2 അല്ല, -2 ആഡ് ചെയ്തു, -2 ആഡ് ചെയ്തു, കോമൺ ഡിഫറൻസ് -2. സോ n ബൈ 2 ഇൻറ്റു മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരും. 12 പ്ലസ് 2 14 വരും, -2n വരും. 2 ഔട്ട് സൈഡ് എടുത്താൽ n ഇൻറ്റു 7 മൈനസ് n എന്ന് വരും. ശരിയല്ലേ? n ഇൻറ്റു 7 മൈനസ് n. ഇതാണ് പി ഓഫ് n. സോ വി ഗെറ്റ് പി ഓഫ് n ഈക്വൽ ടു വാട്ട്? n ഇൻറ്റു 7 മൈനസ് n. n ഇൻറ്റു 7 മൈനസ് n. ദിസ് ഈസ് പി ഓഫ് n. നെക്സ്റ്റ്, sigma n equal to 1 to 40, n equal to 1 to 40, p of n whole raised to 1 by n, p of n whole raised to 1 by n, which is sigma p of n whole raised to 1 by n, n into 7 minus n whole raised to 1 by n. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റി. ഞാനിവിടെ ചെയ്തത്, ഇവിടെ തെറ്റുമെന്നറിയോ? ഞാനിവിടെ ചെയ്തത് സം മാത്രമേ കണ്ടുപിടിച്ചോളൂ. എനിക്ക് പി ഓഫ് എൻ അല്ലേ ആവശ്യം. അപ്പൊ പി ഓഫ് എൻ എന്ന് പറയുന്നത് 3 റൈസ് ടു n ഇൻറ്റു 7 മൈനസ് n ആണ് പി ഓഫ് എൻ. അപ്പോൾ സിഗ്മ n ഈക്വൽ ടു 1 to 40
3 raised to n into 7 minus n whole raised to 1 by n. The whole raised to 1 by n എന്ന് പറഞ്ഞാൽ a raised to m whole raised to n, m into n cut. Sigma n equal to 1 to 40, 3 raised to 7 minus n കിട്ടും. ഇനി സീരീസ് ആക്കിയാൽ മതി. വിച്ച് ബിക്കം, കുറച്ചുകൂടെ എളുപ്പത്തിന് ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. 3 raised to 7 പുറത്തേക്ക് എടുത്തു, ഇറ്റ്സ് എ കോൺസ്റ്റന്റ്. Sigma n equal to 1 to 40, 3 raised to minus n is written as 1 by 3 raised to n. Okay, 3 raised to 7 ഞാൻ പുറത്തെടുത്തു. Expand this step. 1 by 3 plus 1 by 3 square plus 1 by 3 cube plus etc. എത്ര ടൈം ഉണ്ട്? etc. 40 times. So which is equal to 3 raised to 7 into, നമുക്ക് വേണേൽ 1 by 3 കൂടെ പുറത്തേക്ക് എടുത്തേക്കാം. 1 by 3 പുറത്തേക്ക് എടുത്തു. Say GP of 40 times. Sum is equal to A into A എന്ന് പറയുന്നത് ഞാൻ 1 by 3 പുറത്തേക്ക് എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, അവിടെ കിടന്നോട്ടെ, ഒരു പ്രശ്നമില്ല. 3 raised to 7 into A into 1 minus R raised to n. R എത്രയാ? 1 by 3. 1 by 3 raised to 40 into 1 divided by 1 minus R, which is equal to, ഒരു 3 കട്ട് ചെയ്ത് പോയിട്ട് 3 raised to 6 വരും. 1 by 3, 3 raised to 6 വരും. into 3 raised to 40 minus 1 by 3 raised to 40 by 2 by 3 വരും അല്ലേ? അപ്പോൾ ഈ 3 മുകളിലേക്ക് വരില്ലേ? റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 2 raised to 3 വരും. അപ്പോൾ ഇത് 3 raised to, അപ്പോൾ ആൻസർ ഞാൻ ഇവിടെ എഴുതാം. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാം. നോക്കിക്കോളൂ കേട്ടോ. ന്യൂമറേറ്റർ താഴെ 2 വരും, ഇത് മുകളിലേക്ക് ചെല്ലുമ്പോൾ 3 by 2 എന്ന് വരും. അപ്പോൾ 3 raised to 7 by 3 raised to 7 by 3 raised to 40. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്താലോ, 3 raised to 33 എഴുതാൻ പാടില്ല. ശരിയാണ് നോക്കട്ടോ. ഈ 3 മുകളിലേക്ക് എന്നാൽ 3 raised to 7 by 3 raised to. ഇനി തന്നിരിക്കുന്ന ഇൻഫർമേഷനുമായിട്ട് കമ്പയർ ചെയ്തേ, ഒരു പ്രശ്നമില്ല. ആൽഫ ഇസ് ഈക്വൽ ടു വാട്ട്? 40. ബീറ്റ ഈക്വൽ ടു വാട്ട്? 33. ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു വാട്ട്? ദാറ്റ് ഈസ് 73. ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു 73. ഓപ്ഷൻ കിട്ടിയില്ലേ? കറക്റ്റ്. സിംപ്ലിഫിക്കേഷനിലൊന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം, എങ്കിലും നമുക്കൊരു ആവറേജ് കാറ്റഗറി പെടുത്തിയാൽ മതി. ചിലർക്ക് വേണമെങ്കിൽ ഈസി കാറ്റഗറിയിലും പെടുത്താം. ഒരു ക്വസ്റ്റൻ കൂടെ നോക്കാം. നമ്പർ ഓഫ് മെട്രീസസ് എ ഓർഡർ 3/2. ഓർഡർ 3/2 ആണ്. എ എന്ന് പറയുന്നതിൻ്റെ ഓർഡർ 3/2, 3 കോളം എ ബി സി ഡി ഇ എഫ് 3/2. such that all its elements are, ഇതിലെ എലമെൻറ്റുകൾ 5 എലമെൻ്റ് ഉണ്ട്. ഓക്കെ, such that A into A ട്രാൻസ്പോസ് എന്ത് വരും? A ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ എ ബി സി ഡി ഇ എഫ് ഓർഡർ ബിക്കം 2/3. A into A ട്രാൻസ്പോസ് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന കുഴപ്പമില്ല കേട്ടോ. ഓർഡർ 3/3 എന്നുള്ള കാര്യം മറക്കരുത്. അപ്പോൾ അതിൻ്റെ ട്രേസാണ് ചോദിച്ചിരിക്കുന്നത്. ട്രേസ് എന്ന് പറയുമ്പോൾ ആര് മതി? ഡയഗണൽ മതി. എല്ലാ എലമെൻറ്റും എഴുതണ്ട. അപ്പോൾ ഡയഗണൽ അങ്ങ് പറഞ്ഞോ. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം A² പ്ലസ് B². ട്രേസ് ചോദിച്ചുകൊണ്ടാണ് ഡയഗണൽ മാത്രം എടുക്കുന്നത്. സെക്കൻഡ് റോ സെക്കൻഡ് കോളം C² പ്ലസ് D². തേർഡ് റോ തേർഡ് കോളം E² പ്ലസ് F². ഏത്? ഡയഗണലേ ചോദിച്ചിട്ടുള്ളൂ. ട്രേസ് സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ്. അവർ പറഞ്ഞിരിക്കുന്നത് ഇനിയാണ് കാര്യം ഇരിക്കുന്നത്. ഇതിൻ്റെ എല്ലാ സമ്മ് A² പ്ലസ് B² പ്ലസ് C² പ്ലസ് D² പ്ലസ് E² പ്ലസ് F² 5 കിട്ടണം. ഇതിൻ്റെ എല്ലാ സമ്മ് 5 കിട്ടണം. അത് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ വഴി ഓരോ കേസുകളും നോക്കണം. കേസ് നമ്പർ 1, സമ്മ് 5 കിട്ടണമെങ്കിൽ ഇതിനകത്ത് 5 നമ്പറുകൾ 1 1 1 എന്ന് വരുന്നു.
1 or minus 1, 1 or minus 1, 1 or minus 1, 1 or minus 1, 1 or minus 1. 5 നമ്പർ. ഒരു നമ്പർ സീറോയും വരും. അപ്പോൾ സ്ക്വയർ ആണ്. സ്ക്വയറിൻ്റെ സം എടുക്കുമ്പോൾ 5 കിട്ടും. അപ്പോൾ ഇവിടെ മൊത്തം 6 ലെറ്റേഴ്സ് ഇല്ലേ? ഈ 6 ലെറ്റേഴ്സിൽ 5 എണ്ണം ചൂസ് ചെയ്യുന്നു. ഈ 5 എണ്ണത്തിന് എന്ത് കൊടുക്കുന്നു? 1 അല്ലെങ്കിൽ മൈനസ് 1. ആദ്യത്തേന് 1 അല്ലെങ്കിൽ മൈനസ് 1, അടുത്തതിന് 1 അല്ലെങ്കിൽ മൈനസ് 1, അടുത്തതിന് 1 അല്ലെങ്കിൽ മൈനസ് 1, അങ്ങനെ 2⁵5 കിട്ടും. 6 എണ്ണത്തിൽ നിന്ന് 5 എണ്ണം ചൂസ് ചെയ്ത് 2⁵5. പിന്നെ ഒരെണ്ണം ബാക്കിയുണ്ട്, അതിനിപ്പോൾ 0 കൊടുത്തു, അതിപ്പോൾ കൊടുക്കാനൊന്നുമില്ലല്ലോ. അപ്പോൾ 6 × 2⁵5 32 വരും. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 2 192 വരും. ശരിയാണോ എന്ന് നോക്കിക്കോളൂ കേട്ടോ. ഇനി സം 5 വരുന്ന കേസ് ഉണ്ടോ? ഉണ്ട്. സം 5 വരുന്ന കേസ് എന്ന് പറയുമ്പോൾ 4 + 1 വന്നാൽ സം 5 വരും. 4 + 1 വന്നാൽ വെച്ചാൽ ഒരെണ്ണം 2 അല്ലെങ്കിൽ -2 വരും. അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 5 കിട്ടില്ലേ? വേറെ ഒരെണ്ണം 1 അല്ലെങ്കിൽ -1 വരും. അപ്പോൾ 4 + 1 5 കിട്ടും. ബാക്കിയുള്ളതെല്ലാം 0 വരും. ഇത് എത്ര കേസ് വരുമെന്ന് വെച്ചാൽ 6 ലെറ്റേഴ്സിൽ നമ്മൾ ഒരെണ്ണം ചൂസ് ചെയ്തു. അതിനാര് കൊടുത്തു? ഏതെങ്കിലും ഒരെണ്ണം. ഞാൻ പറഞ്ഞ എയോ ബിയോ സിയോ ഡി നിനക്ക് ഇഷ്ടമുള്ളവരെണ്ണം ചൂസ് ചെയ്തിട്ട് അവിടെ 2 അല്ലെങ്കിൽ -2 കിട്ടോ. അപ്പോൾ 2 വിധത്തിൽ ഇൻറ്റു ബാക്കി എത്ര എണ്ണമുണ്ട്? ബാക്കി 5 എണ്ണമുണ്ട്. ഈ 5 എണ്ണത്തിൽ നിന്ന് നിങ്ങളൊന്ന് ചൂസ് ചെയ്യൂ. ആ ഒന്നിന് എന്ത് കൊടുക്കണം? 1 അല്ലെങ്കിൽ -1, 2 വിധത്തിൽ കൊടുത്തോ. ബാക്കി 4 ഡിജിറ്റ്സ് ഇല്ലേ? ആ 4 ഡിജിറ്റ്സിന് 0 ഇട്ട് കൊടുത്താൽ മതി. അതിപ്പോൾ പ്രത്യേകം സെലക്ട് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ഇത് വന്നിട്ട് 6 × 2 × 5 × 2. അപ്പോൾ ഇത് എത്ര കിട്ടുമെന്ന് ചോദിച്ചാൽ 10 60. ഇത് 120യും വരും. ഇത് 120 വന്നു, ഇത് 192 വന്നു. ഇനി കേസുകൾ ഉണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ കണ്ടതിൽ നിന്ന് മനസ്സിലാക്കുക, ഇതിൽ നിന്ന് മുന്നോട്ട് പോകാനില്ല. ഇത് രണ്ടോടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 192 + 120 192 292 + 20 312 കിട്ടും. 312 കിട്ടും. വേറെ കേസുകൾ വരുമല്ലോ. കാരണം 2 2 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2² + 2² 8 ആയി പോയില്ലേ? 4 + 4 8 ആയി. ഇവിടെ സ്ക്വയർ വന്നാട്ടോ പ്രശ്നമായത്. സ്ക്വയർ ഇല്ലായിരുന്നെങ്കിൽ ഇത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു അല്ലേ? സ്ക്വയർ ഇല്ലായിരുന്നുവെങ്കിൽ കുറച്ചധികം കൂടെ കേസ് എടുക്കാൻ പറ്റും. അന്നേരം പിന്നെ മൈനസിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും, അങ്ങനെ പല ഇഷ്യൂസ് ഉണ്ടാവും. എന്നാലും വലിയ കുഴപ്പമില്ലാത്ത ഒരു ആവറേജ് ലെവൽ ക്വസ്റ്റ്യൻ തന്നെ കണ്ടാൽ മതി. ഓക്കെ, ബാക്കി ക്വസ്റ്റ്യൻസ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ഹായ് ഡിയർ ചിൽഡ്രൻ, നമുക്ക് 2 ക്വസ്റ്റ്യൻ കൂടി കിട്ടിയിട്ടുണ്ട് മാത്തമാറ്റിക്സിൽ. ഒന്ന് പ്രോബബിലിറ്റി ആണ്, മറ്റൊന്ന് സർക്കിളുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആദ്യം പ്രോബബിലിറ്റി നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഔട്ട് ഓഫ് 100 bulbs, 10 are defective. Out of 100 bulbs, 10 are defective and 90 are non-defective. 10 are defective and 90 are non-defective. If the probability of finding 7 defective bulbs out of 8 draws with replacement is K by
10 raised to 8. Then k is equal to. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. ഇപ്പം ഇവിടെ നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യാം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അറിയാലോ. ഫ്രോം പി ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. ഇവിടെ എൻ നമ്പർ പി എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിഫക്റ്റീവ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഔട്ട് ഓഫ് 100 10/100 1/10. ക്യൂ 1 മൈനസ് പി ആണെന്ന് അറിയാം. 10 are defective. That is equal to 1 minus 1/10 equal to 9/10. ടോട്ടൽ എത്ര ഡ്രോസ് ആണ്? 8 ഡ്രോസ് ആണ് ടോട്ടൽ. അതാണ് എൻ. 7 ഡിഫക്റ്റീവ് ഔട്ട് ഓഫ് 8 ആണ്. അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് റിക്വയർഡ് പ്രോബബിലിറ്റി ഈക്വൽ ടു 8C7. ഡിഫക്റ്റീവ് എത്രയാ? 1/10 റേസ് ടു 7. ക്യൂ 9/10 റേസ് ടു 8 minus 7. 8 minus 7, that is 1. 8C7 1/10 raised to 7 into 9/10. സിംപ്ലിഫൈ ചെയ്താൽ മതി. 8C7 8 ആണ്. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് 72 divided by 10 raised to 8. സിംപ്ലി 8 ഇത് 8 ആണല്ലോ. 9 into 8 വരും 72. 72 divided by 10 raised to 8. അപ്പോൾ ക്ലിയർ ആണ്. കമ്പയർ വിത്ത് k by 10 raised to 8. That is k equal to 72. 72 is the answer. K is equal to ഓപ്ഷൻസ് 72 ഉണ്ടായിരുന്നു, 73, 74, 38 ഇങ്ങനെയായിരുന്നു. 72 is the answer. ഇതായിരുന്നു ഓപ്ഷൻസ്. ഓക്കെ, സിമ്പിൾ ആണ്, നല്ല ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ സർക്കിൾ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. NCERT ബുക്ക് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ഇയറിന്റെ. എ സർക്കിൾ പാസസ് ത്രൂ a -2 alpha 0. A circle passes through the points a -2 alpha 0, b 0,2 beta, b 0, ഇത് √2 ആൽഫ ആണ്, ഇത് 0,√3 ബീറ്റ, 0,√3 ബീറ്റ. അതിന് രണ്ട് പോയിന്റ്സ് തന്നിരിക്കുകയാണ്. സർക്കിൾ പാസസ് ത്രൂ ദ പോയിന്റ്സ് a -√2 alpha 0, b 0,√3 b. ആൻഡ് ഒരു പോയിന്റ് കൂടിയുണ്ട്, ഒറിജിനും ഉണ്ട്. ഒറിജിനിലൂടെ പാസ് ചെയ്യണം സർക്കിൾ. ഈ 3 പോയിന്റിലൂടെയാണ് സർക്കിൾ പാസ് ചെയ്യണം. സച്ച് ദാറ്റ് റേഡിയസ് തന്നിട്ടുണ്ട്. സച്ച് ദാറ്റ് റേഡിയസ് ഈസ് ഈക്വൽ ടു 4 തന്നിട്ടുണ്ട്. ദെൻ ദി റേഡിയസ് ഓഫ് ദി ക്വസ്റ്റ്യൻ ആണ്, ദെൻ ദ radius of the locus of centroid of triangle OAB. ഇതാണ് ക്വസ്റ്റ്യൻ. ഈസ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇതൊരു എക്സ് ആക്സും വൈ ആക്സും ഇങ്ങനെ കൺസിഡർ ചെയ്യാം. എക്സ് ആക്സിസ്, വൈ ആക്സിസ്. ഒരു പോയിന്റ് എ അത് ഇവിടെയാണ്. നമുക്കത് -√2 ആൽഫ, 0 എന്ന് എടുക്കാം. മറ്റൊന്ന് 0,√3 ബീറ്റയാണ്. മറ്റൊന്ന് ഒറിജിനിൽ കൂടിയ പാത. അപ്പൊ സർക്കിൾ ആക്ച്വലി പോകുന്നത് എങ്ങനെ വരും? സർക്കിൾ ഇങ്ങനെ വരും. ഈ ലൈൻ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇവിടുത്തെ പ്രധാന കാര്യം എക്സ് ആക്സും വൈ ആക്സും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഇത് 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ ലൈൻ ഇതിന്റെ ഡയമീറ്റർ ആയിരിക്കും, അല്ലെ? ദ ആംഗിൾ ദ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഇസ് അറ്റ് റൈറ്റ് ആംഗിൾസ്. റൈറ്റ്, ഒരു സെമി സർക്കിൾ ഫോം ചെയ്യുന്ന ആംഗിളാണ് 90 ഡിഗ്രി ആവുക. ഇപ്പോൾ 90 ഡിഗ്രി ആകുമ്പോൾ ഈ കോഡ്സ് ആണല്ലോ. 90 ഡിഗ്രി ആകുമ്പോൾ ഈ കോഡ്സ് ഇന്റർസെക്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സർക്കിളിന്റെ ഡയമീറ്റർ ആയിരിക്കും. ഇപ്പൊ ഇതിന്റെ ലോക്കസ് ഓഫ് സെൻട്രോയിഡ്. നമുക്ക് ഈ സർക്കിളിന്റെ റേഡിയസ് ഒക്കെ തന്നിട്ടുണ്ട്, 4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിസ്റ്റൻസ് എ ബി എന്ന് പറഞ്ഞാൽ 2 × 4 8 വരും. ദാറ്റ് ഈസ്
റൂട്ട് ഓഫ് ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിക്കാം. ഇത് x1 y1, ഇത് x2 y2. അപ്പോൾ 2 ആൽഫ സ്ക്വയർ പ്ലസ് 3 ബീറ്റ സ്ക്വയർ ഈക്വൽ ടു h. 2 ആൽഫ സ്ക്വയർ പ്ലസ് 3 ബീറ്റ സ്ക്വയർ ഈക്വൽ ടു 64 ആയി. സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ്. ഇനി നമുക്ക് സെൻട്രോയിഡ് നമുക്ക് h, k ആണെന്ന് വിചാരിക്കാം. സെൻട്രോയിഡ് നമുക്ക് എന്താണെന്ന് വിചാരിക്കാം? h, k ആണെന്ന് വിചാരിക്കാം. അപ്പോൾ 3 പോയിന്റ്സ് അറിയാം. 3 പോയിന്റ്സ് അറിയാമെങ്കിൽ സെൻട്രോയിഡ്, ഒരു ട്രയാങ്കിളിന്റെ 3 പോയിന്റ്സ് അറിയാമെങ്കിൽ സെൻട്രോയിഡ് കാണാമല്ലോ. x1 പ്ലസ് x2 പ്ലസ് x3 ബൈ 3, y1 പ്ലസ് y2 പ്ലസ് y3 ബൈ 3. അപ്പോൾ h എന്തായിരിക്കും? ഒരു പോയിന്റ് 0 0 ആണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ h ഈസ് ഈക്വൽ ടു മൈനസ് റൂട്ട് 2 ആൽഫ ബൈ 3. 0 പ്ലസ് മൈനസ് റൂട്ട് 2 ആൽഫ ബൈ 3. k എന്തായിരിക്കും? y കോർഡിനേറ്റ്സ് 0 പ്ലസ് റൂട്ട് 3 ബീറ്റ പ്ലസ് 0 ബൈ 3. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 3 ബീറ്റ ബൈ 3. ഇവിടെ നിന്ന് ആൽഫ കിട്ടും. നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എത്ര കിട്ടും? ആൽഫ 3h ബൈ റൂട്ട് 2. 3h ബൈ റൂട്ട് 2. ഇവിടെ നമുക്ക് ബീറ്റയും കിട്ടും. അതും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. മതി. ബീറ്റ ഈസ് ഈക്വൽ ടു ഇത് 3 റൂട്ട് 3 വെച്ച് ക്യാൻസൽ ആയി റൂട്ട് 3k എന്ന് വരും. അപ്പോൾ ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 2 ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും? ആൽഫ കൊടുക്കുമ്പോൾ 2 ഇൻറ്റു 3h ബൈ മൈനസ് റൂട്ട് 2 സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു റൂട്ട് 3k സ്ക്വയർ ഈക്വൽ ടു 64. ഇവിടെ റൂട്ട് ഇത് ക്യാൻസൽ ആയി പോവും. അപ്പോൾ 9h സ്ക്വയർ പ്ലസ് ഇവിടെ ഇത് 3 വരും. 3 ഇൻറ്റു 3 9 വരും. 9k സ്ക്വയർ ഈക്വൽ ടു 64 എന്ന് വരും. അപ്പോൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ h സ്ക്വയർ പ്ലസ് k സ്ക്വയർ ഈക്വൽ ടു 64 ബൈ 9 വരും. എന്ന് പറയുന്നത് x സ്ക്വയർ ലോക്കസ് എന്ന് പറയുമ്പോൾ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു ലോക്കസ് ഓഫ് h, k 9 ആണ്. ഇത് സർക്കിളിന്റെ ഒറിജിൻ 0 0 റേഡിയസ്. ഇവിടെ റേഡിയസ് എന്തായിരിക്കും? അപ്പോൾ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു 8 ബൈ 3 സ്ക്വയർ. അപ്പോൾ റേഡിയസ്, ഇതിന്റെ റേഡിയസ് ആണ് ചോദിച്ചത്. ദാറ്റ് ഈസ് 8 ബൈ 3. ഓപ്ഷൻ ഉണ്ടായിരുന്നത് 8 ബൈ 3 ഉണ്ടായിരുന്നു, 4 ബൈ 3 ഉണ്ടായിരുന്നു, 2 ബൈ 3 ഉണ്ടായിരുന്നു, 1 ബൈ 3 ഉണ്ടായിരുന്നു. 8 by 3 is the answer. NCERT book based question. 8 by 3 is the answer. Okay. See again.
Yes, good afternoon. Our second spell of physics discussion continues. Okay, good afternoon, everybody. See, we have a question from gravitation. Very direct question. Two configurations are given and it's changing from one configuration to other configuration. We have to calculate the work done in changing this configuration. So, first information we have to write is work done is equal to change in potential energy of the system. Change in potential energy. That is potential energy final minus potential energy initial. Okay, that is the work done. Now tell me, what is the potential energy of the system? Okay, potential energy, initial potential energy. We have three masses. We have three pairs you can take potential energy, isn't it? Potential energy will be G M1 M2 by R. So here separation between the masses is same everywhere, 20 meter. Therefore, R will be coming common. Okay, we have a minus term, gravitational potential energy minus G by R. I have taken into common. We have three terms coming. What is that? M1, M2. Here we have three terms are there. So M1, M2 plus M2, M3 plus M3, M1. This is the initial potential energy. Okay. Now minus G, we can put the value of G in the last. We can put the value of R in the last. R, okay, we can write the R now because second case R is different. Yes, R will be how many? 20 meter. Now, first pair's potential energy, 300 into 400. So I am writing 3 into 4 into 10 to the power of 4. Then second one, second pair, that is 4 into 200. That is 4 into 2 into 10 to the power of 4. Plus third pair, 200 and 300. That is 2 into 3 into 10 to the power of 4. So this is coming to be minus G by 20. When you plus 9179,094,85,76,36 plus 91. okay, this is coming to be 12 plus 8 plus 6, who will come out? 10 to the power of 4 will come out. That comes to be 12 plus 8 plus 6, 26 into 10 to the power of 4. So it will be coming to be, let us make it as G by 20 into 26 into 10 to the power of 4. Let it be there. I'm not going to simplify it. Okay. Now similarly, potential energy final. Potential energy final. Same way, minus G by 25 instead of 20, separation is what? Become 25. Now, what are inside the bracket? The product of masses. That is still remaining same. In both the arrangements, masses are arranged as the vertices of an equilateral triangle. Same masses are arranged. So whatever coming inside will be same in both cases. Here also it will coming to be 26 into 10 to the power of 4. Okay. Once again, here also M1, M2 plus M2, M3 plus M3, M1. And this is same in both the cases. So second case, potential energy will be minus G divided by 25. Now, difference of potential energy. Therefore, work done is equal to
final potential energy minus initial. Final is minus G by 25 into 26 into 10 to the power of 4. Minus of minus, it will become plus. What is initial will be how much? G divided by 20 into 26 into 10 to the power of 4. Okay. Now I'm going to simplify it further. Work done is equal to, come on, G I've taken out 26 into 10 to the power of 4 I have taken out. Now this is coming first term. What is that? 1 by 20 minus 1 by 25. So it is coming to be G into 26 into 10 to the power of 4. LCM we can take it as 100 and this will be 5 minus 4. It is coming to be 5 minus 4 is 1. This is coming to be G into 26 into 10 to the power of 2. And value of G is given to be 6.67. So work we can calculate 6.67 into 10 to the power of minus 11 into 26 into 10 to the power of 2. And when you work it out, that is coming to be 1.7342 into 10 to the power of minus 7 joules. Okay. Direct question, but some calculations involved. Clear? We can go to the next question. Yes, direct question. Look, this type of questions are repeatedly asked. You see, match the following and mostly match the following questions they are asking from dimensional analysis based on dimensional formula. Okay, we cannot easily remember the dimensional formula. Let us work out in the easiest way possible. Magnetic flux, let us studied like this. Electric flux is voltmeter. Electric flux is voltmeter and magnetic flux is volt second. That we are remembering very often. Just volt per meter is electric field, voltmeter is electric flux, volt second is magnetic flux. So we use that technique. It's coming to be volt is work per charge. That is M L square T minus 2. Charge is A into T into T. T get cancelled. We are getting M L square T minus 2 A minus 1. M L square T minus 2 A minus 1. So M L square T minus 2 A minus 1. So A matching with 2 I am writing here. Then magnetic permeability. The easiest formula to get magnetic permeability is that force per length. Force per length between the two current carrying conductors, force per length. Force per length is equal to mu 0 I1 I2 divided by 2 pi A. So dimensionally this length and this distance A will be cancelling out. So automatically mu 0 comes to be force by current square. If you unit also, you might be remembering permeability is Newton per ampere square, or we can write the dimensional formula. Mu 0's dimensional formula is Newton is M L T minus 2 divided by A square. So this is coming to be M L T minus 2 A minus 2. M L T minus 2 A minus 2 is that M L T minus 2 ML is 1 matching with A, then 2 matching. Yes, that is ML T minus 2, ML T minus 2, A minus 2. What is that? ML T minus 2, A minus 2. This is
ml T minus 2 3. That is magnetic permeability matching with 3. Okay, magnetic permeability matching with 3. Now magnetic induction B. The formula in which B is, we can easily work it out. B is equal to mu 0 I by 2R. Mu 0 we already got it. What is B0? We have got the mu 0 as magnetic permeability as what? ml T minus 2 A minus 2. ml T minus 2 A minus 2 divided by what? Into I into A divided by L. So L let it cancel. We are getting B to be M T minus 2 A minus 1, A minus 1, A minus 1. So B coming to be M T minus 2 A minus 1, M T minus 2 A minus 1. So 4. Yes. Now self-induction. Self-induction, easy to get self-induction. Energy stored in inductor is given by half Li square. L coming to be E. Energy is M L square T minus 2 divided by I square. I square means A square. This is L is equal to E by I square. That means M L square T minus 2 A minus 2. Okay, M L square T minus 2 A by 2. So what is that? M L square T minus 2 A minus 2. 1. So magnetic flux matching with 2, A matching with 2, B matching with 3, B matching with 3, and C matching with 4, and D matching with 1. A matching with 2, B matching with 3, C matching with 4, D matching with 1. So answer again 1. Okay. So we cannot remember the dimensional formula of the electrical and magnetic quantities, but try to make out in a simple manner. Just like I used to tell students, this flux, electric flux is voltmeter, magnetic flux is volt second. Similarly, mu 0 is what? Newton per ampere square. Similarly, induction energy per current square. So you can somewhat save time. Okay, we go to the next question. Cylindrical mass length L, area of cross section A is equilibrium, liquid density rho if it is made into vertical oscillation. Here we have a ready-made formula, and easiness in remembering the formula. Its time period is similar, not exactly same, similar to that of the formula of the time period of simple pendulum, root of L by G. But here L is the length of the floating body, length of the floating body beneath liquid, length of the floating body beneath liquid. So that is not given to you. We have to find it out. This is in equilibrium for a floating body. Weight of the floating body is equal to upthrust. For a floating body, upthrust is equal to weight of the floating body. Upthrust is equal to weight of floating body. Upthrust, who gives upthrust? Liquid gives upthrust. What is upthrust? This much portion is within the liquid. So upthrust is volume of liquid displaced. How much volume of liquid displaced? Area of cross section A, length L, this much volume of liquid inside. Who gives upthrust? Liquid. You have multiplied with the liquid density. This is the mass of the liquid displaced into G. That is upthrust. That is equal to weight of the floating body. Floating body's weight is mg. So Gg get cancelled. From here, we can pull out L. L will be m divided by A into rho. Now, with this L, we come to our formula. T is equal to
2 pi into root of, instead of L, M divided by A rho G. So I repeat once again, what is the beauty of this formula is that no difficulty in remembering, because this is similar to that of the formula of time period of a simple pendulum. Only one difference: in simple pendulum, L is the length, here L is the length of the portion of the floating body beneath the liquid surface. That we calculate from the first law of flotation. What is the first law of flotation? Upthrust on the floating body is equal to weight of the liquid displaced. From that, we are evaluating the length of the portion beneath. Substituting, we are getting, and look into the options. Who is the answer? 2 pi into root of M by A rho G. Yes, this is the answer. Okay, that's all about in this session. Okay, immediately we'll have 1 or 2 sessions of physics classes. മാത്തമാറ്റിക്സിൽ 2 ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. കോംപ്ലക്സ് നമ്പർ എന്നുള്ള 2 ക്വസ്റ്റ്യനാണ്. They given 2 equations, then omega or w, നമ്മുടെ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ഒമേഗ അല്ലാണ്ട് w എന്ന് വിചാരിച്ചാൽ സാറ്റിസ്ഫൈസ് ബോത്ത് ദ ഇക്വേഷൻ. അതായത് ഈ 2 ഇക്വേഷൻ നിങ്ങൾ സോൾവ് ചെയ്യുക, അതിൻ്റെ സൊല്യൂഷനാണ് w, അതിൻ്റെ മോഡുലസ് സ്ക്വയർ എടുക്കുക. w അല്ലേ ഒമേഗ, കോംപ്ലക്സ് നമ്പർ അല്ലേ ഒമേഗ എന്ന് വിളിച്ചോ, നോ പ്രോബ്ലം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ സോൾവ് ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷൻ മോഡുലസ് സ്പ്ലിറ്റ് ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മോഡ് 6 മൈനസ് z മൈനസ് 6i ഈക്വൽ ടു മോഡ് z മൈനസ് 2i. z മൈനസ് 6i ഈക്വൽ ടു z മൈനസ് 2i. ഇത് ഇസഡിന് വരെ x പ്ലസ് i y കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യാം. അതല്ലാതെ നിങ്ങൾക്കറിയാം, എന്തറിയാം, മോഡ് ഓഫ് z മൈനസ് z1 ഈക്വൽ ടു മോഡ് ഓഫ് z മൈനസ് z2. Locus of Z represent perpendicular bisectors of the line joining Z1 and Z2. Locus of Z represent perpendicular bisectors of line joining Z1 and Z2. അപ്പോൾ ആ കൺസെപ്റ്റ് ഇവിടെ നിങ്ങൾ അപ്ലൈ ചെയ്താൽ 2, this point becomes 0, 2. This point becomes 0, 2. This point becomes 0, 6. ഈ 0,2ൻ്റെയും 0,6ൻ്റെയും മിഡ് പോയിന്റ്, ഈ മിഡ് പോയിന്റിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഇതായിരിക്കും ആര്? ഇസഡ് എന്ന് പറയുന്നത്, ലോക്കസ് ഓഫ് ഇസഡ്. ദാറ്റ് മീൻസ് y ഈസ് ഈക്വൽ ടു 4. അതല്ലെങ്കിൽ ഇസഡിന് പകരം നിങ്ങൾ x പ്ലസ് ഐ വൈ കൊടുത്ത് ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ y ഈക്വൽ ടു 4 എന്നായിരിക്കും. നമ്മളിപ്പോൾ എപ്പോഴും സാധാരണ കോംപ്ലക്സ് നമ്പറിന് ലോക്കസ് വരുന്ന ക്വസ്റ്റ്യൻ എല്ലാം z ഈക്വൽ ടു x പ്ലസ് ഐ വൈ എന്ന് എടുക്കുന്നു. അപ്പോൾ z ഈക്വൽ ടു x പ്ലസ് ഐ വൈ എടുത്തതിൽ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് y ഈക്വൽ ടു 4 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇതിനകത്തുനിന്ന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എ ലൈൻ ജോയിനിങ് 2 പോയിന്റ്സ് എന്നുള്ള കൺസെപ്റ്റ് അപ്ലൈ ചെയ്താൽ അടുത്തത്
നെക്സ്റ്റ് ഇക്വേഷൻ എടുക്കാം. ഇത് ഞാൻ ഇസഡിന് പകരം എക്സ് പ്ലസ് ഐ വൈ എന്ന് തന്നെ കൊടുക്കുക കേട്ടോ. അപ്പോൾ മോഡ് എക്സ് പ്ലസ് ഐ വൈ മൈനസ് 8 പ്ലസ് 2i ഇൻറ്റു 5 ഈക്വൽ ടു 3 ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ പ്ലസ് 2i. ദെൻ 5 ഇൻറ്റു റൂട്ട് ഓഫ് ഇത് എക്സ് മൈനസ് 8 ദി ഹോൾ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു വൈ പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ അല്ലേ. റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി സ്ക്വയർ ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ. സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 25 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 16x പ്ലസ് 64 പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 4y പ്ലസ് 4 ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 4y പ്ലസ് 4. സാധാരണ രീതിയിൽ എക്സ്പാൻഡ് ചെയ്തെടുക്കും. ഇനി നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്തേക്കാം. 25x സ്ക്വയർ മൈനസ് 9x സ്ക്വയർ ഇറ്റ് ഈസ് 16x സ്ക്വയർ. പിന്നെ എക്സിൻ്റെ ടൈം വേറെ ഇല്ല. അപ്പം മൈനസ് 25 ഇൻറ്റു 16x അങ്ങനെ എഴുതാം. മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോളൂ. 25y സ്ക്വയർ നമുക്ക് അല്ലെങ്കിൽ വേണ്ടിയിട്ട് ഓർഡറിലാക്കാം. 25y സ്ക്വയർ മൈനസ് 9y സ്ക്വയർ 16y സ്ക്വയർ. പിന്നെ വീണ്ടും എക്സിൻ്റെ ടൈം മൈനസ് 25 ഇൻറ്റു 16x. പിന്നെ 25 ഇൻറ്റു 4y വരും അല്ലേ. 25 ഇൻറ്റു 4y. ഒരു കാര്യം എനിക്കിവിടെ ചെയ്യാമായിരുന്നു കേട്ടോ. എന്താണെന്നറിയോ, വൈക്ക് 4 അങ്ങ് കൊടുത്ത കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായില്ലേ. y ഈക്വൽ ടു 4 എന്ന് നമുക്ക് ഓൾറെഡി കിട്ടിയതല്ലേ. ഞാൻ കണ്ടില്ല, സോറി. y ഈക്വൽ ടു 4 കൊടുത്താൽ നമുക്ക് സ്ക്വയറും ചെയ്തേക്കാം. സ്ക്വയറിങ് ബോത്ത് സൈഡ്സ് ആൻഡ് പുട്ട് y ഈസ് ഈക്വൽ ടു 4. നമ്മൾ ആദ്യം കണ്ടുപിടിച്ചതാ. അപ്പോൾ 25 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 16x പ്ലസ് 64 പ്ലസ് വൈക്ക് 4 കൊടുത്താൽ 6 സ്ക്വയർ 36 എന്ന് വരും. 9 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈക്ക് 4 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ 36 കിട്ടും. വൈ കോർഡിനേറ്റ് രണ്ടിടത്ത് സെയിം ആയിരുന്നില്ല സാറില്ല. 36 കിട്ടും. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്താൽ 25 മൈനസ് 9 എന്ന് പറയുമ്പോൾ 16x സ്ക്വയർ വരും. മൈനസ് 25 ഇൻറ്റു 16x വരും. പ്ലസ് 25 ഇൻറ്റു 64 പ്ലസ് 36 100 വരില്ലേ. 64 പ്ലസ് 36 100 വരും. 100 ഇൻറ്റു 25. പിന്നെ ഇത് പുറത്തേക്ക് വന്നാൽ മൈനസ് 9 ഇൻറ്റു 36 4 പ്ലസ് 2 തന്നെയല്ലേ. y പ്ലസ് 2 എന്നും പ്രശ്നങ്ങളില്ല എന്ന് തോന്നുന്നു. മൈനസിന് ബ്രാക്കറ്റ് ഇല്ല. വൈക്ക് 4 കൊടുത്തു. 4 പ്ലസ് 2 6 വന്നു. 6ൻ്റെ സ്ക്വയർ 36 വന്നു. മൈനസ് 9 ഇൻറ്റു 36 ഈക്വൽ ടു 0. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്താൽ 2നും 6നും ഇടയ്ക്ക് 4 വരും. ഒരു 16 വെച്ച് കട്ട് ചെയ്യാൻ പറ്റുമോ? 16 വെച്ച് കട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അവിടെ 36 ആണ്. 36 വരുമ്പോൾ ഒരിക്കലും കട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. 32 ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. 3 സ്ക്വയർ 9 വരും. എക്സ് പ്ലസ് വൈ പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ. വൈക്ക് 4 കൊടുത്തു. എക്സ് സ്ക്വയർ വരും. കാൽക്കുലേഷനിൽ എവിടെയെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കാം. എക്സ് മൈനസ് 8 രണ്ട് സൈഡിലും വൈ പ്ലസ് 2 ദി ഹോൾ സ്ക്വയർ തന്നെയാണല്ലോ വരുന്നത്. നോക്കാം. തേർട്ടി സിക്സ് 25 36 ശരിയാണ്. 25 എക്സ് മൈനസ് 8 ദി ഹോൾ സ്ക്വയർ തന്നെയാണ്. 25 36. ഇപ്പം ഇത് സിംപ്ലിഫൈ ചെയ്തെടുക്കുക, അത് തന്നെ പറ്റുള്ളൂ. 16 വെച്ച് കട്ട് ചെയ്യൽ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. 4 വെച്ച് എന്തായാലും കട്ട് ചെയ്യുക. അപ്പോൾ 4x സ്ക്വയർ മൈനസ് 25 ഇൻറ്റു 4x
പ്ലസ് 25 ഇൻറ്റു 25 അല്ലേ? അപ്പോൾ പ്ലസ് ഇത് 100 കിട്ടും, മൈനസ് ഇത് 4 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 9 വരും, 81 വരും, സീക്വൽ ടു 0 കിട്ടും. 100 മൈനസ് 81 എന്ന് പറയുമ്പോൾ 90 വരും. 4x², അവിടെയാണ് പ്രശ്നം വന്നേക്കുന്നത് അല്ലേ? ദാറ്റ് ഈസ് 4x², 100 മൈനസ് 81. സിംപ്ലിഫൈ ചെയ്യണം. 25 ഇൻറ്റു 25 വരുന്നത്, സോറി, 25 ഇൻറ്റു 25, അപ്പോൾ 625 മൈനസ് 81. അപ്പോൾ 4x² മൈനസ് 25 ഇൻറ്റു 4x പ്ലസ് ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4 കിട്ടുന്നുണ്ട്, 4 വരുന്നുണ്ട് അല്ലേ? 5 കിട്ടുന്നുണ്ട്, സീക്വൽ ടു 0. 4 വെച്ച് കട്ട് ചെയ്യാം. അപ്പോൾ x² മൈനസ് 25x പ്ലസ് 4 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 54, 91 കിട്ടും. അല്ല, 1 വരും, 14ലാവുമ്പോൾ 12, 8, 138 അല്ലേ? ഇറ്റ്സ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ x-17 ഇൻറ്റു x-8 സീക്വൽ ടു 0 അല്ലല്ലോ? 18ഉം 7ഉം. ഇത് 8 ആണോ വരുന്നത് ഡിവൈഡ് ചെയ്യുമ്പോൾ? അല്ലല്ലോ, ഡിവൈഡ് ചെയ്യുമ്പോൾ 4 വെച്ച് ഡിവൈഡ് ചെയ്തു, 1 കിട്ടി, 14 വന്നു, 14ൽ 3 12, 3 വന്നു, 24ൽ 24 അല്ലേ? 6 കിട്ടും. അപ്പോൾ ഓക്കെ, ശരിയാണ്. അപ്പോൾ നമുക്ക് x ഈക്വൽ ടു 17 എന്നും കിട്ടി, 8 എന്നും കിട്ടി. അപ്പോൾ നമ്മുടെ കോംപ്ലക്സ് നമ്പർ കിട്ടുന്ന ഏതൊക്കെയാ? ചെറിയ കാൽക്കുലേഷൻ ആയിട്ട് വന്നു അല്ലേ? കോംപ്ലക്സ് നമ്പർ y ഈക്വൽ ടു 4 ആണ്. അപ്പോൾ 17 പ്ലസ് 4i-യും 8 പ്ലസ് 4i. ഇതാണ് നമ്മുടെ കോംപ്ലക്സ് നമ്പർ വരുന്നത്. ഇതിൻ്റെ മോഡുലസിൻ്റെ സ്ക്വയർ എടുക്കണം. ഇതിൻ്റെ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മോഡുലസ് എടുക്കുന്നു, വിച്ച് ഈസ് മോഡുലസിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 17² പ്ലസ് 4² പ്ലസ് 8² പ്ലസ് 4². സിംപ്ലിഫൈ ചെയ്താൽ മതി, ആൻസറിലേക്ക് എത്തും. 17² പ്ലസ് 4² പ്ലസ് 4². യെസ്, സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസർ എനിക്ക് തോന്നുന്നു 385. നോക്കാം. ഇത് 17² എത്ര വരും? 289 അല്ലേ? 289 പ്ലസ് 16 പ്ലസ് 64 പ്ലസ് 16, അതായത് 32 അല്ലേ? 32 പ്ലസ് 64, 6 4 4 2 6, 9 6 15. 385ലേക്ക് എത്തും. സെക്കൻഡ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. കാൽക്കുലേഷനിൽ ഇച്ചിരി താമസം വന്നത് എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാൽ വെക്ടറിലെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് എ ഡോട്ട് ഡി കണ്ടുപിടിക്കണം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ ഡോട്ട് ഡി. എ ഡോട്ട് ഡിക്ക് വേണമെങ്കിൽ ഡി കിട്ടണം. ഡി കിട്ടണമെങ്കിൽ ഡി മേക്സ് ആൻ ആംഗിൾ π/4 വിത്ത് സി. അപ്പോൾ സി ആദ്യം കണ്ടുപിടിക്കാം. സി എന്ന് പറഞ്ഞാൽ IJK. എ ക്രോസ് ബി 2 2 -1 1 -1 0, which is equal to 0 -1 minus I cap minus j into 0 minus -1 0 minus -1 plus j cap minus j into 0 minus -1 അല്ല 0 minus -1 plus 1 ചെയ്തില്ലേ? അപ്പോൾ മൈനസ് ജെ ക്യാപ്പ് പോരെ, മൈനസ് ജെ ക്യാപ്പ് പ്ലസ് കെ ഇൻറ്റു -2 -2, ദാറ്റ് ഈസ് -4k ക്യാപ്പ്. -4k ക്യാപ്പ് ശരിയല്ലേ നോക്കിയാൽ? I ഇൻറ്റു 0 -1 -1 മൈനസ് ജെ ഇൻറ്റു 0 -1 ദാറ്റ് ഈസ് +1 പ്ലസ് കെ ഇൻറ്റു -2 വിച്ച് ഈസ് -4k. ഇനി മോഡ് സി ക്രോസ് ഡി എന്ന് പറഞ്ഞാൽ മോഡ് സി ഇൻറ്റു മോഡ് ഡി ഇൻറ്റു ആംഗിൾ π/4 ആണ്. അത് കോസ് π/4 എടുക്കും, അല്ല സൈൻ π/4 എടുക്കും. 1/√2 = 3 കിട്ടും. അപ്പം ഇതിനകത്തുനിന്ന് മോഡ് സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? മോഡ് സി √16 + 2 18 വരും. ഇൻറ്റു മോഡ് ഇത് മോഡ് സി
മോഡ് ഡി എത്രയെന്ന് അറിയില്ല. മോഡ് ഡി കണ്ടുപിടിക്കാം. ഇൻറ്റു 1/√2 ഈക്വൽ ടു 3 കിട്ടൂലോ. ഇത് നമുക്ക് എന്തെഴുതാം? ഇത് 3√2 എന്ന് എഴുതാം. അപ്പോൾ 3 കട്ടായി പോയി. മോഡ് ഡി ഈക്വൽ ടു 1 വരും അങ്ങനെയാണെങ്കിൽ. ഇനി ഇവിടെ നിന്ന് നമുക്ക് എ ഡോട്ട് ഡി കാണണം അല്ലേ? എ ഡോട്ട് ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡ് ഡി 1 ആണ്. ഇതൊന്ന് സ്ക്വയർ ചെയ്യുന്നു. അപ്പോൾ എയും ഡിയും തമ്മിലുള്ള ആംഗിൾ കാണാം. സ്ക്വയറിങ് ബോത്ത് സൈഡ്. അപ്പോൾ മോഡ് എ സ്ക്വയർ പ്ലസ് മോഡ് ഡി സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ ഡോട്ട് ഡി സീക്കൽ ടു 11. ഇതിനകത്ത് വേണമെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. ദാറ്റ് ഈസ് മോഡ് എ സ്ക്വയർ. മോഡ് എ സ്ക്വയർ എന്ന് പറയുമ്പോൾ √9, ദാറ്റ് ഈസ് √9. √9ൻ്റെ സ്ക്വയർ 9 വരും. മോഡ് ഡി സ്ക്വയർ 1 വരും. മൈനസ് 2 ഇൻറ്റു എ ഡോട്ട് ഡി. മോഡ് എ എന്ന് പറയുമ്പോൾ √9 അല്ലേ, ഇൻറ്റു മോഡ് ഡി എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു എയും ഡിയും തമ്മിലുള്ള എ ഡോട്ട് ഡി അല്ലേ കണ്ടുപിടിക്കേണ്ടത്, സോറി. അപ്പോൾ എ ഡോട്ട് ഡി അങ്ങനെ എഴുതിയാൽ മതി. എ ഡോട്ട് ഡി സീക്കൽ ടു 11 കിട്ടും. ദെൻ 10 മൈനസ് 11 വരും. 10 മൈനസ് 11 is equal to 2 എ ഡോട്ട് ഡി വരും. സോ എ ഡോട്ട് ഡി എന്ന് പറഞ്ഞാൽ -1/2 വരും. ഞാൻ ചെയ്ത കാൽക്കുലേഷനിൽ ഓപ്ഷൻ കൊടുത്തിട്ടില്ല. കാൽക്കുലേഷനിൽ മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ എ ഡോട്ട് ഡി -1/2 വരും, അല്ലെങ്കിൽ കറക്ഷൻ വരും. ഓക്കെ, താങ്ക് യു. Yes, once again we start with our question in physics. The next question on the board is that dipole is placed in uniform and field B, area under goes at an angle 30. Then it experiences a torque of 16 into 10⁻⁴ -3. Find the work done in slowly moving a dipole from equilibrium to unstable state. അതൊന്നാണ് വീട്ടിൽ. Yes, goes at an angle 30, then it experiences a torque on 16 into 10⁻�3. Find the work done in slowly moving dipole from stable equilibrium to unstable equilibrium. In the first statement, we are given the torque information. And the torque information tau is given by dipole in a field is given by tau is equal to mb sin theta. Here tau is given as 16 into 10⁻⁻3 equal to mb, and angle is given sin theta. From this, mb is equal to, the product mb is equal to 2 into 16 into 10⁻⁻3. Now, question is, when the work done is slowly moving the dipole from stable equilibrium to unstable. Work done formula is given by mb cos theta 1 minus cos theta 2. Here 0 to 180. 1 minus of minus 1, that is equal to 2. That is equal to 2 mb. 2 mb. Now, mb is given to you. You got the equation mb directly from here. And therefore 2 mb, 2 into 16 into 10⁻⁻3.
is equal to 64 into 10 raised to minus 3. And the option is there, 1. Okay. Now, next question. A system is released from rest. The heavier mass goes 81 centimeter in 9 seconds. Find the rotational inertia of the rotating part of the system. Here, problem is this one. Here we have got Natwood's machine experiment we can see. This is a pulley and a string is attached and masses are attached here. Mass is not clear. The radius of R is equal to 1 meter, we can read. And here the mass is I think that is 450 and it's here 300 gram. No. Here 150 gram, I think, and here say 300 gram. Not clear from the board, 150 and 300 gram. When the system is released, the heavier mass goes 81 centimeter in 9 seconds. Heavier mass. Find the rotation inertia. Here heavier mass is equal to 300 here. Not clear from the board. Now it is given that the heavier mass move down 81 centimeter, starting from rest. 81 centimeter in 9 seconds, starting from rest. Our U is equal to 0 for this mass. Displacement is equal to 81 centimeter. Acceleration is A, that we have to find out. Time t is equal to in 9 seconds. You know S is equal to ut plus half at square from this. S is equal to ut plus half at square for that mass. 81 is equal to 0 plus half into A into T is equal to 9. It is given 9 or 9 square. From this, A is equal to 2. A is equal to 2 meter per second square. Sorry, centimeter per second square. Because everything is done in centimeter, therefore centimeter per second square is equal to 0.02 meter per second square. This is the acceleration of the system. Now, question is, what is the moment of, what is the rotational inertia of this part? When it rotate, what is the rotational inertia? But this is not an ideal pulley. Definitely it has got mass, a radius, etc. and therefore it has got its own moment of inertia. Inertial factor contributed by that rotating body. And for such an arrangement, if this rotational inertia is not there, the acceleration formula is equal to m1 minus m2 g by m1 plus m2. But since rotation part is also here, therefore our formula is equal to m1 minus m2 into g by m1 plus m2 plus I by r squared, where I is the rotating moment of inertia of the rotating part in such a problem, the Natwood machine problem, in which we are considering a real pulley. That's okay. Now we already calculated the acceleration 0.02. m1 minus m2, everything is given there, 0.3 minus, as per this, 0.15 into g, 10, let's say it is 10,
by M1 0.3 plus 0.15 plus I by R square, where R is the radius of the rotating part. That's equal to radius of our pulley here. That's equal to 1 square. Now from here, everything is known. We can calculate the value of I. Everything can get, so do that, but we cannot get the correct answer there because these values are not clear to us. That is why. Therefore, I simply assume that this is 300 and this is 150. And accordingly, you get an answer for I because all other factors are known to us. And get the answer. I am not marking the answer here because these values I am not fully clear about this numerical value, whether it is 300 or 150. It's okay. Solve and get the value of I and mark them. Next question. Binding energy of nucleon always increase with the mass number. That is wrong. You BPN versus graph is like this. Like this. Increase then decrease. Therefore, this statement is wrong. Binding energy per nucleon for smaller mass number always perform. Binding energy statement may be like this. Nuclei with binding energy per nucleon for smaller mass number may involve in nuclear fission. That is true. Here we can say that these elements lie in this range. When fused together, we get heavier mass number. When they fuse, we get heavier mass number. Heavier mass number means binding energy is more and they were more stable. And all nuclei want to be in stable state. Therefore, all the member here, all the nuclei with the low mass number may, if permit, may involve in fusion. So this statement is correct. So one is wrong, second statement is correct. Next one. For an arrangement, find the value of F so that the body C move with constant velocity. Now, first of all, we can say here and here there are friction. This set and that where friction values are the same. This is the 4 kilogram, B 6 kilogram, and C. Again, there is friction here. Here and here there is friction. Same value, 0.5, 0.5. And here there is no friction. And these two are connected by means of a pulley like this, attached. Now, so that C moves, C 10 kilogram. Problem says that C moves with a constant velocity. That means there should not be any acceleration for this. If there is no acceleration for this, there should not be any acceleration for this one. And since the friction are the same here, this one also has no acceleration. That means these two bodies will act as a single block while in motion. There should not be any relative acceleration between them because here friction is the same and the velocity of this one and velocity, and since the friction is the same, the velocity of this one must be the same. And hence you can see there should not be any relative motion between these two. Or both of them should not have any relative acceleration. Now come to our picture. Here the tension we can mark like this. When we consider this as a single block, and when this body move in this direction, definitely the frictional force will be there on this block applied by this one. And how much? Mu mg along this direction. That is equal to mu is equal to mu mg, our basic formula for frictional force. And that is equal to 0.5 into total mass here is 10 into G 10, that is equal to 50 Newton. So here there will be frictional force applied by this one. When this block move here and this block, when we are going to apply a force here, and therefore this move, and this motion is its motion is prohibited by this one, by generating the frictional force, and that is 50 Newton.
So frictional force between them. When this move, frictional force here is equal to 50 Newton. And that must be overcome by the tension here. And therefore tension T is equal to 50. This 50 Newton is the force or tension is the one which balances the frictional force generated here. That is called 50 Newton. Therefore T is equal to 50 Newton. Here T is 50 Newton. Our tension on the rope is equal to 50 Newton. We got it. Next, for the motion of this one with constant velocity, it has to overcome all the forces here. Now, there is tension here also. When this block move, the friction of this block will prevent the motion of this body by generating the frictional force along this direction 50 Newton. And therefore, this applied force has to overcome these two forces. Here, the tension and the frictional force applied by this block. And that is 50 Newton. Tension, we already found that 50 Newton, and altogether the force that you have to apply to cause this motion is equal to 50 plus 50 is equal to 100 Newton. So answer is not there, but the force that you have to apply to keep this situation is 100 Newton. Next question. A light ray incident on a prism said that deviation is minimum and angle of incident on second surface is critical angle. Find the prism angle. Now, here it is said that on second surface, total indirect reflection take place. Sorry. Total indirect reflection take place here. It is set. And therefore, the angle of incidence there definitely must be critical angle. Here the angle must be critical angle. Reason there, total indirect reflection, therefore critical angle. Just graces out. There is a emergent ray there, just graces out. And definitely this angle is critical angle. Here it is marked, and therefore just graces out. Therefore this angle is critical angle. Then critical angle, if C, sin C is given by refractive, 1 by refractive index of denser with respect to rarer. Here this is denser and this is rarer n by 2. Therefore, sin C is equal to refractive index of n by 2. Will cancel out is equal to 2. Sorry. Refractive index is equal to n by 2 is equal to 1 by sin C. n1 by n by 2 is equal to 1 by sin C. Therefore, sin C is equal to n2 by n1. n2 is equal to n by 2. It is given. Therefore, is equal to n by 2 by n is equal to 1 by 2. Therefore, the critical angle here C is equal to 30 degree, or angle of incidence on the second phase, generally we call is R2. R2 is here is C equal to 30. Therefore, R2 is equal to C is equal to 30. Now, in the problem it said that the system undergo minimum deviation. At a minimum deviation, you know, R1 and R2 are same. At a minimum deviation. And here R2 we found out as 30 degree. Therefore, R1 is equal to R2 is equal to 30 degree. Again, if there is a emergent or emergent ray there or refraction took place through a prism, you know A is given by R1 plus R2. Here R1 is equal to R2 is equal to 30, therefore 30 plus 30 is equal to 60 degree. Therefore, the angle of our prism is equal to 60 degree, option is equal to 2. Next question. An immutability diagram given below, S is closed. A null point is shifted by 25. Find the value of X now. But before we are going to draw the figure, here there is a resistance 2,
and here there is 3 ohm, and this is the bridge, and here the balancing, and here we have got the charging cell. F. Now in this case, it is given that S is closed. Before closing, your null point must be marked. You know, it is, suppose this is the null point, here is 2 and this is 3. Since it is a meter which the total length is 100 centimeter. You know, suppose this is L, then it is 100 minus L. Then 2 by 3 is equal to L by 100 minus L. To satisfy this ratio, definitely, or solving this, L is equal to 40 centimeter. Then only this ratio will be satisfied. Therefore, L is equal to 40. Now, and this is equal to 60 centimeter. In the problem now it is said that an unknown resistance is now connected parallel to this one, like this X. Or we can say this entire resistance now changed, and the new resistance is equal to 3x by 3 plus x. That is the new resistance, and definitely the balance length changes. Now in the problem is said that the null point shifted by 25 centimeter. Earlier it was 40. We calculated. Now when this is added, this is shifted by 25 centimeter and come to somewhere here. Mean this become 65, 40 plus 25, 65. And the remaining length become 35. Again, applying the condition for balancing of a meter bridge, 2 by effective resistance there, 3x by 3 plus x is equal to 65 by 35. 65 by 35 means 13 by 7. Now cross multiplying, 14 is equal to 13 into 3x by 3 plus x. Again multiplying, 42. 42 plus 14x is equal to 39 x. 42 is equal to, now 42 is equal to 39 minus 40, 25x. Therefore, x is equal to 42 by 25. 42 by 25. Now, simplifying, the value is equal to 1.68. So, the answer is equal to 1.68. Next question. Velocity of electron in nth shell of hydrogen-like atom, 3 into 10 raised to 5 meter per second, and velocity of electron in the mth shell of atom is 2.5 into 10 raised to 5 meter per second. Find the ratio of the radius of mth and the nth shell. Suppose this is the nth one, this is Rn, and this is the mth one, then Rm, radius. We know the relation between radius and quantum number proportional n square, where n is the quantum number I am telling. Velocity and quantum number are related by the relation V proportional 1 by n. Here we have to connect V and R. We have to connect V and R. And therefore we can say that from here V and R, from here n proportional root R. N proportional to root R. And what we have to connect is V, and in the expression you can see that this is the velocity vector and radius relation. Of velocity and radius we have to relate, to which we have to replace
R, that's okay. We have to replace n. N in terms of, in both here we can see that n. Therefore, we can see here R n proportional to root. N R proportional to n square. Therefore, n proportional to root R. Here n proportional to 1 by V. R proportional to n square, V proportional to 1 by n. V proportional 1 by n. Therefore, V square proportional 1 by n square, or n square proportional 1 by V square. Therefore, R proportional to n square, square 1 by V square, or R proportional to, or V proportional to 1 by root R. R proportional n square, therefore R V proportional n square. Okay. And what is the question asked is the radius ratio, and therefore we can say R finally R proportional to 1 by V square. Squaring this one. R proportional to 1 by V square. Then Rn, ratio of the, find the radius of the mth shell. Rm by Rn equal to Vn squared by Vm squared. Vn, velocity of nth shell is given 3 into 10 raised to 5 by Vm 2.5 into 10 raised to 5 whole square. This will cancel out. This is equal to 3 into 3 by 2.5 into 2.5 equal to 0.5 cancel, 6 into 6 by 5 into 5 is equal to 36 by 25. So 36 by 25, that is our answer. We know the relation between R and quantum number. We know the relation between V and N. Coupled, you got this relation. Oh, time. Hi children, welcome to the discussion. Chemistry ചോദ്യങ്ങളുടെ ഡിസ്കഷൻ നമുക്ക് തുടങ്ങാം. ഇന്നത്തെ JEE എക്സാമിലെ കെമിസ്ട്രി ചോദ്യങ്ങൾ താരതമ്യേന നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട അതേ നിലവാരത്തിൽ തന്നെയാണെന്ന് പറയാം.
ഒരു സ്ലൈറ്റ് ഒരു അപ്പർ ഹാൻഡ് ഫസ്റ്റ് ഡേ കണ്ടതിൽ നിന്ന് ഒരു സ്ലൈറ്റ് അപ്പർ ഹാൻഡ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ദിവസവും ഇന്നും. എന്നാലും ഒരു ടഫ് പേപ്പർ എന്ന് പറയാനില്ല, ഒരു മോഡറേറ്റ് ലെവലിൽ തന്നെയാണ് ചോദ്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. JEE എക്സാമിൻ്റെ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നു എന്ന് വേണം പറയാൻ. ബട്ട് നോട്ട് സോ ടഫ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ചോദ്യങ്ങളുടെയൊക്കെ പ്രസൻറ്റേഷനിൽ നോട്ട് ഓൾ ക്വസ്റ്റ്യൻസ്, ചില ചോദ്യങ്ങളുടെയൊക്കെ പ്രസൻറ്റേഷനിൽ ഒരു വെറൈറ്റി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ദാറ്റ്സ് കോമ്പറ്റീറ്റീവ്ലി റിയലി ഗുഡ്. കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത്തരം ചോദ്യങ്ങൾ വൈറ്റലായിട്ട് കാണുക തന്നെ വേണം. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, 2 സൊല്യൂട്ട്സ് നോൺ ഇലക്ട്രോലൈറ്റ്സ് ആണ്, എയും ബിയും, 0.3 gram 0.9 gram റെസ്പെക്റ്റീവ്ലി. മോളാർ മാസ് തന്നിട്ടുണ്ട്. ഇൻ 100 ml സൊല്യൂഷൻ കാൽക്കുലേറ്റ് ഓസ്മോട്ടിക് പ്രഷർ എന്നാണ്. ഇപ്പം നോൺ ഇലക്ട്രോലൈറ്റ് ആണ്, അപ്പോൾ ഐ ഫാക്ടർ ഒന്നും വേണ്ട, പൈ ഈക്വൽ ടു CRT എന്ന് കൊടുക്കാം അല്ലേ. സി എത്രയാണ്? നമ്പർ ഓഫ് മോൾസ് 0.3യും 30യും. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് വരുന്നത് ആദ്യത്തേത് എയുടെ കേട്ടോ, ഇറ്റ് വിൽ ബി 0.3 ഡിവൈഡഡ് ബൈ 30. പിന്നെ ഇവിടെ 0.9 90 ആണ് കേട്ടോ. സോ NB ഇറ്റ് ഈസ് 0.9 ഡിവൈഡഡ് ബൈ 90, 0.01 0.01 ശരിയല്ലേ. NA ആൻഡ് NB. Now it is in 100 ml. 100 ml. So it is 0.02 by 100. അപ്പോൾ 100 ml അല്ലേ, ലിറ്ററിലാക്കുമ്പോൾ 0.1 ആക്കാം അല്ലേ, 0.1. സോ ഇറ്റ് ഈസ് 0.2 മോളാർ ആണ് കോൺസെൻട്രേഷൻ വരുന്നത്. 0.2 മോളാർ കോൺസെൻട്രേഷൻ വരുന്നുണ്ട് അല്ലേ. സോ ദ calculation will be 0.2 into R value തന്നിട്ടില്ല, 0.0821 into ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 300. അപ്പോൾ അങ്ങോട്ട് 24 2 48. അപ്പോൾ നിയർലി 4.8 ആ റേഞ്ചിൽ വരും അല്ലേ. ഇറ്റ്സ് കമ്മിങ് ആസ് 4.96. ഇറ്റ്സ് കമ്മിങ് ആസ് 4.96, നിയർലി 5 എന്ന് റിപ്പോർട്ട് ചെയ്യാം. 5 എന്ന ആൻസർ റിപ്പോർട്ട് ചെയ്യും അല്ലേ. നോക്കുക, എയുടെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചു, ബിയുടെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചു, ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് വിൽ ബി 0.02 ആൻഡ് ദ വോള്യൂം ഈസ് 0.1 liters 100 ml. അപ്പോൾ കോൺസെൻട്രേഷൻ ഇത്രയും കിട്ടി. പിന്നെ നേരിട്ട് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഐ വാല്യൂ ഒന്നും നോൺ ഇലക്ട്രോലൈറ്റ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ ഐ വാല്യൂ ഒന്നും ആവശ്യമില്ലല്ലോ. ഓക്കെ, സോ 4.5ന്റെ തൊട്ടടുത്തുള്ള വാല്യൂ കിട്ടുന്നുണ്ട്, 5 എന്ന് റിപ്പോർട്ട് ചെയ്യാം കേട്ടോ. അടുത്ത ചോദ്യം മാച്ച് ലിസ്റ്റ് ആണ്. വിനൈൽ, അലൈൽ, ബെൻസൈൽ, അറൈൽ ഹാലൈഡ്സ്. വിനൈൽ ഹാലൈഡ് കാണുമ്പോൾ തന്നെ അറിയാം. ഫസ്റ്റ് വൺ ഈസ് വിനൈൽ ഹാലൈഡ്. നോക്കൂ, ഈ തന്നിരിക്കുന്നത് ഇത് വിനൈൽ ഹാലൈഡ് ആണ്. അപ്പോൾ എ ഷുഡ് മാച്ച് വിത്ത് 1. പിന്നെ അലൈൽ ഹാലൈഡ് സെക്കൻഡ് വൺ തന്നെയാണ്. ദിസ് ഈസ് അലൈൽ ഹാലൈഡ്. ഇത് വിനൈൽ ഹാലൈഡ്, ഇത് അലൈൽ ഹാലൈഡ് രണ്ടാമത്തെ. ബിക്ക് 2 വരണം, A1 B2 കറക്റ്റ് ആയിട്ടാണ് പോകുന്നത്. ബെൻസൈൽ ഹാലൈഡ് അഗെയിൻ 3. ഇപ്പൊ കറക്റ്റ് മാച്ചിങ് തന്നെയാണ് കേട്ടോ, കറക്റ്റ് മാച്ചിങ് ആണ്. വിനൈല്, അലൈല്, ബെൻസൈല്, അറൈല്. സോ ഇറ്റ് ഈസ് 1 2 3 4 ഓൺലി. 1 2 3 4 ഓൺലി. സെക്കൻഡ് ചോയ്സ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഇത് തന്നെയാണ് കറക്റ്റ് ആൻസർ കേട്ടോ. എന്തായാലും ഇതൊക്കെ നോക്കൂ, ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ഈ ഒരു നിലവാരത്തിൽ ധാരാളം ചോദ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് കെമിസ്ട്രിയിൽ, യാതൊരു സംശയവുമില്ല. നോട്ട് ഓൾ ക്വസ്റ്റ്യൻസ് ആർ അബൌട്ട്
ടഫ് എന്ന് പറയാവുന്ന ഒരു ചോദ്യം നമുക്ക് കണ്ടിട്ടില്ല എന്ന് തന്നെ വേണം പറയാം. എബവ് മോഡറേറ്റ് ലെവലിൽ നമുക്ക് ചോദ്യങ്ങൾ കാണാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. ബട്ട് നോട്ട് ഓൾ ക്വസ്റ്റ്യൻസ്. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ ആയിരിക്കണം, ആവാമല്ലോ. കാരണം ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ്സ് എന്ന് ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യം തന്നെയാണ്, കണ്ടുവരുന്നൊരു ചോദ്യം തന്നെയാണ്. സോ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് പോസിബിൾ. റൈറ്റ്. അടുത്ത ചോദ്യം, കറക്റ്റ് ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ഓഫ് ഫോളോയിങ് ഡൈസോണിയം അയോൺസ്. കുറച്ചൊരു ക്ലാരിറ്റി കുറവുണ്ട്, ഞാൻ വരയ്ക്കാം. ദിസ് ഈസ് ദ ഡൈസോണിയം salt given, N2 plus Cl minus. ഇവിടെ നൈട്രോ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. നൈട്രോ ഗ്രൂപ്പ്, ഇറ്റ്സ് വെരി സിമ്പിൾ കോൺസെപ്ച്വലി ടു അണ്ടർസ്റ്റാൻഡ്. ഇവിടെ പ്ലസ് ഉള്ളത് കൊണ്ട് നൈട്രോ ഗ്രൂപ്പ് വി നോ ഇറ്റ് ഈസ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. അപ്പോൾ ഇതിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യണം ചെയ്യുക, അല്ലേ? അപ്പോൾ ബെൻസീൻ ഡൈസോണിയം സോൾട്ടിനെ അത് ഡീസ്റ്റെബിലൈസ് ചെയ്യണം ചെയ്യുക. സോ ഇവിടെ NO2 ആണ്. തൊട്ടടുത്തതിൽ വന്നിരിക്കുന്നത് സൈനോ ആണ്. തൊട്ടടുത്ത സിസ്റ്റത്തിൽ വന്നിരിക്കുന്നത് സൈനോ ആണ്. സൈനോ ബിയിൽ. ഇത് ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്, ഇതും ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്. പക്ഷെ ഇയാളാണ് സ്ട്രോങ്ലി ഇലക്ട്രോൺ വിഡ്രോയിങ്. അടുത്തത് സിംപ്ലി ഡൈസോണിയം സോൾട്ട് ആണ്. നെക്സ്റ്റ് വൺ ഗിവൺ, ഇറ്റ് ഈസ് സിംപ്ലി ഡൈസോണിയം സോൾട്ട്, വേറൊന്നുമില്ല. whereas here it is methoxy group, so that will stabilize the system. So this is electron donating group. അപ്പോൾ ഇതിനെ സ്റ്റെബിലൈസ് ചെയ്യണം ചെയ്യുക, അല്ലേ? സോ ദിസ് വിൽ ബി മോസ്റ്റ്. അപ്പോൾ ഇത് ABCD എന്നാണെങ്കിൽ D ഈസ് മോസ്റ്റ് സ്റ്റേബിൾ. ഒരൊറ്റ ചോയ്സേ ഉള്ളൂ. D മോസ്റ്റ് സ്റ്റേബിൾ. അത് കഴിഞ്ഞ് C, അത് കഴിഞ്ഞ് B, അത് കഴിഞ്ഞ് A ഈസ് ലീസ്റ്റ് സ്റ്റേബിൾ. കാരണം അവിടെ നമുക്ക് ഇവർ രണ്ടുപേരും ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്. സൈനൈഡും ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്, നൈട്രോയും ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്. സോ നൈട്രോ ഗ്രൂപ്പ് ഈസ് എ ബെറ്റർ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് എന്ന് തന്നെ വേണമല്ലോ പറയാൻ, റൈറ്റ്? സോ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് എത്രയോ പ്രാവശ്യം ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ഡയലോഗാണ്. കാറ്റയോൺ ആണെങ്കിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആയിരിക്കും സ്റ്റെബിലൈസ് ചെയ്യുക. ആനയോൺ ആണെങ്കിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആയിരിക്കും സ്റ്റെബിലൈസ് ചെയ്യുക, റൈറ്റ്? ബെൻസീൻ ഡൈസോണിയം സോൾട്ട് ഒരു കാറ്റയോണിക് സിസ്റ്റമാണ്, അല്ലേ? ഇതിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന ആരായിരിക്കും? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആയിരിക്കും സ്റ്റെബിലൈസ് ചെയ്യുക. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വിൽ സ്റ്റെബിലൈസ് ദ N2+ ക്യാരക്ടർ, റൈറ്റ്? അപ്പോൾ D മാക്സിമം എന്ന ഒരൊറ്റ ചോയ്സ് ഇവിടെ കാണുന്നുള്ളൂ. ഇഫ് ദിസ് ഈസ് ദ വേ ചോയ്സ് കംസ്, ചോദ്യം വളരെ എളുപ്പമാണ്. കാരണം മാക്സിമം ആര് എന്ന് കണ്ടെത്തുമ്പോൾ തന്നെ ആൻസറിലേക്ക് പോസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യം. A with SnCl to HCl, that is a Stephen reduction it seems, giving B, then oxidation C, chlorine, red phosphorus, water എന്ന് പറയുമ്പോൾ ഇത് HVZ റിയാക്ഷൻ ആയിരിക്കും എന്ന് വിചാരിക്കാം. ഫൈനൽ പ്രോഡക്റ്റ് ഹാസ് 1 chiral center, സ്ട്രക്ചർ ഓഫ് A ഈസ്. ഇത് സ്റ്റീഫൻ റിഡക്ഷൻ നടക്കും, ഇത് നടക്കും. അപ്പൊ നമുക്ക് ഒന്നാമത്തെ എഴുതി നോക്കാം. It is like this. This when treated with SnCl to HCl, it undergoes Stephen reduction and it is converted to ഇത് CHO ഗ്രൂപ്പ് ആയിട്ട് മാറും, ശരിയല്ലേ? And now when it is oxidized with the KMnO4, ഇതാണ് B കേട്ടോ. When it is oxidized with the KMnO4, it is converted to COOH, ഇതാണ് C. And now this is HVZ reaction. HVZ റിയാക്ഷൻ നടക്കുമ്പോൾ ഇവിടെ ഒരു ക്ലോറിൻ വരും, അല്ലേ? സോ ദ ഫൈനൽ പ്രോഡക്റ്റ് എഴുതിയിരിക്കുന്നത് ഇതായിരിക്കണം, ദ ഫൈനൽ പ്രോഡക്റ്റ്, റൈറ്റ്? COOH. ഒന്ന് ചെക്ക് ചെയ്യാം. 3 കാർബൺ, 1 2 3 കാർബൺ, 2 ഓക്സിജൻ, 5 ഹൈഡ്രജൻ, 3 4 5 ഹൈഡ്രജൻ, 1 ക്ലോറിൻ. സോ ദിസ് ഈസ് ദ ഫൈനൽ പ്രോഡക്റ്റ് ആൻഡ് ഇറ്റ് ഈസ് ഓപ്റ്റിക്കലി ആക്റ്റീവ്. Final product has 1 chiral center. So straight away we're going to confirm first choice itself is the correct answer. ഒന്നാമത്തെ ചോയ്സ് കറക്റ്റ് ആൻസർ ആണ്, അല്ലേ? അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ വി ആർ ഡൂയിങ് സ്റ്റീഫൻസ് റിഡക്ഷൻ.
സയനൈഡിനെ നൈട്രൈലിനെ ആൽഡിഹൈഡ് ആക്കി മാറ്റി. സെക്കൻഡ് സ്റ്റെപ്പിൽ ഓക്സിഡേഷൻ ആസിഡ് ആയിട്ട് മാറി. തേർഡ് സ്റ്റെപ്പ്, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ മെനി ഓഫ് യു മേ ബി റിമെമ്പറിംഗ്, HVZ റിയാക്ഷൻ, ഹെൽ-വോൾഹാർഡ്-സെലിൻസ്കി റിയാക്ഷൻ. ഓക്കെ, അടുത്തത് 3 unpaired electrons, the compound that contain 3 unpaired electrons. Option A, vanadium plus 5 അല്ലേ? vanadium plus 5 ആണ്. vanadium, scandium, titanium, vanadium. D3S2 plus 5 എന്ന് പറയുമ്പോൾ D system ആയി. D0 ആയി, no unpaired electron. മറ്റേത് ടൈറ്റാനിയം 3+ ആണ് കേട്ടോ. ടൈറ്റാനിയം 3+, ടൈറ്റാനിയം D2S2 ആണ്. 3+ എന്ന് പറയുമ്പോൾ D1 ആയി, there is 1 unpaired electron. മറ്റേത് കൊബോൾട്ട് 2+ ആണ് കേട്ടോ. കൊബോൾട്ട് 2+ ആണ്. D7S2, അപ്പൊ D7 ആയി. D7 അറിയാലോ അല്ലെ? 1, 2, 3, 4, 5, 6, 7. There are 3 unpaired electrons. There are 3 unpaired electrons and it is option 3. Option 4-ലോ Fe3+ ആണ്. Fe3+ ആണ്. Fe3+ എന്ന് പറയുമ്പോൾ D6S2, D5 ആണ്. പക്ഷേ 5 അൺപെയർഡ് ഇലക്ട്രോൺ. പക്ഷേ അവിടെ പെയറിംഗ് നടക്കും അല്ലേ? അപ്പോൾ ഒരു അൺപെയർഡ് ഇലക്ട്രോണേ അവിടെ ഉണ്ടാവുള്ളൂ. ശരിയല്ലേ? സോ ദി ആൻസർ ഈസ് തേർഡ് ചോയ്സ്. അപ്പൊ ഈ ടൈപ്പിലുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ച് എല്ലാ ഇതിലും വന്നിട്ടുണ്ടെന്നുള്ളത് ശ്രദ്ധിക്കുക കേട്ടോ. അതിപ്പോൾ പറയേണ്ട കാര്യമില്ല, നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്ക് അറിയുന്നതാണ്. PYQs ഒക്കെ ചെയ്യുന്ന സമയത്ത് സ്ഥിരം കാണുന്ന, അത് തിരിച്ചും മറിച്ചും ചിലപ്പോൾ ഓർഡർ ആയിരിക്കും ചോദിക്കുക, ചിലപ്പോൾ റേഷ്യോ എടുത്ത് അപ്പോൾ അത് പല രീതികൾ മാറ്റുന്നു എന്നല്ലാണ്ട് ആ ചോദ്യത്തിന്റെ അപ്ലിക്കേഷൻ കൺസെപ്റ്റ് റിമെയിൻസ് ദ സെയിം. പോസിറ്റീവ് ടോളറൻസ് ടെസ്റ്റ്, പോസിറ്റീവ് ടോളറൻസ് ടെസ്റ്റ് കോമ്പിനേഷനാണ് ഉത്തരം കേട്ടോ. കോമ്പിനേഷനാണ്. ഒന്നാമത്തേത് ഒരു അസെറ്റാൽ ലിങ്കേജ് ആണ്. അസെറ്റാൽ ലിങ്കേജ് ആണ്. അത് ഓപ്പൺ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണുള്ളത്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 2 OH ആയിട്ട് മാറും. ആൻഡ് യു വിൽ ഗെറ്റ് ഇറ്റ് ലൈക്ക് ദിസ് അല്ലേ? ഇങ്ങനെ ആയി മാറില്ലേ? CHO ഗ്രൂപ്പായിട്ട് മാറും ഡെഫിനറ്റ്ലി. അപ്പോൾ അതിനുണ്ട്, ഫസ്റ്റ് വണ്ണിനുണ്ട് കേട്ടോ. എക്കുണ്ട്, എ ഉണ്ട്. അപ്പൊ 4ാമത്തെ ചോയ്സ് കട്ട് ചെയ്തു. ഇനി ബി ആണ്. ബിയിൽ അങ്ങനെയൊന്നുമില്ല, ഇതൊരു സിമ്പിൾ ആൽക്കഹോൾ മാത്രമാണ് ബി. അപ്പൊ ബി വരാൻ പാടില്ല. അപ്പൊ ഇത് കട്ട് ചെയ്തു. പിന്നെ അത്രയല്ലേ ഉള്ളൂ. അപ്പൊ എ ഉണ്ട്, ബി പാടില്ല. ഓക്കെ ഫൈൻ. ഇനി സി വരാം. ദിസ് ഈസ് ആൽഡിഹൈഡ്, CHO ഗ്രൂപ്പാണ്, ബെൻസാൾഡിഹൈഡ് ആണ്. സോ ടോളറൻസ് ടെസ്റ്റ് ബെൻസാൾഡിഹൈഡിന് പോസിബിൾ ആണ്. അപ്പൊ സി വരണം. നോ യൂസ്. വാട്ട് അബൌട്ട് ഡി? ഡി കീറ്റോൺ ആണ്, ഡി പാടില്ല. സോ ദി ആൻസർ ഈസ് സെക്കൻഡ് ചോയ്സ്, എയും സിയും മാത്രം കേട്ടോ. എയും സിയും മാത്രം. ആൻഡ് ബിയും എയും സിയും മാത്രം. ബിയും ഡിയും ഔട്ടാണ്. They don't have any eligibility to perform silver mirror test, tolerance test അവർക്ക് സാധ്യമല്ല. ഓക്കെ, അടുത്ത ചോദ്യം. Potassium dichromate with I- H+ I2 X number of moles of electron exchanged per mole of I2. അടുത്തത് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് സൾഫൈഡ്, യു ഗെറ്റ് സൾഫർ. വൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഇലക്ട്രോൺ എക്സ്ചേഞ്ച്ഡ് ഫോർ മോൾ ഓഫ് സൾഫർ. X+ Y ഈസ്. ഇവിടെ I- I2 ആയിട്ട് മാറുന്നു. ദാറ്റ് ഈസ് 2I- ഓക്സിഡൈസ്ഡ് ടു I2. N ഫാക്ടർ 2, അതാണ് X. മറ്റേത് സൾഫൈഡ് ഓക്സിഡൈസ്ഡ് ടു സൾഫർ, അഗെയിൻ N ഫാക്ടർ 2, അതാണ് Y. സോ X+ Y ഈസ് 4. തേർഡ് ചോയ്സ്, 4ാമത്തെ ചോയ്സ് കിട്ടും. X+ Y 4 എന്ന് കിട്ടും, 4ാമത്തെ ചോയ്സ്. അടുത്തത് IF3.
IF3. IF3 എന്ന് വെച്ചാൽ 7 3 10. IF3 5 ഇലക്ട്രോൺ പെയർ ആണ്. ഇറ്റ് ഈസ് sp3d. sp3d. അയഡിൻ 1 2 3 4 5 3 ഫ്ലൂറിനല്ലേ. സോ ഇറ്റ് ഗോ ഫോർ ബെൻഡ് ടി ഷേപ്പ്. ഇറ്റ് ഗോ ഫോർ ബെൻഡ് ടി ഷേപ്പ്. ഇങ്ങനെയല്ലേ വരിക? ബെൻഡ് ടി ഷേപ്പ്. ബെൻഡ് ടി ഷേപ്പ് ഇവിടെയുണ്ട്. ബട്ട് ഇറ്റ്സ് sp3d3 given. ഇറ്റ് ഈസ് sp3d. sp3d. A2 ഉണ്ടോ? A2 ഇവിടെ ഉണ്ട്. ഒരൊറ്റ ചോയ്സേ ഉള്ളൂ, A2. അതായിരിക്കുമോ? അറിയില്ല, നമുക്ക് നോക്കാം. B1 ദാറ്റ് ഈസ് IF5. IF5 എന്ന് വെച്ചാൽ 7 5 12 അല്ലേ. അപ്പോ 6 ഇലക്ട്രോൺ പെയർ. sp3d2 ആണ്. സ്ക്വയർ പിരമിഡിലാണ് sp3d2. അപ്പോ B1 അത് തെറ്റല്ലേ? തെറ്റാണ്. ഇറ്റ് ഈസ് സ്ക്വയർ പിരമിഡൽ. ബിക്ക് 4 വരണം. ബിക്ക് 4 വരണം. സോ ഈ മാച്ചിങ് ശരിയാവില്ല കേട്ടോ. ബിക്ക് 1 എന്നുള്ളത്. ഇറ്റ് ഈസ് sp3 7 5 12. അപ്പൊ 6 ഇലക്ട്രോൺ. sp3d2 വരണം. സ്ക്വയർ പിരമിഡൽ വരണം. സ്ക്വയർ പിരമിഡൽ ഇവിടെയുണ്ട്. അപ്പൊ ബിക്ക് 4 ആണ് വരേണ്ടത്. സോ എക്ക് ബെൻഡ് ടി ഷേപ്ഡ് ഓക്കെ എന്ന് പറയാം. sp3 ഇത് തെറ്റാണ് കേട്ടോ. sp3d ആണെങ്കിൽ എക്ക് നമുക്ക് 2 ഫിക്സ് ചെയ്യാം. IF3. ബിക്ക് 7 5 12 6 ഇലക്ട്രോൺ പെയർ. സ്ക്വയർ പിരമിഡൽ. അങ്ങനെയാണെങ്കിൽ ബിക്ക് 4 ഫിക്സ് ചെയ്യാം. ബിക്ക് 4 ഫിക്സ് ചെയ്യാം. ഇങ്ങനെ. അടുത്തത് IF7 എന്ന് പറയുന്നത് 7 7 14. 7 ഇലക്ട്രോൺ പെയർ ആണ്. sp3d3 വരും. പെന്റഗണൽ ബൈപിരമിഡൽ. സിക്ക് 1 വരണം. സിക്ക് 1 വരുന്ന ഒരു ചോയ്സേ ഉള്ളൂ ഇവിടെ. പക്ഷെ ബാക്കിയൊന്നും മാച്ചിങ് ശരിയല്ല. ഇത് സിക്ക് 1 വരണം. അടുത്തത് ClO4 ദാറ്റ് ഈസ് sp3 ടെട്രാഹൈഡ്രൽ. ഡിക്ക് 3 വരണം. അപ്പോൾ C1D3 ഈ ചോയ്സിൽ പെർഫെക്റ്റ് ആണ്. ഡിക്ക് 3 വരണം. ClO4- ഓർമ്മയില്ലേ? ഇതാണ് ClO4-. ഇതാണ് സാധനം. sp3 ടെട്രാഹൈഡ്രൽ ആണ്. D3 വരണം. സോ ലെറ്റ് us fix A2, B4, C1 and D3. ഇതായിരിക്കണം ചോയ്സ് വരേണ്ടത്. അങ്ങനെ ഒരു ചോയ്സ് കാണുവാനില്ല. മേ ബി മിസ്സിംഗ് ആയിരിക്കണം. എന്തായാലും അതാണ് പെർഫെക്റ്റ് മാച്ചിങ് വരേണ്ടത്. ഇഫ് ദീസ് ആർ ദ മോളിക്യൂൾസ് അസൈൻഡ്. ഓക്കെ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദിസ് ഷുഡ് ബി ദി ആൻസർ ആൻഡ് വി ഡോണ്ട് ഹാവ് സച്ച് എ ചോയ്സ് അവൈലബിൾ ഹിയർ. മെമ്മറി ബേസ്ഡ് ചോദ്യങ്ങളാവുമ്പോൾ തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരാമല്ലോ അല്ലെ. അടുത്തത്, കൺസിഡർ ദ ഫോളോയിങ് ആൽക്കീൻ. കറക്റ്റ് സ്റ്റെബിലിറ്റി ഓർഡർ ഓഫ് ആൽക്കീൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ആൽക്കീൻസിന്റെ സ്റ്റെബിലിറ്റി പറയുമ്പോൾ ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് ഇഫക്റ്റ് എല്ലാവർക്കും ഓർമ്മ കാണുന്നു വിചാരിക്കുന്നു. ഹൈപ്പർ കോൺജുഗേഷൻ വെച്ചിട്ടാണ് പറയുക. സ്റ്റെബിലിറ്റി ഓഫ് ആൽക്കീൻ ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബൈ ഹൈപ്പർ കോൺജുഗേഷൻ. ഗ്രേറ്റർ ദ നമ്പർ ഓഫ് ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ്, ഗ്രേറ്റർ ദ സ്റ്റെബിലിറ്റി അല്ലെ. And how do you get the number of hyperconjugative structures? ആൽഫ ഹൈഡ്രജന്റെ എണ്ണം എടുത്താൽ മതി. ഇങ്ങനത്തെ ഒരു 8-10 മോളിക്യൂൾസ് എഴുതിയിട്ട് അതിന്റെ ഓർഡർ വർക്ക്ഔട്ട് ചെയ്യുന്നത് നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ഡിഫറെന്റ് വെറൈറ്റീസ് എടുത്ത് അതിന്റെ നമ്പർ ഓഫ് ഹൈപ്പർകോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ് കണ്ടുപിടിക്കുന്നത് ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. Let us try to find out the hyperconjugative structures. ഇവിടെ ഒരു CH3 ഉണ്ട്, ഇവിടെ ഒരു CH3 ഉണ്ട്, ഇവിടെ ഒരു CH3 ഉണ്ട്, ഇവിടെ ഒരു CH3 ഉണ്ട്. That means there are 12 alpha hydrogen. ഇതില് ഇവിടെ CH3, ഇവിടെ CH3, ഇവിടെ CH3.
ഇവിടെ 9 ആൽഫ ഹൈഡ്രജൻ. ഇവിടെ CH3, ഇവിടെ CH3, 6 എണ്ണം. ഇവിടെ CH3, ഇവിടെ CH3, ഇതിലും 6 എണ്ണം. സോ 1 ഈസ് മാക്സിമം. 1 ഈസ് മാക്സിമം. അപ്പോൾ ഈ രണ്ട് ചോയ്സ് കട്ടായി, ഇത് രണ്ടും പോയി. 1 മാക്സിമം, അത് കഴിഞ്ഞാൽ 2 ആണ്. 1 2 1 2. നൗ ബിറ്റ്വീൻ 3 and 4 ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാമെന്ന് വിചാരിക്കുന്നു. ദ സ്റ്റെബിലിറ്റി ഓർഡർ ബിറ്റ്വീൻ സിസ് ആൻഡ് ട്രാൻസ്, ഏതാണ് കൂടുതൽ സ്റ്റേബിൾ? എന്താ സംശയം? ട്രാൻസ് ഈസ് മോർ സ്റ്റേബിൾ. ട്രാൻസ് ഈസ് മോർ സ്റ്റേബിൾ. അപ്പോൾ റെഗുലർ നമ്പറിംഗ് തന്നെ വരിക. 1 2 3 4 will be the answer. Option 3 the correct answer. Option 3 the correct answer. മോസ്റ്റ് സ്റ്റേബിൾ ഇത്, കാരണം 12 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. അടുത്തത് 9 ആൽഫ ഹൈഡ്രജൻ. ഇവർക്ക് രണ്ടുപേർക്കും 6 ഉള്ളൂ, പക്ഷെ അവിടെ സിസും ട്രാൻസും ആണ്. യുനോ ട്രാൻസ് ഈസ് മോർ സ്റ്റേബിൾ ദാൻ സിസ്. ഓക്കെ, അപ്പോ 1 2 3 4 കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, the correct order of stability of following species. Anionic species ആണ് തന്നിരിക്കുന്നത്. Again the diagrams went to be a bit small. ഇവിടെ ആനയോണിക് സ്പീഷീസ് ആണ് തന്നിരിക്കുന്നത് കേട്ടോ. ആനയോണിക് സ്പീഷീസിൽ എയിൽ ബ്രോമിൻ ഉണ്ട്, ഇവിടെ ഒന്നുമില്ല. ഇവിടെ സയനൈഡ് ഉണ്ട്, ഇവിടെ മെത്തോക്സി ഉണ്ട്, നൈട്രോയും ഉണ്ട്. വൺസ് അഗെയിൻ ഐ എം റിപ്പീറ്റിംഗ്, ഫ്യൂ മിനിറ്റ്സ് ബാക്ക് വി ഹാഡ് എ കമന്റ്. എന്ത്? Anions are stabilized by electron withdrawing group. Cations are stabilized by electron donating group. Electron donate ചെയ്യുന്ന ആൾക്കാർ കാറ്റയോണിക് സ്പീഷീസിനെ സ്റ്റെബിലൈസ് ചെയ്യും. ഇലക്ട്രോൺ വിഡ്രൂ ചെയ്യുന്ന ആൾക്കാർ ആനയോണിക് സ്പീഷീസിനെ സ്റ്റെബിലൈസ് ചെയ്യും. റൈറ്റ്? ആൻഡ് ഹിയർ വി ഹാവ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്, നൈട്രോ ഗ്രൂപ്പ്. സോ ദാറ്റ് സ്റ്റെബിലൈസസ് മോസ്റ്റ്. ഇ ആണ് മാക്സിമം. അപ്പൊ ഇത് കട്ട് ചെയ്തു. അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ട്, സയനൈഡ് ഗ്രൂപ്പാണ്. നൈട്രോ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം സയനൈഡിനാണ്. അപ്പോൾ ഇ കഴിഞ്ഞാൽ അടുത്തത് സി വരണം. ഇ കഴിഞ്ഞാൽ സി വരണം. ആൻഡ് ഹെൻസ് വി ഗെറ്റ് ദി ആൻസർ. ഫസ്റ്റ് ചോയ്സ് ഇ നൈട്രോ ഗ്രൂപ്പ് വന്നു, ഇയില് നൈട്രോ ഗ്രൂപ്പ് വന്നു, സിയില് സയനൈഡ് ആണ് വന്നിരിക്കുന്നത്. ആൻഡ് വാട്ട് അബൌട്ട് എ? എയില് ബ്രോമിൻ ആണ്. ബ്രോമിൻ ഈസ് സ്ലൈറ്റ്ലി ഡീആക്ടിവേറ്റിംഗ് അല്ലേ, ചെറിയൊരു ഇലക്ട്രോൺ വിഡ്രോയിങ് പുള്ളിങ് എഫക്റ്റ് ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് അത്. അത് കഴിഞ്ഞിട്ട് നോ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പും ഇല്ലാത്ത ബെൻസീൻ റിംഗ് ആണ്. അത് കഴിഞ്ഞ് ഡി വരുന്നു, വേർ ദർ ഈസ് മെത്തോക്സി ഗ്രൂപ്പ്. അപ്പൊ ഇത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. ഇത്രയും പേര് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. ആൻഡ് ഇൻ ദയർ ഓർഡർ. റൈറ്റ്? ഇതേ സാധനം കാർബോ കാറ്റയോൺ ആണ് വന്നിരിക്കുന്നതെങ്കിൽ നേരെ തിരിച്ചു വരും. ഇതേ സാധനം കാർബോ കാറ്റയോൺ വന്നു കഴിഞ്ഞാൽ ഓർഡർ നേരെ തിരിഞ്ഞു പോകും. ഓക്കെ, അടുത്തത്. അപ്പോ ഈ കാണുന്ന ചോദ്യങ്ങളൊക്കെ ഞാൻ പറയും ഇതൊക്കെ നമ്മൾ റെഗുലർലി കാണുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. അതിലൊന്നും പുതുമയുള്ളതായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ കെമിസ്ട്രി ഒരു എന്താ പറയുക, അത്യാവശ്യം നന്നായിട്ട് തന്നെ സ്കോർ ചെയ്യാൻ പറ്റിയ ലെവലിലാണ് സോഫാർ JEEക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 1 2 ചോദ്യങ്ങൾ കുറച്ചൊരു എബവ് ആവറേജ് ലെവലും കുറച്ച് ഒരു ഡിഫറൻറ്റ് സ്റ്റൈലിലും വന്നിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ കെമിസ്ട്രി അതിൻ്റെ യൂഷ്വൽ ട്രെൻഡ് തന്നെയാണ്, അതിൻ്റെ യൂഷ്വൽ സ്വഭാവം തന്നെയാണ് ഇതുവരെയും കാണിച്ചിരിക്കുന്നത് എന്ന് തന്നെ വേണം പറയാൻ. അടുത്തത് തെർമോഡൈനമിക്സിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. ഫ്രീ എക്സ്പാൻഷൻ. ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ വർക്ക് ഡൺ 0 ആയിരിക്കണം. എക്ക് 3 വരണം. സ്ട്രേറ്റ് അവേ യു ഗെറ്റ് ദി ആൻസർ. തേർഡ് ചോയ്സ് എക്ക് 3. ഇനി ഇവിടെ ചെക്ക് ചെയ്യാട്ടോ, നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ചോയ്സ് കറക്റ്റ് ആയിട്ട് ഇല്ലെങ്കിലോ. B4 ശരിയാണോ? B4 റിവേഴ്സിബിൾ ഐസോതെർമൽ ശരിയാണ് കേട്ടോ. റിവേഴ്സിബിൾ ഐസോതെർമൽ വർക്ക് ഡൺ -RT ln V2/V1 കറക്റ്റ് അല്ലേ? അടുത്തത് ഇറിവേഴ്സിബിൾ ഐസോതെർമൽ, ദാറ്റ് ഈസ് 1 വരണം. സിക്ക് 1 തന്നെയല്ലേ വന്നിരിക്കുന്നത്. C1, ദിസ് ഈസ് വർക്ക് ഡൺ -P external delta V. ആൻഡ് ലാസ്റ്റ് വൺ അഡയബാറ്റിക് റിവേഴ്സിബിൾ. അഡയബാറ്റിക് എന്ന് പറയുമ്പോൾ Q = 0, del U = Q + W, and here del U = Q = 0 അല്ലേ, W, that is equal to NCV delta T. അപ്പോൾ അതും
കറക്റ്റ് ആണ്. അപ്പോൾ D2. That's a perfect matching and a simple question from thermodynamics, I would say, regarding the different kind of thermodynamic processes അതിൻ്റെ ഇക്വേഷനും മാച്ച് ചെയ്യുന്ന ഒരു ചോദ്യം. അടുത്തത് നോൺ വോളട്ടൈൽ സൊല്യൂട്ട് A of mass 0.3 gram, molecular mass 60, and non-volatile solute B, molar mass 0.9, molecular mass 180 in 100 ml. KB തന്നിട്ടുണ്ട്. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എത്ര എന്നാണ് ചോദ്യം. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എത്ര എന്നാണ് ചോദ്യം. സോ നോൺ വോളട്ടൈൽ നോൺ ഇലക്ട്രോലൈറ്റ് ആയിരിക്കണം, വേറെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. സോ ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി ഇൻറ്റു എം. നമുക്ക് എം കിട്ടിയാൽ ആൻസർ. വാട്ട് അബൌട്ട് എ? എ എത്രയായി? എൻ എ ഈക്വൽ ടു 0.3 ഡിവൈഡഡ് ബൈ 60 എന്നാണ്. ദാറ്റ് ഈസ് 0.005. ശരിയല്ലേ? അടുത്തത് എൻ ബി ഈക്വൽ ടു എത്രയാണ്? 0.9 ഡിവൈഡഡ് ബൈ 180 എന്നാണ്. എഗെയിൻ 0.005. രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 0.01 and the volume is 100 ml. So concentration will be 0.1. It is 0.1 molar. കിട്ടോ? അപ്പോൾ മൊളാലിറ്റിക്ക് പകരം മൊളാലിറ്റി എടുത്താലും മതി. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. സോ ഇറ്റ് ഈസ് കെ ബി 0.52 into 0.1, 0.052. That is the answer. 0.052 option 2 is the correct answer. റൈറ്റ്. ഇതേപോലെ ഒരു ചോദ്യം നേരത്തെ ഇനി അതാണോ, ഇനി രണ്ട് ചോദ്യങ്ങളും സെയിം ആണോ, റിപ്പോർട്ട് ചെയ്തതിൽ വ്യത്യാസമാണോ അറിയില്ല. ഓസ്മോട്ടിക് പ്രഷർ കണ്ടുപിടിക്കുന്ന ഒരു ചോദ്യം കണ്ട അതേ പാറ്റേണിലാണ് ഇത്. ഐ തിങ്ക് ദേ ക്യാൻ ബി ഐഡന്റിക്കൽ, ഡിക്റ്റോ ക്വസ്റ്റ്യൻ. ഒന്നുകിൽ ഓസ്മോട്ടിക് പ്രഷർ ആയിരിക്കണം, അല്ലെങ്കിൽ എന്താ പറയുക, എലിവേഷൻ ആൻഡ് ബോയിലിംഗ് പോയിന്റ്. എന്തായാലും ആ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ചോദ്യം ഈ കഴിഞ്ഞ എല്ലാ സെഷനിലും കാണാൻ സാധിച്ചു എന്നുള്ളതും ശ്രദ്ധേയമാണ് കേട്ടോ. അപ്പം അത് അടുത്ത സെഷനിൽ പോകുന്നവരും ശ്രദ്ധിക്കണം. ദർ ഈസ് നത്തിങ് ഇൻ ഇറ്റ്. നമ്പർ ഓഫ് മോൾസ് കാണുക, കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുക, ആൻഡ് യു ഗെറ്റ് ദ ആൻസർ സ്ട്രേറ്റ് അവേ. അടുത്തത്, വാട്ട് ഈസ് ദ സം ഓഫ് മോളാർ മാസ് ഓഫ് എക്സ് ആൻഡ് വൈ ഫോംഡ് ഇൻ ദ ഗിവൺ റിയാക്ഷൻ? Phenol with metallic sodium, you will get a hydrogen gas. അല്ലെ? Phenol with metallic sodium, you get a hydrogen gas. അപ്പൊ X എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ഇനി കാർബോക്സിലിക് ആസിഡ് വിത്ത് സോഡിയം ബൈകാർബണേറ്റ്, യു ഗെറ്റ് സോൾട്ട്. Y എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ്. സോ X ഈസ് ഹൈഡ്രോജൻ ആൻഡ് Y ഈസ് കാർബൺ ഡയോക്സൈഡ്. എന്താ ചോദ്യം? Sum of molar mass of X and Y, 46 carbon dioxide, 44 hydrogen 2. So it is option 1, 46. അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്തത് 0.4 gram organic compound gave 0.112 liter of nitrogen at 0 degrees Celsius and 775 mm mercury pressure. Find percentage of nitrogen in the organic compound. Dumas method ആണ് കേട്ടോ. It is Dumas method. In Dumas method, percentage of nitrogen ഓർക്കുന്നില്ലേ? 28 into volume of nitrogen in milliliter at STP into 100 divided by 22,400 into weight of organic compound. അല്ലേ? നമുക്കിവിടെ എന്താ തന്നിരിക്കുന്നത്? STP അല്ലേ? ഇത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് STP ആണോ? ഇവിടെ വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ അക്വസ് ടെൻഷൻ തന്നിട്ടുണ്ട് കേട്ടോ. സോ പ്രഷർ ഈസ് ഈക്വൽ ടു 775 minus 15, 760 mm. അപ്പോൾ ഇത് STP ആണ്. പ്രഷർ 180 m, ടെമ്പറേച്ചർ 273. സോ ദിസ് ഈസ് വോള്യൂം അറ്റ്
STP. ഇപ്പോൾ സ്ട്രേറ്റ് അവേ അത് എടുത്താൽ മതി. സോ ഇറ്റ് വിൽ ബി 28 ഇൻറ്റു, ഇത് ലിറ്ററിലാണ്, അത് ലിറ്ററിലാണ്. ഓക്കെ ഫൈൻ. 0.112 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് താഴത്തെ ലിറ്ററിൽ എടുക്കാം. 22.4 ഇൻറ്റു 0.4. ദാറ്റ് വിൽ ബി ദി ആൻസർ. അത് സോൾവ് ചെയ്യുമ്പോൾ you get percentage of nitrogen 35%, നിയർലി 35% വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. 35%, ദാറ്റ് ഈസ് ദ ആൻസർ. കിട്ടുമോ? ഇത് നിയർലി 1/4. യാ, കിട്ടും കിട്ടും കിട്ടും, കൃത്യമായിട്ട് കിട്ടും. അത്ര ടഫ് കാൽക്കുലേഷൻ ഒന്നുമല്ല, കിട്ടും. അപ്പോൾ എനിവേ ഡുമാസ് മെത്തേഡിൽ ഈ ഭാഗത്ത് ഒന്ന് ശ്രദ്ധിക്കണം. മേ ബി നെക്സ്റ്റ് എക്സാംസിന് പോകുന്ന കുട്ടികളൊന്ന് ശ്രദ്ധിച്ചോളൂ. ഒരു പക്ഷേ ഇവിടുത്തെ വാല്യൂ ഇത് തന്നോളന്നില്ല, ഇത് തന്നോളന്നില്ല കേട്ടോ. റൈറ്റ്, ദേ മേ ഗിവ് എ ഡിഫറെന്റ് വാല്യൂ. അപ്പൊ ഇതിപ്പോ കുഴപ്പമില്ല, കാരണം 760 കിട്ടുന്നുണ്ട്. 760 കിട്ടിയാൽ 1 ATM ആയി, STP ആയി. അപ്പൊ വോള്യൂം ചേഞ്ച്. അല്ലെങ്കിൽ ഇവിടെ ഇതെല്ലാം വരുന്നതെന്ന് വിചാരിക്കാം. യു ഹാവ് ടു ഗോ ഫോർ വർക്കിംഗ് എന്ത് P1 V1 by T1 ഈക്വൽ ടു P2 V2 by T2. ഇത് എക്സ്പെരിമെന്റൽ കണ്ടീഷൻ, ഇത് STP കണ്ടീഷൻ. ഇതായിരിക്കും തന്നിട്ടുണ്ടാവുക. ഇതിൽ നിന്ന് ഇത് കണ്ടുപിടിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ശരിയല്ലേ? അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങൾ ഒത്തിരി കാണാൻ സാധിക്കും. അപ്പോൾ അതൊരു പോസിബിലിറ്റിയാണ്. അതുപോലെ ഈ തന്നിരിക്കുന്ന ഒരു കാര്യം, ഇത് ചിലപ്പോൾ തരാം, തരാതിരിക്കാം. തന്നിട്ടുണ്ടെങ്കിൽ ഇത് വെറ്റ് ഗ്യാസിന്റെ ആണെന്ന് അർത്ഥം. അപ്പൊ അത് സബ്ട്രാക്ട് ചെയ്യണം. ഇപ്പൊ 775 മൈനസ് അക്വസ് ടെൻഷൻ സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് അതിന്റെ ഡ്രൈ പ്രഷർ കിട്ടുക. ഓക്കെ, ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളാം. ഡ്യുമാസ് മെത്തേഡ് കഴിഞ്ഞ ദിവസം നമ്മൾ ജെൽഡാൽ മെത്തേഡിന്റെ ക്വസ്റ്റ്യനും കാണുകയുണ്ടായി. ശരി, അടുത്തത് consider the following molecules. Correct order of dipole moment. Correct order of dipole moment. A will be very high. കാരണം OHന്റെ മൊമെന്റ് ഇങ്ങോട്ടേക്കായിരിക്കും. നൈട്രോയുടെ മൊമെന്റ് ഇങ്ങനെയാണ്, ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്. അപ്പോൾ ഓവറോൾ ദർ ഇസ് എ മൊമെന്റ് ഡൗൺവേർഡ്. സോ വി ക്യാൻ സേ A will be maximum. A will be maximum. രണ്ട് ചോയ്സിൽ കണ്ടോ, A മാക്സിമം തന്നെയാണ്. A കഴിഞ്ഞാൽ B, കാരണം ഇവിടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്, ഫീനോൾ ആണ്, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ABC, ദാറ്റ് ഈസ് ദി ആൻസർ. ABC, ദാറ്റ് ഈസ് ദി ആൻസർ. കാരണം ഇവിടെ OH ഗ്രൂപ്പാണ്, ഇവിടെ OH ഗ്രൂപ്പാണ് ഹാവിംഗ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. ഇവിടെ CS3 ആണ് ലോൺ പെയർ എന്നുള്ള, അതിന്റെ ചെറിയൊരു ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്ട് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറൊന്നും ഇല്ലല്ലോ, അല്ലെ? സോ മാക്സിമം A, കാരണം OHന്റെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് എഫക്ട്, നൈട്രോ ഗ്രൂപ്പിന്റെ ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്ട്, ഇത് രണ്ടും യൂണി ഡയറക്ഷണൽ ആണ്. സോ ദ ഡൈപോൾ മൊമെന്റ് വിൽ ബി മാക്സിമം. മറ്റേത് ഫീനോൾ ഒരു ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. ഫീനോളും OH ഗ്രൂപ്പും CS3യും കമ്പയർ ചെയ്യുമ്പോൾ OHലായിരിക്കും കൂടുതൽ ഡൈപോൾ മൊമെന്റ് വരിക. ഓക്കെ, സോ ഈസ് ദി ആൻസർ. അടുത്തത് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സ്റ്റേറ്റ്മെന്റ് 1, atomic radius is always more than ionic radius. തെറ്റല്ലേ? Atomic radius is always more than ionic radius. അങ്ങനെയല്ല, ആനയോൺസിനാണ് more than. Anionic radius is more than neutral atom. While what about cation? Cations are smaller than neutral atom. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് യൂണിവേഴ്സൽ അല്ല. അടുത്തത് കറക്റ്റ് ഓർഡർ ഓഫ് മെറ്റാലിക് ക്യാരക്ടർ. പൊട്ടാഷ്യം, മെഗ്നീഷ്യം, അലുമിനിയം. ഒറ്റ നോട്ടത്തിൽ അറിയാം ട്രൂ ആണ് എന്ന്. പൊട്ടാഷ്യം, മെഗ്നീഷ്യം, അലുമിനിയം, ബോറോൺ. റൈറ്റ്? അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 1 ഇൻകറക്റ്റ്, 2 കറക്റ്റ്. ഫോർത്ത് ചോയ്സ് ഈസ് ദ കറക്റ്റ് ആൻസർ. നാലാമത്തെ ചോയ്സ് കിട്ടും. അടുത്തത് a solution contain 2 group 4 cations X2 plus Y2 plus each at an initial concentration 0.1 molar H2S. 0.1 molar H2S is passed through the solution to form a saturated solution. Okay, 0.01 molar H2S. KSP YS XS തന്നിട്ടുണ്ട്.
What is the minimum concentration of sulfide ion required to begin precipitation of YS എന്നാണ് ചോദ്യം. Minimum concentration of H2S. So solution of two group each at an initial concentration. അപ്പോൾ ഇതിന്റെ initial concentration തന്നിട്ടുണ്ട് 0.1 മോളാർ. അപ്പോൾ YS എന്ന് വെച്ചാൽ ഇത് precipitate ചെയ്യുന്ന മിനിമം സൾഫൈഡ് കോൺസെൻട്രേഷൻ ആണ് ചോദ്യം. സോ KSPYS equal to concentration of Y2 plus into concentration of S2 minus equal to 2 into 10 power minus 27. അതിൽ ഈ ഡാറ്റ അവൈലബിൾ ആണ് 0.1. So it is 0.1 into S2 minus concentration 2 into 10 power minus 27. Therefore S2 minus concentration equal to 2 into 10 power minus 20. So ചോദ്യം പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി നോക്കുമ്പോൾ ഒന്നുമില്ല അതിനകത്ത്. ചോദ്യം പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് എ വെരി വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഒന്നും ചെയ്യാനില്ല. KSP4YS ഈക്വൽ ടു ദിസ് തന്നിട്ടുണ്ട്, ഈ വാല്യൂ തന്നിട്ടുണ്ട്, അതിൽ ഈ വാല്യൂ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ കോൺസെൻട്രേഷൻ ഓഫ് സൾഫൈഡ് ദാറ്റ് ക്യാൻ കോസ് precipitation എന്നല്ലേ ചോദ്യം, അല്ലേ? So this is the minimum concentration. This is the concentration in the saturated condition. Any concentration above this, we can see IP becomes greater than KSP and that causes precipitation. അല്ലേ? അപ്പോൾ minimum concentration of sulfide ഇതാണ് ആൻസർ. So it is first choice. That is the answer. First choice. അപ്പോൾ ഈ ഡാറ്റ എന്തിന് തന്നിട്ടുണ്ട് അല്ലേ? എൻ്റെ ആവശ്യമില്ല. YSന്റെ precipitation അല്ലേ ചോദ്യം. ഓക്കെ, അടുത്തത്. What is the hybridization and the spin only magnetic moment of the complex CO6 times Cl3? Cobalt കേട്ടോ, cobalt 3+ ആണ്, cobalt 3+ ആണ്. It is D7S2 എന്ന് വെച്ചാൽ D6 വരും. D6 എന്ന് പറയുമ്പോൾ this is D6 situation. But the ligand is a strong field ligand. അപ്പോൾ ഇവിടെ പെയറിംഗ് നടക്കും. ഇയാള് ഇങ്ങോട്ട് പെയർ ചെയ്യും, ഇയാള് ഇങ്ങോട്ട് പെയർ ചെയ്യും. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഇവിടെ പെയർ ചെയ്തു, ഇവിടെ പെയർ ചെയ്തു, ഇവിടെ പെയർ ചെയ്തു. ആൻഡ് ഇറ്റ് അണ്ടർഗോസ് D2sp3 hybridization. It undergoes D2sp3 hybridization and the magnetic moment will be 0. D2sp3 and 0, that will be the answer. Okay, അടുത്തത്. The minimum energy transition of Balmer series energy line having minimum energy of hydrogen atom has energy L electron volt. If the value of minimum energy of Lyman series of hydrogen atom in terms of L is Y, then value of 10Y is. So minimum energy transition of Balmer series എന്ന് വെച്ചാൽ 3 to 2 അതിന്റെ വാല്യൂ L ഇലക്ട്രോൺ വോൾട്ട് ആണ്, അല്ലേ? That means L equal to E1 into 1/2 square minus 1/3 square. That is E1 into 1/4 minus 1/9. That is E1 into 5/36. അതാണ് L. ഇനി രണ്ടാമത്തേത് ലൈമാൻ സീരീസിലെ മിനിമം എനർജി. ഇത് and that will be 2 to Lyman series minimum energy, that will be 2 to 1, right? And that is equal to E1 into 1/1 square minus 1/2 square.
that is E1 into 3 by 4 എന്ന് വരും. 3 by 4 എന്ന് വരും. Okay. So let this be 2 and let this be 1. വേറെന്തോ പറഞ്ഞിട്ടുണ്ടല്ലോ. രണ്ടാമത്തേത് in terms of first it is y എന്നാണ്. That means 2 equal to 1 into y എന്നാണ്. 2 equal to 1 into y എന്നാണ്. That is 2 by 1 equal to y എന്നാണ്. 2 by 1 equal to y. That means E1 into 3 by 4 divided by E1 into 5 by 36 equal to y എന്നാണ്. That means ഇത് cancel ആയാൽ 3 by 4 36 by 5 എന്ന് പറയുമ്പോൾ 27 by 5 എന്നാണ് കിട്ടുക. y equal to 27 by 5 എന്ന് കിട്ടും. We want 10y. So it will be 27 by 5 into 10 എന്ന് ചെയ്താൽ 54 എന്ന ആൻസർ കിട്ടും. 54 എന്ന ആൻസർ കിട്ടും. ശരിയല്ലേ? അപ്പൊ നോക്കുക, ഇതിന്റെ ട്രാൻസിഷൻ അതിന്റെ എനർജി കണ്ടീഷൻ നോട്ട് ചെയ്യാം. ഇതിന്റെ ട്രാൻസിഷൻ അതിന്റെ എനർജി കണ്ടീഷൻ നോട്ട് ചെയ്യാം. ഇത് ബൈ ഇത് ഈക്വൽ ടു y എന്ന് തന്നിട്ടുണ്ട്. 10y എത്ര എന്നാണ് ചോദ്യം. ഈസി ആയിട്ട് വർക്കൗട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ഒരു എബോവ് മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണെന്ന് തീർച്ചയായിട്ടും പറയണം കേട്ടോ. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ലോഗ് k കാറ്റലിസ്റ്റ് ബൈ k അൺകാറ്റലിസ്റ്റ്. ഇതേ ചോദ്യം അല്ലെങ്കിൽ ഇതേപോലത്തെ ചോദ്യം നമുക്ക് കഴിഞ്ഞ സെഷൻസിൽ കാണാൻ സാധിച്ചു. ആ സെന്റൻസിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ആ ക്വസ്റ്റ്യൻസിന്റെ ആ സ്റ്റൈല് സെയിം ആയിരുന്നു. നോക്കുക, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ലോഗ് k catalyzed by k uncatalyzed at 300 Kelvin if the change in activation energy is minus 10 kilojoule per mole. R തന്നിട്ടുണ്ട്, ഇത് തന്നിട്ടുണ്ട്. Okay, so what will be the answer? It is log K2 by K1 equal to delta EA by RT. കഴിഞ്ഞു. delta EA by 2.3 log LOG ആണ് കേട്ടോ. അപ്പോൾ 2.303 വേണം. 2.31 എന്നാ തന്നിരിക്കുന്നത്. 2.31 എന്നാണ്. So it is delta EA 10 kilojoule. So it is 10 into 1000 divided by R value 8 into temperature 300 into 2.31. That will take you to the answer, right? And അതിൻ്റെ ഉത്തരം നിയർലി 2 എന്ന് കിട്ടും. 1.75 സംതിങ് കിട്ടുന്നുണ്ടോ നോക്കുക. നിയർലി 2 വിൽ ബി ദ ആൻസർ. വരില്ലേ? വരും. നിയർലി 2 എന്ന് കിട്ടും. ഓക്കെ, സോ ദാറ്റ് വാസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ കെമിസ്ട്രിയെ സംബന്ധിച്ച് പറയുമ്പോൾ വീണ്ടും പറയുന്നു, ഒരു മോഡറേറ്റ് ലെവലിൽ തന്നെ പോയിട്ടുണ്ട്. ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ കണ്ടത് ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ജസ്റ്റ് എബോവ് ആവറേജ് ലെവൽ എന്ന് പറയാം. ഇന്ന് പക്ഷേ ഒരു എക്സെൻട്രിക് സ്റ്റൈലിലുള്ള ഒരു ചോദ്യം ഈ സെഷനിൽ കാണാൻ സാധിച്ചില്ല. ദാറ്റ് വി വർ ഏബിൾ ടു സീ ഇൻ ദ ലാസ്റ്റ് സെഷൻസ് ഇൻ യെസ്റ്റർഡേയ്സ് പേപ്പർ ആൻഡ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈലിൽ. ഓക്കെ, വിത്ത് മോർ വി വിൽ മീറ്റ് അഗെയിൻ. താങ്ക് യു. Good afternoon, students. Today we have come to the last spell of physics question discussions
of 24th January, shift 1. Today, questions are moderate, I can say. I don't say exactly easy, but moderate. But we can do it. Some calculations involved. That way, we are keeping the trend, except yesterday, shift 2, slightly difficult, some lengthy calculations and all. But today, 24th morning shift's not like that, but moderate. Okay, we have a few more questions remaining. This question, microscope of focal length objective is 2 centimeter, eyepiece 4 centimeter, tube length 10 centimeter, magnification in normal adjustment. So, nothing to be specially mentioned here. So, nothing to be specially mentioned here. Very direct formula we are using for a microscope in normal setting. L into D divided by FO into FV. This is given to be 5x. L tube length is given to be 10. D we know standard value 25. FO and FV are given to you, that is 2 into 4. That is given to be 5x. This is 5. So this 5 get cancelled. X is coming to be 25 by 4. So it is coming to be 6 something. But if you take this as 5, we will be getting a whole number value. Instead of 4, we take it as 5. It is coming to be 5. X will be coming to be 5. Because it is an integer problem, so there may be some mistake in the data given. For getting an integer value, it should be X, that is FE should be 5. So otherwise, you have to take a round off to the nearest value. Okay, come on. Yes. Now come on. Next question. Yes, it's a question from Zener diode circuit. But we are not using any features of Zener diode here. Okay? Listen. Come on. Look. For a given breakdown voltage, Zener diode breakdown voltage is given 10. Power dissipation is given here. Power dissipation. So power dissipation is given to be 0.4. So we can calculate the current through the Zener diode, Zener current. That is power divided by voltage. V into I ആണ് power. Power will be divided by that. Power നമുക്ക് ഇങ്ങനെ എഴുതാം 4 into 10 to the power of minus 1 divided by 10. That comes to be, current is 4.4 divided by 10, that is 4 into 10 to the power of minus 2 current. And this is a current flowing through this. Now, we have to calculate how much potential difference developed across it. Out of 15, 10 volt dropped across the Zener diode. So across this, it is coming to be 5 volt. Isn't it? 10 minus 15 minus 10, 5 volt. Therefore, current through the series resistor will be, current through the series resistor, we got it as 4 into 10 to the power of minus 2. Therefore, the resistance value will be 5 divided by 4 into 10 to the power of minus 2. That comes to be 500 by 4, 125 ohms. 125 ohms. Okay. We go to the next question. Then potential varies at a distance. A is potential function is given by A R Q plus B. Okay.
then total charge Q enclosed within a sphere of unit radius to be noted. Radius 1 is given by this in Q is equal to the charge kept at the center of the sphere is alpha pi a epsilon 0. Now, we have to relate this charge and field. Potential is given to you. So, we can calculate the electric field by the formula minus dV by dr. When you take its numerical value and take the numerical value of it, this will be dV by dr, that comes to be 3 A R squared. This will be that electric field. Now we have to, this is charge is kept at the center of a sphere, and we got the expression for electric field. We can apply the Gauss's theorem. What is that? E dot ds is equal to total charge enclosed by epsilon 0. Here, charge is enclosed within that. This electric field will be spreading radially. E and ds are in same direction. Therefore, we can write it as E into ds means the whole surface area of the sphere, that is 4 pi r squared, is equal to Q by epsilon 0. Now let us substitute the values of E and Q. E is given to be 3ar squared into 4 pi r squared. On left hand side, Q is given to be alpha pi a epsilon 0 by epsilon 0. We apply the Gauss's theorem for the sphere. We know that everywhere the field is uniform because we are calculating the field on the surface of the sphere. Each and every point is equidistant from the center. So field is uniform. Not only that, field is acting radially away. Therefore, E and ds are in same direction. Therefore, E dot ds will become E into 4 pi r squared. We already calculated E to be 3ar squared into 4 pi r. So we can make simplification. Epsilon 0 knocked out. A knocked out. Pi knocked out. So what is left over here on the left hand side? 12r squared. And right hand side alpha. Now we come to this condition. Unit radius. Given that unit radius, that means r is equal to 1. Therefore, your alpha is coming to be 12 into 1, that is 12. So the value of alpha is, the integer answer is 12. Okay. Now we go to the next question. I think last question. Now, diagram I will make it bigger. You know, these are x, y axis drawn. We have 3 charges kept. This is minus 4q. The coordinate is minus a 0. That is on x-axis. Another charge plus 2q. Coordinates given to be a0. One more plus 2q charge. Coordinates given to be a0. We have to calculate the net dipole moment. So here we have 3 charges. So we have to pick out the dipoles possible. How many dipoles are possible? Let us try. Look, here these minus 4q charge
we can consider as minus 2q and minus 2q. Yes. 1 minus 2q will form a dipole moment with this 2q. Another one will form a dipole moment with what? The other 2q. So we can have two dipoles. I will draw the diagram. I will draw the diagram. Another diagram I will draw. This. Yes. So this one dipole I am considering it as what? Minus 2q here plus 2q. Separation between them, coordinates are A0, so separation is 2a, and dipole moment will be along positive x-axis. So first dipole moment is a P1 will be either of the charge, that is 2q into separation between them 2a, that is 2q into 2a, that is equal to 4qa along positive x-axis. Along positive x-axis. So we have split, or we can use a superposition principle, that minus 4q we are splitting into 2q minus 2q charges. One of the minus 2q I've shown forming a dipole with another 2q kept on the x-axis, and dipole moment is either of the charge 2q into separation between them, that is 4qa along positive x-axis. Okay. Now another minus 2q charge will form a dipole moment with this 2q charge. Its direction is this direction. This is the direction. Yes. And we know this is A, this angle will be surely 45 degree, and this is the direction of dipole moment from negative charge to positive charge. Then second dipole moment, I can write it as P2. P2 will be either of the charge is 2q into separation is, this separation is a root 2 into a root 2, correct? Into a root 2. So it will be 2aq root 2. But this is along this direction. So we have to make components of it. One component along negative y-axis and other component along positive x-axis. So I write it as P2y and P2x. So let us find it out separately. P2x will be, how much dipole moment we got? 2aq root 2. I'll write it clearly. The net dipole moment P2 is given by 2aq into root 2 along this direction. We split into two components, one along P2x and P2y. P2x I am writing, both P2x and P2y are equal, and P2x will be, how much it will be? 2aq root 2 into cos 45. Cos 45 is 1 by root 2. That root 2 get cancelled. It comes to be 2aq along positive x-axis. Now P2y will be same thing. Numeric, the angle is 45 degree. P2x and P2y are equal, but directions are different. So P2y will be same as that 2aq, but direction is along negative y-axis. Negative y-axis. I'll write it like this. Negative y-axis. So this is coming to be minus 2aq j. Now we have to sum them up. 2x components. This is along x direction. P1 and P2x are along x direction. The total magnetic moment along x direction. Unknown caller.
total magnetic moment along x direction is given by Px is equal to add it 4qa and plus 2qa. That comes to be 6aq along positive x direction. Then y component will be minus 2aq into j. Now, combining net magnetic moment will be 6aqi minus 2aqj. 2aq we pull it out, remaining 3i minus j. 2aq into 3i minus j. Yes, answer is very much here. 2aq into 3 minus j, answer is third. So, students, this is all about today's physics. So, remaining students, that is those who are going to appear in the Wednesday, all the best. Okay. കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട് മാത്സിൽ. അപ്പോൾ ഈ കൊല്ലത്തെ ഈ ദിവസത്തെ മോർണിംഗ് ഷിഫ്റ്റ് കുഴപ്പമില്ല, മാത്സ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽസ് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, കണ്ടിന്യൂസ് ആണ്. എക്സ് ഈക്വൽസ് 0 ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് തന്നിട്ടുണ്ട്. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എഫ് ഓഫ് 0? നിങ്ങൾക്കറിയാലോ എന്തായിരിക്കും ലിമിറ്റ് ഓഫ് എഫ് ഓഫ് 0 എന്തായിരിക്കും? എഫ് ഓഫ് 0 വിൽ ബി ഈക്വൽ ടു ലിമിറ്റ് ഓഫ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ്. അപ്പം ഇതിലെ ലിമിറ്റ് കണ്ടാൽ മതി. അപ്പം ഇതിലെ ലിമിറ്റ് വാട്ട് ഈസ് എഫ് ഓഫ് എക്സ്? എഫ് ഓഫ് എക്സ് വന്നാൽ ഈ സാധനം മൊത്തം എഴുതാം. അപ്പോൾ ചോദ്യം ഇതാണ്. അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ പറയുന്നത് എഫ് ഓഫ് 0ൻ്റെ വാല്യൂ പറയുന്നത് ലിമിറ്റ് ഓഫ് എക്സ് ടെൻസ് 0 ഈ ഫംഗ്ഷനാണ് അല്ലേ. അപ്പം ഈ ടാൻ എക്സ് മൈനസ് എക്സ്, ടാൻ എക്സ് നിങ്ങൾക്കറിയാലോ ഈ എക്സ്പോണൻഷ്യൽ ലിമിറ്റിൽ പഠിച്ചിട്ടുണ്ട്. ഇ പവർ എക്സ് മൈനസ് 1/x, ലിമിറ്റ് എക്സ് ടെൻസ് 0 ഈസ് 1. എക്സ് 0ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ 1 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഐഡിയ ഉപയോഗിച്ചാൽ ഇത് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, ഇ പവർ എക്സ് ഇൻറ്റു ഇ പവർ ടാൻ എക്സ് മൈനസ് എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ ടാൻ എക്സ് മൈനസ് എക്സ്. ഇത് 1ലേക്കാണ് പോവാം. പിന്നെ പ്ലസ് ലോൺ ഓഫ് ലോഗ് ടു ദി ബേസ് ഇ ആണ്. അപ്പം ലോൺ ഓഫ് മതി. ലോൺ ഓഫ് സീക്കൻഡ് എക്സ് പ്ലസ് ടാൻ എക്സ്
secant x plus tan x minus x by tan x minus x. ഇത് ഓരോ ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പം ഇത് 1-ലേക്കാണ് പോവാം. അപ്പം ഇത് സ്പ്ലിറ്റ് ചെയ്യുമ്പം ഇത് 1-ലേക്കാണ് പോവുക, ഇതും 1-ലേക്ക് പോവാം. അപ്പം ഇത് 1 ആണ്, 1 പ്ലസ്. ഇനി ഇത് നോക്കിയാൽ മതി. ഇപ്പം ഇത് ഇവിടെ എല്ലോപ്പിറ്റിൽ ചെയ്യാം. ഇവിടെ എല്ലോപ്പിറ്റിൽ ചെയ്താൽ താഴെ എന്താ വരിക? secant square x, കാരണം 0/0 ഫോം ആണല്ലോ അത്. അപ്പോൾ ഇവിടെ എല്ലോപ്പിറ്റിൽ ചെയ്യാം. അപ്പോൾ secant square x മൈനസ് എന്ന് വരും. ഇത് 1/secant x plus tan x into secant x tan x plus sec square x വരും. അപ്പോൾ secant x plus tan x വെട്ടിപ്പോവും. അപ്പോൾ secant x minus 1 എന്ന് വരും. അപ്പോൾ ഇത് വെട്ടിയാൽ secant x plus 1 വരും. ഇനി എക്സ് 0-ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ ഇതെങ്ങടാ പോവാ? 1/2-ലേക്ക് ടെൻഡ് ചെയ്യും. അപ്പോൾ ആൻസർ വിൽ ബി 1 plus 1/2. Therefore, the answer will be 3/2. ഇത് സിമ്പിൾ ചോദ്യമാണ്. ഓൺലി തിങ് ഇസ് ദാറ്റ് ഇതാണ് എളുപ്പെടുത്താം. e raised to a function. ഈ സാധനം 0-ലേക്ക് ടെൻഡ് ചെയ്താൽ മതി. -1/this -1. ഇത് 0-ലേക്ക്, ഇത് 1-ലേക്ക് പോകും. എക്സ്പോണൻഷ്യൽ ലിമിറ്റ് ആണ് പേര്. പിന്നെ ഇവിടെ എല്ലോപ്പിറ്റിൽ വെക്കുക. പീസ് ആക്കിയിട്ട് ചെയ്യാൻ പറ്റുമോ പാട് വെച്ചാൽ പറ്റും. കാരണം എന്താ, ഓരോ ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് നോക്കുക, ഈ ഫംഗ്ഷൻ ലിമിറ്റ് നോക്കുക. ഇത് 1/2-ലേക്ക് ടെൻഡ് ചെയ്യണം, ഇത് 1-ലേക്ക് ടെൻഡ് ചെയ്യണം. അപ്പോൾ 1 + 1/2. സിമ്പിൾ ചോദ്യമാണ്. ഓക്കെ, അടുത്തത് സീക്വൻസ് സീരീസിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഈ ചോദ്യം, കൺസിഡർ ഇൻ AP A1 A2 എക്സെട്ര AN A1. ഇത് കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. ഇത് കഴിഞ്ഞ ദിവസം ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലെങ്തി ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. അതായത് A1 A2 മൈനസ് AP തന്നിട്ട് A1 ബിഗർ ദാൻ 0 ആണ്. അപ്പോൾ A2 മൈനസ് A1 മൈനസ് 3/5 ആണ്. ഡിയുടെ വാല്യൂ -3/4 ആണ് അല്ലേ? A2 മൈനസ് A1 ഡിയുടെ വാല്യൂ -3/4 ആണ് അല്ലെ? A2 മൈനസ് A1 ഡി ആണ്. എന്റെ വാല്യൂ എന്താ? A പ്ലസ് n-1 ഇൻറ്റു ഡി ആണ്. ഡിയുടെ വാല്യൂ -3/4 ആണ്. ഇതിന്റെ വാല്യൂ 1/4A ആണ് തന്നിട്ടുണ്ട്. 1/4A ആണ്. അപ്പൊ 3/4A, അപ്പൊ 3/4A ആണ് 3/4 n-1. അപ്പൊ 3/4 വെട്ടിപ്പോയാൽ A ഈക്വൽസ് n-1. അതൊരു ടേക്ക് അവേ ആണ്. A ഈക്വൽസ് n-1. അപ്പോൾ ഈ ഡാറ്റ ഉപയോഗിച്ചു. ഇനി ഈ ഡാറ്റ ഉപയോഗിക്കുക. എന്താണ്? സം ടു n ടേംസ് 525 ആണ്. അപ്പോൾ സം ടു n ടേംസ് 525 ആണ് എന്ന് പറയാം. SN ആണ് 525 അല്ല, SN ആണ് 525/2 അല്ലേ? SN എന്ന് പറഞ്ഞാൽ എന്താ? n/2 ഇൻറ്റു 2A പ്ലസ് n-1 ഇൻറ്റു ഡി ആണ്. ഡി ഇസ് -3/4 ഇൻറ്റു ഇതിന്റെ വാല്യൂ 525 ആണ്. 525/2 ആണ്. ഇതിന്ന് ഈ എയോ എന്നോ കാണാം. എയോ എന്നോ കണ്ടുകൊണ്ട് ഏതോ ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ മറ്റേത് കാണാൻ പറ്റും. ഇഗൈൻ ഒരു ഇക്വേഷൻ കിട്ടും, സോൾവ് ചെയ്യുക. എന്നിട്ടെന്താ ചോദ്യം? വാട്ട് ഇസ് 1 to 17 ടേംസ്? അത്രയില്ല. അപ്പോൾ എയും ഡിയും കട്ടിയാൽ മതി. എയും ഡി അറിയാമല്ലോ, അപ്പോൾ എന്നും കിട്ടിയാൽ പണി കഴിഞ്ഞു. അപ്പോൾ ഇതിന്ന് എൻ കണ്ടാൽ എ കിട്ടും അല്ലേ? അപ്പോൾ ഒരു കാര്യം ചോളൂ, എയിൽ കണക്ക് ചെയ്യുന്നത് നല്ലത് തോന്നും. അപ്പം ഇതിൽ n ചെയ്യണേക്കാൾ നല്ല എയിലാണ്. n/2, കാരണം n-1 തന്നിട്ടുണ്ടല്ലോ, ഇസ് ഈക്വൽ ടു 4 എടുത്താൽ 8A വരും. -3 ഇൻറ്റു -3A വരും. ഇവിടെ 4 ഉണ്ടാവും. ഇസ് ഈക്വൽ ടു 525/2 ആണ്. അപ്പോൾ ഈ 2ഉം വെട്ടിപ്പോവും. അപ്പം ഈ 4 അങ്ങോട്ട് പോകും. അപ്പം n ഇൻറ്റു 5A ആണ് എന്ത്? n ഇൻറ്റു 5A ആണ് 3 കൂടി ഉണ്ടാവും അല്ലേ? സോറി, ഇവിടെ തെറ്റിപ്പോയി. ഇവിടെ ഇത് മാത്രമല്ല. അപ്പോൾ n ഇൻറ്റു ഇങ്ങനെ വരാം, 8A - 3A, ഇറ്റ് ഇസ് 5A പ്ലസ് 3 വരും. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പം 5 n പകരം A+1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം A+1 അല്ലേ? n പകരം n-1 പകരം A കൊടുക്കുകയാണ്. n-1 പകരം A കൊടുക്കണം. n-1 പകരം A കൊടുക്കണം. അതെ, അപ്പോൾ ശരിയാണ്. n-1 വരെ A കൊടുക്കാം. അപ്പോൾ A കൊടുത്താൽ n-1 വരെയാണ് A കൊടുക്കുക. അത് ശരിയാണ്. n-1 വരെ A കൊടുത്താൽ എന്ത് വരും? 8A - 3A തന്നെ വരാം.
ഡിവൈഡഡ് ബൈ 4 വരും. ഈ 4 അങ്ങോട്ട് കൊണ്ടുപോകാം. എന്നിന് പകരം a+1 വെക്കാം. അപ്പോൾ a+1 ഇൻറ്റു 5a വാല്യൂ ആണ് 525 ഇൻറ്റു 4. 5 വേണമെങ്കിൽ കളയാം. 21 അല്ല 105. അപ്പോൾ a² പ്ലസ് a മൈനസ് 5 4 20. 420 ആണ് 0. ഇത് ഫാക്ടറൈസ് ചെയ്യാം. 20ഉം 21 അല്ലേ? 20ഉം 21 വർക്ക് ചെയ്യില്ല. അപ്പം a+21 ഇൻറ്റു a-20യുടെ വാല്യൂ 0 ആണ്. a പോസിറ്റീവ് ആണ്, ഫസ്റ്റ് ടേം പോസിറ്റീവ് ആണ്. അപ്പോൾ എയുടെ വാല്യൂ വാട്ട് യു ഗെറ്റ് എസ് a ഈസ് ഈക്വൽ ടു 20 എന്ന് കിട്ടും. a 20 ആണെങ്കിൽ എന്നിൻ്റെ വാല്യൂ 21 കിട്ടും. ഇതാണ് ടേക്ക് അവേ. എന്നിൻ്റെ വാല്യൂ 21 ആണ്. അപ്പോൾ എൻ്റെ വാല്യൂ 21 ആണ്. അല്ല, എന്നെ എ ആണ് കാണേണ്ടത് അല്ലേ? എ കണ്ടാൽ മതി. എൻ കാണേണ്ട ആവശ്യമില്ല. എന്നിൻ്റെ ആവശ്യമില്ല, എ കണ്ടാൽ മതി. ഓക്കെ. അപ്പം എന്താ ചോദ്യം? Therefore, what is the answer? സിഗ്മ 1 to 17 ai ആണ് ചോദിച്ചത്. എന്തായിരിക്കും? 17/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. ഇപ്പോൾ 2a പറഞ്ഞാൽ 440 പ്ലസ് n-1 ഇൻറ്റു d മൈനസ് 3/4. ഇത് സിംപ്ലിഫൈ ചെയ്ത ആൻസർ ആയി. റൈറ്റ്? അത് സിംപ്ലിഫൈ ചെയ്താൽ എന്താ കിട്ടാൻ നോക്കാം. ഞാൻ ചെയ്യണ്ടാവും. 217/2 ഇൻറ്റു 4 LC എടുത്താൽ 4 16 160 നിന്ന് 48 സബ്ട്രാക്ട് ചെയ്യാം. അപ്പം 2 5 1 112 ആണോ? അതെ, 112. 4 പൂവോ? 2 പൂവ് എന്തായാലും. 2 5 2 10 10 6 2 12. 4 പോവും. 4 പോകുമ്പം 1 4. ആൻസർ 17 ഇൻറ്റു 14. 17 ഇൻറ്റു 14 എനിക്ക് കിട്ടുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം. 17 ഇൻറ്റു 14 എത്രയാണ്? 17 14 7 4 28 കറി 2 6 17. ആൻസർ 8 3 ബാക്കി 1 2 238 എനിക്ക് കിട്ടിയത്. ഇത് ആൻസറൊക്കെ എന്തോ ആയിക്കോട്ടെ, ഇങ്ങനത്തെ ഒരു ജാതി ചോദ്യം ഇന്നലെയും മിഞ്ഞാന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ട്രൈ ചെയ്യാം കേട്ടോ. റൈറ്റ്? കാരണം ഇതിൽ അൺനോൺ ഉണ്ടാവും. ഇതിലെന്താ അറിയുക ശ്രദ്ധിക്കേണ്ടത്? എയിൽ കണക്ക് ചെയ്യാൻ നല്ലത്. n അല്ലല്ലോ കാണേണ്ടത്, a അല്ലേ കാണേണ്ടത്. അപ്പം n ആവശ്യമില്ല. ഇത് നമ്മൾ ചെയ്തു. ഈ ക്വസ്റ്റ്യൻ ഇത് ചെയ്തു. ഇനി 3D ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. 3D 2 ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഇക്കൊല്ലം. അപ്പോൾ 3D പഠിച്ചോളൂ. 3D വെക്ടറും ഇമ്പോർട്ടൻ്റ് ആണ്. ലൈൻസ് L1, 2 ലൈൻസ് ഉണ്ട്, L1 ഉം L2 intersect at a point R and P and Q are the points lying on L1 and L2 respectively as that P. അത് വളരെ ലെങ്തി ആണല്ലോ. PR equals √29, PQ equals 47/3. If P is a point lying in the first octant, then 27 QR². ഇതിൽ കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. 2 ലൈൻസ് ഉണ്ട്. എന്താണ്? ഒരു ലൈൻ ഇങ്ങനെ ഉണ്ട്, ഒരു ലൈൻ ഇങ്ങനെ ഉണ്ട്. ഇതാണ് ലൈൻ L1, ഇതാണ് ലൈൻ L2. ഈ പോയിന്റ് ആണ് P. അല്ല, ഇന്റർസെക്റ്റ് പോയിന്റ് ആണ്. ഈ പോയിന്റ് ആണ് R എന്നുള്ള പോയിന്റ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ 2 ലൈൻസിന്റെയും പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കാണണം. അപ്പൊ ഇതിലെ ജനറൽ പോയിന്റ് എഴുതാം. ഇതിലെ ജനറൽ പോയിന്റ് എന്താ? x-1. ഇത് വൃത്തിയിൽ എഴുതിയാൽ എങ്ങനെ ഉണ്ടാവും? x-1/2 is equal to y-2/3 is equal to z-3/4 ആണ്. ഇത് വൃത്തിയിൽ എഴുതിയാൽ x-4/5 is equal to y-1/2 is equal to z-0 divided by 1. അപ്പോൾ അതിലെ ജനറൽ പോയിന്റും ഇതിലെ ജനറൽ പോയിന്റും കൂടി ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്യുമ്പം ഇതിലെ ജനറൽ പോയിന്റ് എന്താണ്? 2 ലാംഡ പ്ലസ് 1 ആണ്. മറ്റേത് 3 ലാംഡ പ്ലസ് 2 ആണ്. ഇതിൽ 4 ലാംഡ പ്ലസ് 3 ആണ്. മറ്റേ ജനറൽ പോയിന്റ് 5 മ്യൂ പ്ലസ് 4 ആണ് അല്ലേ? 2 മ്യൂ പ്ലസ് 1 ആണ്. പിന്നെ മ്യൂ ആണ്. ഇത് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്താൽ
ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്താൽ ലാംഡ കിട്ടും അല്ലേ? അപ്പോൾ ഇവിടെ 8 ഉണ്ടാവും, അപ്പോൾ 5 ലാംഡ. ഇവിടെ 6 ഉണ്ടാവും +4 ഇസ് ഈക്വൽ ടു -1 വരും. അപ്പോൾ ലാംഡയുടെ വാല്യൂ -1 വരും. അപ്പോൾ ലാംഡ -1 ആണെങ്കിൽ ആ പോയിന്റ് കിട്ടും. ഇവിടെ -1 ആണെങ്കിൽ ഇവിടെ -1 കൊടുക്കാം. 2 -1. അപ്പോൾ R എന്നുള്ള പോയിന്റ് ഇതാണ്. ഇവിടെ ലാംഡയ്ക്ക് പകരം -1 കൊടുക്കാം. അപ്പോൾ 2 -1 -1. പിന്നെ ഇത് -1, ഇത് -1. അപ്പോൾ R എന്നുള്ള പോയിന്റ് ഓഫ് സെഷൻ കാണാൻ പഠിക്കണം കേട്ടോ. എന്തായാലും 2 ലൈൻസിന്റെ പോയിന്റ് സെഷൻ കിട്ടി. R എന്നുള്ള പോയിന്റ് കിട്ടി. ഇനി എന്താ പറയുക? P and Q ആർ പോയിന്റ്സ് ലൈങ് ഓൺ L1 and L2. ഇതിന്റെ മുകളിലാണ് P ഉള്ളത്, ഇവിടെയാണ് P ഉള്ളത്, ഇവിടെയാണ് Q ഉള്ളത്. P എന്താണ്? P is a point in the first octet. അപ്പൊ ഈ ദൂരം √29 ആണ്. അപ്പൊ എന്ത് ചെയ്യണം? P എന്നുള്ള പോയിന്റ് ഈ 1 -1 ഈ പോയിന്റ് ഇടയ്ക്ക് √29 പുഷ് ചെയ്യാം. √29 എങ്ങനെ പുഷ് ചെയ്യാം? ഇതല്ലേ L1. അപ്പൊ ഇവിടെ ±√29 എഴുതാം. എന്നിട്ട് ഇവിടെ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2, 3, 4. അതായത് ഈ 2, 3, 4 ആണല്ലോ അതിന്റെ DR. അതിന്റെ ഡയറക്ഷൻ കൊസൈൻ ആക്കാം. ഡയറക്ഷൻ കൊസൈൻ എന്താ? 4, 3, 2 സ്ക്വയർ ചെയ്ത് കൂട്ടിയാൽ എന്താ കിട്ടുക? 16, 4, 20, 9, 29. അപ്പൊ ബൈ √29 ഇവിടെ എഴുതിയാൽ ഇവിടെ √29 എഴുതി, ഇവിടെ √29 എഴുതി, ഇവിടെ √29 എഴുതി. ഇസ് ഈക്വൽ ടു എത്ര ദൂരം പുഷ് ചെയ്യണം? √29. ഇവിടെ ±√29 എഴുതാം. എന്നിട്ട് ഇത് ഇക്വേറ്റ് ചെയ്താൽ അപ്പൊ പക്ഷെ ഈ പോയിന്റ് എന്ത് എഴുതാം? ഈ പോയിന്റ് 1ന് പകരം എന്ത് എഴുതാം? അപ്പൊ ഇത് 1 ആവണം. അപ്പൊ അതായത് ഈ ലൈൻ്റെ ഇക്വേഷൻ ഇങ്ങനെ എഴുതണം കേട്ടോ. സോറി, ലൈൻ്റെ ഇക്വേഷൻ ഇങ്ങനെ എഴുതണം. x+1 ഡിവൈഡഡ് ബൈ, അതായത് ഈ പോയിന്റ് നിന്നാണ് ഇങ്ങോട്ട് പുഷ് ചെയ്യുന്നത്. അപ്പൊ x+1 ഡിവൈഡഡ് ബൈ 2/√29 is equal to y+1 divided by 3/√29 is equal to z+1 by 4/√29 is equal to ±√29. 2 പോയിന്റ് ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാലോ. അപ്പം അതായത് ഫസ്റ്റ് ഒക്ടനിലാവണമെങ്കിൽ x കോർഡിനേറ്റും y കോർഡിനേറ്റും z കോർഡിനേറ്റും പോസിറ്റീവ് ആണ്. അപ്പം ഇത് പ്ലസ് ആണെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 വരുള്ളൂ. എക്സിന്റെ വാല്യൂ 1 വരില്ല. ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ +√29 ആണെങ്കിൽ 3 വരും, 3 വരുമ്പം 2 വരും. ഇവിടെ 4 വരും, 4 വരുമ്പോൾ 3 വരും. അപ്പൊ ഇതാണ് ഫസ്റ്റ് ഓപ്ഷൻ. മറ്റേതാകുമ്പോൾ ഒക്കെ നെഗറ്റീവ് വരും അല്ലേ? ഇവിടെ -2 വരും, അപ്പം -3 ആണ് വരിക ഇപ്പുറത്തെ പോയിന്റ്. അപ്പൊ ഇറ്റ് ഇസ് നോട്ട് ഇൻ ദ ഫസ്റ്റ് ഓപ്ഷൻ. അപ്പൊ ആ ഒക്ടന്റിനെ പിടിച്ചിട്ടാണ് ഏത് പോയിന്റ് ആണ് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ നിൽക്കുന്നത് മനസ്സിലാക്കുക. അപ്പൊ ഈ പോയിന്റ് P എന്നുള്ള പോയിന്റ് 1, 2, 3 ആണ്. അപ്പൊ P അറിയാം, R അറിയാം. PQRS അല്ല, P is the first octet. Then QR square ആണ് വെച്ചാൽ QR square. അപ്പൊ ഈ ദൂരം തന്നിട്ടുണ്ട്. ഈ ദൂരം √47/3 ആണ്. √47/3 ആണ്. താഴെ വരെ റൂട്ടുണ്ട്. √47/3 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ക്യൂവിന്റെ കോർഡിനേറ്റ് കാണാം. യു ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ക്യൂ. ക്യൂവിന്റെ കോർഡിനേറ്റ് കാണാം. ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ക്യൂ. അതായത് ക്യൂവിന്റെ കോർഡിനേറ്റ് കാണാൻ ബുദ്ധിമുട്ടാണല്ലോ, നല്ല ലെങ്തി ആവുമല്ലോ. അതായത് ക്യൂവിന്റെ ജനറൽ പോയിന്റ് എന്താണ്? ഇതാണ് ക്യൂവിന്റെ ജനറൽ പോയിന്റ് അല്ലേ? ജനറൽ പോയിന്റ് ഇതാണ് പോയിന്റ്. അപ്പൊ ഈ പോയിന്റ് 5 ലാംഡ + 4, ഈ പോയിന്റ് അതാണ്. ഈ പോയിന്റ് 5 μ + 4, 2 μ + 1, μ ആണ്. ഇതാണ് ജനറൽ പോയിന്റ്. അപ്പൊ ഈ ദൂരം √47/3 വെച്ചിട്ട് ഡിസ്റ്റൻസ് ഫോമിൽ ഉപയോഗിച്ചിട്ട് മ്യൂവിന്റെ വാല്യൂ കാണാം. ഇവിടെ ആ മ്യൂവിന്റെ വാല്യൂ കണ്ടാൽ ആ മ്യൂവിന്റെ വാല്യൂ, mu is the first octet, then QR square. Q is a point lying on L1 and L2 respectively such that PR equals √29 and mod PQ is √47/3. √47/3 ആണെങ്കിൽ and P lies in the first octet. ഫസ്റ്റ് ഒക്ടനിലാണ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ then what is the value of 27 QR square എന്ന ചോദ്യം. അപ്പൊ ഈ ദൂരം കാണാം. ഈ ദൂരം √47 ആണെങ്കിൽ 5 μ + 3. ഇത് ലെങ്തിയാണ് മക്കളെ, വല്ലാതെ ലെങ്തിയാണ്. ആദ്യത്തെ റൗണ്ടിൽ ചെയ്യേണ്ട കേട്ടോ.
2 mu minus 1 square plus mu minus 3 square. Mu minus 3 square value ആണ് ഈ ലെങ്ത്. ഇറ്റ് ഈസ് 47/3. 47/3. അപ്പോൾ അതിന്ന് മ്യൂവിൻ്റെ വാല്യൂ കാണണം. ലെങ്തിയാണ്, അല്ലാതെ ലെങ്തി. യു ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് മ്യൂ. എന്നിട്ട് ആ മ്യൂ കണ്ടാൽ ഈ പോയിന്റ് കിട്ടും. ഈ പോയിന്റ് കിട്ടിയാൽ QR² കാണാം. അപ്പോൾ ഇതിന് വേറെ വഴിയൊന്നുമില്ല. QR ലെങ്ത് √47 ആണ്. വേറെ വഴിയൊന്നുമില്ല. √47. ഇത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആവണമെന്നില്ല. ഡിസ്റ്റൻസ് അല്ലേ √47. നടക്കുന്നില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഇത് എക്സ്പാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. നോക്കാം. 25, 4, 9 ആണ്. അപ്പം 29 മ്യൂ സ്ക്വയർ വരും അല്ലേ? 25, 4, 29, 1, 30. 30 മ്യൂ സ്ക്വയർ. 30 മ്യൂ സ്ക്വയർ വരും. പിന്നെ +15 ഉണ്ടാവും. പിന്നെ -4 ഉണ്ടാവും, -6 ഉണ്ടാവും. 10. അപ്പം +5 മ്യൂ ഉണ്ടാവും. +5 മ്യൂ ഉണ്ടാവും. പിന്നെ എല്ലാ കോൺസ്റ്റൻസും ആഡ് ചെയ്താൽ 9, 9, 18, 1, 19 ഉണ്ടാവും. +19. ഇതിൻ്റെ വാല്യൂ ആണ് 47/3. 47/3. അപ്പോൾ എല്ലാം കൂടി ഇക്വേറ്റ് ചെയ്താൽ ലാംഡയ്ക്ക് മ്യൂവിൻ്റെ ഒരു വാല്യൂ കിട്ടും. ലെങ്തിയാണ്. അയ്യോ, എന്തൊരു കഷ്ടമായി. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ബുദ്ധിമുട്ടല്ലേ? +15 മ്യൂ സ്ക്വയർ +15 മ്യൂ +19 × 3 51 ആണ്. 51 47 കുറച്ചാൽ 4 ആണ്. +4 = 0 അല്ലേ? അപ്പം 90 × 4 പ്രോഡക്റ്റ് ആവണം. സമ്മ് 15 ആവണം അല്ലേ? 90 × 4 360. 360 പ്രോഡക്റ്റ് ആവണം. സമ്മ് 15 ആവണം. ഇപ്പോൾ 2 5 2s 10 55. 1 15 അല്ല 180. 2 ആവുമ്പോൾ 90. 2 ആവുമ്പോൾ 45. പിന്നെ 5 ആവുമ്പം 9. 45 ഏതൊക്കെ മൾട്ടിപ്ലൈ ചെയ്താൽ 15 വരുമോ? 8 10 5 4 20 20 18 ഇല്ല, വൃത്തിയിൽ കിട്ടില്ലല്ലോ. 45 8 കിട്ടില്ല. 18 9 4 36 10 പറ്റില്ല. പ്രോഡക്റ്റ് 360 സമ്മ് 15 ആണ്. 360 180 90 45 9 33. അപ്പം 5 3s 15 × 2 × 30. 5 3s 15 × 3 30 പറ്റില്ല. 5 3s 15 × 2 30. 5 2s 10 × 2 20. 15 അല്ലേ വേണ്ടത്? 5 3s 15 5 3s 15. പിന്നെ 2 2s 4 2s 8 8 3s 24 പറ്റില്ലല്ലോ. ഇത് പ്രോഡക്റ്റും സമം ആക്കിയിട്ട് ലാംഡയുടെ വാല്യൂ കാണണം. അത്രയേ ഉള്ളൂ. മ്യൂവിൻ്റെ വാല്യൂ കാണാം. ഇന്ന് മ്യൂവിൻ്റെ വാല്യൂ കണ്ടിട്ട് ആ മ്യൂ ഇവിടെ പ്ലഗ് ചെയ്തിട്ട് പോയിന്റ് കിട്ടും. പോയിന്റ് കിട്ടിയാൽ ഫോർമുല കിട്ടും. കണ്ടോ? ഇത് ലെങ്തിയാണ്. മ്യൂ = -15 ± √225 മൈനസ് അത് നെഗറ്റീവ് ആണല്ലോ കിട്ടുന്നത്. മ്യൂവിന് വാല്യൂ ഇല്ലല്ലോ. 5 മ്യൂ +3 2 മ്യൂ -1 മ്യൂ -3 ഹോൾ സ്ക്വയർ. അപ്പം 25 4 29 1 30 15 15 ഇവിടെ 4 4 9 13. ഓ തെറ്റിപ്പോയി, ഇവിടെ തെറ്റിപ്പോയി. ഇവിടെ 15 ഇവിടെ 4 ഉണ്ടാവും, -4 ഉണ്ടാവും, -6 ഉണ്ടാവും. 10 ഇവിടെ 6 അല്ലേ, -6 ഇവിടെ -4 10 5 തന്നെ വരും. പിന്നെ 9 9 9 1 9 18 1 19 19 × 3 33 57 ആണ്. 57 ആകുമ്പോൾ 10 ആണ് വരിക. അപ്പോൾ 30
30 mu square plus 5 mu plus 10 ആണ് വരിക ഇസ് ഇക്വൽ ടു 0. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം 6 mu square plus mu plus 2 equals 0. 12 1. അപ്പോൾ എളുപ്പമായി. അപ്പോൾ 6 mu square plus 4 mu 12 1 ആണ് അല്ലേ? 57 17. ഇപ്പോഴും പോസിറ്റീവ് അല്ലല്ലോ, നെഗറ്റീവ് അല്ലേ? 5 mu plus 3. അപ്പോൾ അതിൽ ചെറിയ പ്രശ്നം ഉണ്ടാവും മക്കളെ. ഇതിൽ മ്യൂവിന് ഭംഗിയുള്ള വാല്യൂസ് കിട്ടുന്നില്ല. അപ്പോൾ ഈ മ്യൂ കിട്ടിയ സംഭവം കൺസെപ്റ്റ് ഇതാണ്. ഈ മ്യൂ കണ്ടിട്ട് ഈ ദൂരം കാണാം. ഇവിടെ മ്യൂ നെഗറ്റീവാണ് കിട്ടുന്നത്. കണ്ടോ, ഡിസ്ക്രിമിനൻ്റ് നെഗറ്റീവാണ്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 6 mu square plus mu plus 2 equals 0 ആണ്. ചെയ്തൊക്കെ ശരിയാണ്. ഈ പോയിന്റും ശരിയാണ്. ക്യൂ എന്നുള്ള പോയിന്റിൻ്റെ മുകളിൽ ഇതിലെ ക്യൂ L2ൻ്റെ മുകളിലാണ് ക്യൂ. ക്യൂ ഇസ് എ പോയിന്റ് ഓൺ L2. L2ലെ പോയിന്റാണ് 5 lambda plus mu 2 lambda plus 1 mu. ശരിയാണ്. എന്നിട്ട് ഈ ദൂരം അപ്പോൾ 5 mu plus 3 2 mu minus 1 mu minus 3 സ്ക്വയർ. അപ്പം 25 plus 4 plus 1 30 mu square. പിന്നെ 9 18 plus 1 19. പിന്നെ minus 30 5 is 15 minus 30 ഉണ്ടാവും അല്ലേ? 15 അല്ലേ? 15 ആകുമ്പോൾ minus 30 ഉണ്ടാവും. ഇവിടെ എത്രയാ? -2. തെറ്റിപ്പോയി. ഇവിടെ -30 ഉണ്ടാവും. ഇവിടെ -4 ഉണ്ടാവും, -6 ഉണ്ടാവും. ഇവിടെ -20 ആണ്. +20. അപ്പോൾ +20 mu ആണ്. അപ്പോൾ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ് 30 mu square plus 20 mu square plus 20 mu plus ഇത് എത്രയാണ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടാം 19 minus 47/3 ആണ്. അപ്പോൾ 57 plus 10/3 ഇങ്ങനെ വരാം ഈക്വൽ ടു 0. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 3 mu square plus 2 mu plus 1/3 is equal to 0. അപ്പം മ്യൂവിൻ്റെ വാല്യൂ 1/3 വർക്ക് ചെയ്യും അല്ലേ? അപ്പോൾ മ്യൂവിൻ്റെ വാല്യൂ 1/3 ആണ്. ഇവിടെ 1/3 കൊടുത്താൽ വർക്ക് ചെയ്യും. ശരിയാണ്. മ്യൂ ഇസ് ഈക്വൽ ടു 1/3 -1/3 അല്ലേ? -1/3 വർക്ക് ചെയ്യില്ലേ? 3 into 9 1/3 2/3 ശരിയാണ്. മ്യൂ ഈക്വൽസ് -1/3 വർക്ക് ചെയ്യും. അപ്പോൾ മ്യൂ ഈക്വൽസ് -1/3 ആണ്. ലെങ്തി ക്വസ്റ്റ്യൻ ആണ്, കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ -1/3 ആണെങ്കിൽ ഈ പോയിന്റ് കിട്ടാം. ഇവിടെ -1/3 ആണെങ്കിൽ -5/3 വരും. -5/3 plus 4 എത്രയാ? 12 ആകുമ്പം 8/3 വരും. ഇവിടെ -2/3 -2/3 ആണെങ്കിൽ 1/3 പിന്നെ -1/3. എന്നിട്ട് ഈ ദൂരം കാണാം, QR² കാണാം. ശരിയൂടെ? ഇനി QR² കാണാം. ഡിസ്റ്റൻസ് ഫാമിലിയാണ്. QR² 27 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ലെങ്തിയാണ്. ഡോണ്ട് ഡു ദാറ്റ്. ദാറ്റ്സ് ഓൾ. എസ് ഈസ് ഈക്വൽ ടു ദിസ്. ഇത് ബൈനോമിയൽ തിയറി ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എസിൻ്റെ വാല്യൂ ഇങ്ങനെ എഴുതാം. എസിൻ്റെ വാല്യൂ 25 25 1 ഫാക്ടോറിയൽ ഇൻറ്റു 25 ഫാക്ടോറിയൽ എഴുതാം. പ്ലസ് 1/3 ഫാക്ടോറിയൽ ഇൻറ്റു 23 ഫാക്ടോറിയൽ എഴുതാം. പ്ലസ് എക്സെട്ര അപ് ടു 13 ടേംസ് ആണ്. 13 ടേംസ് ആകുമ്പോൾ ലാസ്റ്റ് ടേം അറിയാമല്ലോ. ലാസ്റ്റ് ടേം 13 ടേംസ് അറിയാം നിങ്ങൾക്ക്, എഴുതണ്ട. അപ്പം ഇനി ഇതിനെന്താ വെച്ചാൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇവിടെ നിങ്ങൾ 26 ഫാക്ടോറിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം എക്സെട്ര. അപ്പം ഞാൻ ഇവിടെ ഒരു 26 ഫാക്ടറിൽ മൾട്ടിപ്ലൈ. ഇത് വളരെ ബേസിക് ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ചോദ്യമാണ്. ബൈനോമിയൽ തിയറത്തിൽ സിമ്പിൾ ചോദ്യമാണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 1/26 ഫാക്ടോറിയൽ ഇൻറ്റു ഇതെന്താ വെച്ചാൽ 26C1 പ്ലസ് 26C3 പ്ലസ് എക്സെട്ര ഇങ്ങനെ പോകും. ഇതിൻ്റെ വാല്യൂ നിങ്ങൾക്കറിയാലോ, ഇത് ബൈനോമിയൽ തിയറത്തിൽ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. ഈ ചാർട്ടം ഉണ്ടെങ്കിൽ 2n-1 ആണ്. 1/226 അല്ലേ? ചാർട്ടം ഒന്നും ഇല്ലെങ്കിൽ 2n ആണ്. ചാർട്ടം ഉണ്ടെങ്കിൽ 0 ആണെങ്കിൽ 2n-1 ആണ്. 135 ആണെങ്കിൽ 2n-1 ആണ്. ദിസ് ഇസ് 225. ഇതാണ് എസ്. ചോദ്യം എന്താ? 13S എന്താണെന്നാ ചോദ്യം അല്ലേ? 13S.
But 13s will be 13 into 2 raised to 25 by 25 factorial into 26. But 13 ഇവിടെ പോകും 2 പ്രാവശ്യം, 2 ഇവിടെ 24 പ്രാവശ്യം. അപ്പോൾ ആൻസർ വിൽ ബി 2 raised to 24 divided by 25 factor. അപ്പോൾ ഇവിടെ കെയുടെ വാല്യൂ എൻ്റെ വാല്യൂ, അപ്പോൾ കെയുടെ വാല്യൂ 24ഉം k equals 24 and n is equal to 25. അപ്പം ഇത് ആഡ് ചെയ്താൽ എന്താ കിട്ടുക? 49. അപ്പോൾ 49 is ആൻസർ. സിമ്പിൾ ചോദ്യമാണ്, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, കാൽക്കുലേഷൻ ഒന്നുമില്ല. അഗെയിൻ ഇൻ്റഗ്രേറ്റ്, ഇത് 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം. ഇതിൽ എന്താണ് 3D എ ലൈൻ ഇസ് പാസിംഗ് ത്രൂ 2 ലൈൻസ് ഉണ്ട്. എന്താണ് എ ലൈൻ, 2 ലൈൻസ് ഉണ്ട്. ഇങ്ങനെ ലൈൻ തന്നിട്ടുണ്ട്, ഇങ്ങനെ ലൈൻ തന്നിട്ടുണ്ട്. ആൻഡ് യു ഹാവ് എ ലൈൻ, ഇതാണ് നമ്മളെ ലൈൻ, ഇതാണ് നമ്മളെ ലൈൻ. ഈ ലൈനിന്റെ പേരാണ് എൽ. ഈ ലൈൻ ഏത് കൂടി പാസ് ചെയ്യേണ്ടത്? 1 1 1 അല്ല, എ ലൈൻ ഇസ് പാസിംഗ് ത്രൂ ദ പോയിന്റ് P111. ഈ പോയിന്റ് ആണ് P111. P11 കൂടി പാസ് ചെയ്യേണ്ടത്. And is perpendicular to both the lines. അപ്പോൾ ആക്ച്വലി ഈ ലൈൻ എന്താ? ഇറ്റ് ഇസ് എ ലൈൻ ഓഫ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ലൈൻ ഓഫ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ പാരലൽ വെക്ടർ കാണാം, ഇത് ലൈൻ്റെ ഇക്വേഷൻ കാണാം. അപ്പോൾ ഇതിന്റെ പാരലൽ വെക്ടർ ആണെങ്കിൽ ഇത് ക്രോസ് ചെയ്താൽ മതി. എന്താ? IJK, അതായത് ഇതിന്റെ പാരലൽ വെക്ടേഴ്സ്, ഇതിന്റെ പാരലൽ വെക്ടറും ഇതിന്റെ പാരലൽ വെക്ടറും ക്രോസ് ചെയ്യാം. അപ്പോൾ 1 1 0 4 1 1 ഇത് ക്രോസ് ചെയ്യാം. അതാണ് ഇതിന്റെ പാരലൽ വെക്ടർ. അപ്പോൾ I into 1 minus j into 1 plus k into 1 minus 4. 1 minus 4 is minus 3. അല്ലേ? 1 minus 4 is minus 3. Minus 3 അല്ലേ? അപ്പോൾ ഇവിടെ minus 3 തന്നെയാണോ? ഇവിടെ minus 3 തന്നെയാണ്. But it will be I minus j plus, അല്ല, I minus j minus 3k. ഇതൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണേ. 1 1 0 4 1 1 ലൈൻസ് വൃത്തിയിലാണോ നോക്കണം. ശരിയാണ്. ഇനി 1 ശരിയാണ്. മൈനസ് ജെ ഇൻറ്റു 1 ശരിയാണല്ലോ. പ്ലസ് കെ ഇൻറ്റു 1 minus 4. 1 minus 4 is minus 3. അപ്പോൾ minus 3k ശരിയാണ്. അപ്പോൾ ഇതാണ് ലൈൻ്റെ ഇക്വേഷൻ. അപ്പോൾ എല്ലിൻ്റെ ഇക്വേഷൻ എന്താ? എല്ലിൻ്റെ ഇക്വേഷൻ എന്താ? എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 is equal to y minus 1 divided by minus 1 is equal to z minus 1 divided by minus 2. ഇതാണ് ലൈൻ ഇക്വേഷൻ. ഇനി എന്താ ചോദ്യം? ഈ ലൈൻ, ദിസ് ലൈൻ, ലെറ്റ് ദ ലൈൻ ഇന്റർസെക്ട്സ് YZ plane അറ്റ് ദ പോയിന്റ് Q. ഇത് Q എന്നുള്ള പോയിന്റ് YZ പ്ലെയിനിൽ കട്ട് ചെയ്യാണ്. അപ്പൊ Q എന്നുള്ള പോയിന്റ് എന്തായിരിക്കും? YZ പ്ലെയിനിന്റെ പോലെ നോക്കൂ. ഇതിൽ ജനറൽ പോയിന്റ് എന്താ? ഇതിൽ ജനറൽ പോയിന്റ് ലാംഡ പ്ലസ് 1 minus lambda minus plus 1 minus 3 lambda plus 1 ആണ് അല്ലേ? അപ്പൊ ഈ ലൈനിലെ ജനറൽ പോയിന്റ് ആണിത്. ഇത് YZ പ്ലെയിനെയാണ് കട്ട് ചെയ്യുന്നത്. YZ പ്ലെയിനിലെ എക്സ് കോർഡിനേറ്റ് 0 ആണ്. അപ്പൊ ക്യൂന്റെ എക്സ് കോർഡിനേറ്റ് 0 ആണ്. അപ്പൊ ഇവിടെ 0 ആയാൽ ലാംഡയുടെ വാല്യൂ -1 വരും. അപ്പൊ ലാംഡയുടെ വാല്യൂ -1 ആണെങ്കിൽ ഇവിടെ എന്താവും? 2 ആവും. ഇവിടെയോ -1 കൊടുത്താലോ 3 + 1 4 ആവും. ഇതാണ് ക്യൂവിന്റെ കോർഡിനേറ്റ്. അപ്പൊ ക്യൂവിന്റെ കോർഡിനേറ്റ് കിട്ടി. അപ്പൊ പിയുടെ കോർഡിനേറ്റ് അറിയാം, ക്യൂവിന്റെ കോർഡിനേറ്റ് അറിയാം അല്ലേ? പിന്നെ എന്താ പറയാ? അനദർ പാരലൽ ലൈൻ എൽ പാസിംഗ് ത്രൂ എസ്. അപ്പൊ എസ് അറിയാം. വാട്ട് ഇസ് എസ്? എസ് ഇസ് 1, 0, -1 intersects another plane at the point R. Then the square of area of the parallelogram. അപ്പൊ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഒരു പാരലഗ്രാം, ഇനി വേറെ ഒന്നും നോക്കണ്ട, ഒരു പാരലഗ്രാം കൺസിഡർ ചെയ്യാം. ഒരു പാരലഗ്രാം കൺസിഡർ ചെയ്യാം. ഇതാണ് പി, ഇതാണ് ക്യൂ, ഇതാണ് ആർ, ഇതാണ് എസ്. പാരലഗ്രാം. പിയുടെ കോർഡിനേറ്റ് അറിയാം. വാട്ട് ഇസ് ദ കോർഡിനേറ്റ് ഓഫ് പി? കോർഡിനേറ്റ് ഓഫ് പി എന്താ? 1 1 1 ആണ്. കോർഡിനേറ്റ് ഓഫ് ക്യൂ എന്താണ്? 0 2 4 ആണ്. കോർഡിനേറ്റ് ഓഫ് എസ് എന്താണ്? 1 0 -1 ആണ്. അത് നിങ്ങൾ പഴയ ഐഡിയ ആണ്. ഒരു പാരലഗ്രത്തിലെ 3 കോർഡിനേറ്റ്സ് അറിയെങ്കിൽ മറ്റേ കോർഡിനേറ്റ് അറിയാൻ പറ്റും. അത് ചോദിച്ചില്ലേ? ഏരിയ അത് പാരലഗ്രാമേ ചോദിച്ചുള്ളൂ. അപ്പൊ എന്ത് ചെയ്താൽ മതി? 6 കണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? ഈ വെക്ടറും കൂടി ക്രോസ് ചെയ്താൽ മതി. വാട്ട് ഇസ് ഏരിയ? ഏരിയ ഓഫ് ദ പാരലഗ്രാം ഇസ്
എന്താണ് ഈ വെക്ടറും പി ക്യൂ ക്രോസ് ഏരിയ ഈസ് ഏരിയ ഓഫ് ദ പാരലോഗ്രാം ഇസ് ഈക്വൽ ടു എന്താണ് പി ക്യൂ ക്രോസ് പി ആർ പി എസ് മോഡ് പി ക്യൂ ക്രോസ് പി എസ് ഇതാണ്. അപ്പോൾ വാട്ട് ഇസ് പി ക്യൂ ഐ ജെ കെ ചെയ്യുക. പി ക്യൂ പറഞ്ഞാൽ ഈ വെക്ടറാണ്. ഇങ്ങടായാലും കുഴപ്പമൊന്നുമില്ല. അപ്പം 0 -1 -1 2 -1 that is 1 4 -1 that is 3 PS എന്താണ് 1 -1 0 0 -1 -1 -1 that is -2 ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടാൽ മതി. അപ്പോൾ ഇത് ഡിറ്റർമിനന്റ് ആയതുകൊണ്ട് ഇവിടെ പ്ലസ് ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യുക I ഇൻറ്റു എന്ത് ചെയ്താൽ മതി I ഇൻറ്റു 2 -3 it is -1 minus j into -2 that is j into -2 plus k into -1 k into -1. Then the square of the area of the parallelogram. What is the area here? Area is equal to √6 ആണ്. But what is the square of the area? √6 square area. Answer is 6 is the answer. ഇതും കുറച്ച് ലെങ്തി ആണ്, പക്ഷെ 3Dയിലെ എല്ലാ ചോദ്യവും ലെങ്തി ആയിരിക്കും. ഓക്കെ, പക്ഷെ 3Dയിൽ ഡൂവബിൾ ആയിരിക്കും, അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. ഇത് വളരെ സിമ്പിൾ ചോദ്യമാണ്. ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ വാട്ട് ദ വാല്യൂ? അത് വളരെ സ്കൂൾ ലെവലിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ആദ്യം കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുക. കണ്ടിന്യൂറ്റി ആകുമ്പോൾ എന്താവും? കണ്ടിന്യൂസ് ആവണല്ലോ. ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട്. കണ്ടിന്യൂസ് ആണെങ്കിൽ എന്താവും? 2α ഇൻറ്റു എക്സ്റ്റെൻസ് ടു 1 അല്ലേ? 1 ആകുമ്പോൾ -1 പ്ലസ് 2β. ഇതായിരിക്കണം എന്ത്? റൈറ്റ് ലിമിറ്റ്. ഇവിടെ ലിമിറ്റ് കൊടുക്കുക. α+3 പ്ലസ് α -β. അപ്പോൾ അതിൽ ആൽഫയും ബീറ്റയും നമ്മൾ റിലേഷൻ കിട്ടും. എന്താ റിലേഷൻ? ഇവിടെ 2α ഉണ്ട്, ഇവിടെ 2α ഉണ്ട്, അപ്പോൾ ഇത് 4α ആയി. പിന്നെ ഇവിടെ 2β ആകുമ്പോൾ -3β ആയി. ഇതിന്റെ വാല്യൂ എന്താ? -3. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. കണ്ടിന്യൂറ്റി എന്ന് കിട്ടുന്നതാണ്. ഇനി ഡിഫറൻഷ്യബിലിറ്റി എന്താ? ഡിഫറൻഷിയേറ്റ് ചെയ്യുക at x = 1. ലെഫ്റ്റ് ഡെറിവേറ്റീവ് കൊടുക്കുക. ഇത് ഡിഫറൻഷിയേറ്റ് 2x കിട്ടും. at x = 1 എന്ന് പറഞ്ഞാൽ 4α. ഇത് ഡിഫറൻഷിയേറ്റ് 2β വരും, പ്ലസ് 2β. ഇതാണ് ലെഫ്റ്റ് ഡെറിവേറ്റീവ്. വിൽ ബി ഈക്വൽ ടു റൈറ്റ് ഡെറിവേറ്റീവ്. റൈറ്റ് ഡെറിവേറ്റീവ് പറഞ്ഞാൽ α+3. ഇത് പോവില്ല, α - β പോകും. ഇനി പുട്ട് x = അല്ല, അത് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? അഗൈൻ ഇക്വേഷൻ വിൽ ബി 3α പ്ലസ് 2β is equal to 3. ഇത് ഇക്വേഷൻ നമ്പർ 2 ആണ്. ഇത് രണ്ടും കൂടി സോൾവ് ചെയ്താൽ ആൻസർ ആയി. ചോദിച്ചത് 34 × α + β ആണ് ചോദിച്ചത്. അപ്പോൾ ഇതിൽ ആൽഫയും ബീറ്റയും കണ്ടാൽ മതി. ചെറിയ കാൽക്കുലേഷൻ ഉണ്ട്. എന്താ? ഇതിനെ നമുക്ക് 2 കൊണ്ടും ഇത് നമുക്ക് 3 കൊണ്ടും മൾട്ടിപ്ലൈ ആയിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ 2 ആകുമ്പം 8α വരും, ഇവിടെ 9 വരും. 8 + 9 17α. ഇത് പോവും. ഇത് -6 ആവും. -6 + 9 is 3. അപ്പോൾ ആൽഫയുടെ വാല്യൂ 3/17 ആണ്. 3/17 ആണ്. മറ്റേതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബീറ്റയുടെ വാല്യൂ ഏതെങ്കിലും ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആൽഫ, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് 2β? 2β വിൽ ബി 3 - 3α. 3α വിൽ ബി 9/17. അപ്പോൾ 17 × 3 എത്ര? 30, 21, 51. 30, 21, 51. 51 9 പോയാൽ 42 അല്ലേ? 42. 51 9 പോയാൽ അതെ 42. 42/17. 2β is 42/17. Beta equals 21/17. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻസർ വിൽ ബി 34 × α + β. അതൊക്കെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അത്ര കാൽക്കുലേഷൻ ഒന്നുമില്ല. 21/17. ആൻസർ ഇസ് 17 വെട്ടിപ്പോകും. അപ്പം 2 × 24. 2 × 24 അല്ലേ? 17 അല്ലേ? 2 × 24. 24ൻ്റെ ഇരട്ടി 48. ആൻസർ ഇസ് 48 ഇസ് ആൻസർ. ഇത് വളരെ സിമ്പിൾ ചോദ്യമാണ്, ഡൂവബിൾ ആണ്. അപ്പോൾ വിത്ത് ദാറ്റ് വിൽ ക്ലോസ് ടുഡേയ്സ് മാത്തമാറ്റിക്സ് ഡിസ്കഷൻ. പൊതുവേ ഇന്നത്തെ പേപ്പർ സിമ്പിൾ ആയിരുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു.